നമസ്കാരം. ഷൈനും ആ ഷിഫാങ്ങും കൂടി ബ്ലാക്ക് കുടുംബത്തിലെ ബ്രയന്റെ വസതിയിലേക്ക് തിരിച്ചതും എമിലി ബ്ലാക്ക് അതിവേഗം മാർക്കിനടുത്തേക്ക് എത്തി. മാർക്കിനെ ഒരു പ്രത്യേക വലയത്തിൽ അങ്കിൾ ഇയാൻ നിർത്തിയിരിക്കുകയാണ്. മാർക്കിന്റെ അടുത്തേക്ക് ഓടിയെത്തിയ എമിലി മാർക്കിന്റെ ആ വാരിയലിന്റെ ഭാഗത്താണ് നോക്കിയത്. ആ ഭാഗം ലക്ഷ്യമാക്കിയാണ് ഷൈൻ മാർക്കിനെ ആക്രമിച്ചത്. മാർക്ക്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അങ്ങനെ ഷൈൻ ചോദിക്കുമ്പോഴും മാർക്ക് ശരിക്കും ദേഷ്യത്തിലാണ്. മാർക്ക് എമിലിയോട് പറഞ്ഞു, എമിലി, അത് ചാങ്മാങ് ആണ്, എൻ്റെ സുഹൃത്ത ചാങ്മാങ്. അവനെയാ ആ ഷിഫാങ് പിടിച്ചിരിക്കുന്നത്. മാർക്ക്, പേടിക്കണ്ട, ഞാൻ വേണ്ടത് ചെയ്യാം. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ഫെല്ലറേയും കൊണ്ട് എമിലി ബ്ലാക്ക് അവളുടെ വസതിയിലേക്ക് വന്നു. അവിടെ മാർക്കിനെ അവളുടെ ബെഡിലേക്ക് കിടത്തിയതിന് ശേഷം മാർക്കിന്റെ ഷർട്ട് അഴിച്ച് അവൾ തന്നെ മരുന്ന് മാർക്കിന്റെ ബോഡിയിൽ അപ്ലൈ ചെയ്യുകയാണ്. ഈ കാഴ്ച സ്വാഭാവികമായിട്ടും അങ്കിൾ യാനിന് വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്. അങ്കിൾ യാനിന് പക്ഷേ അക്കാര്യത്തിൽ ഇടപെടാനും പറ്റില്ല. എമിലി ഒരു ഭർത്താവിനെ ചികിത്സിക്കും പോലെ മാർക്കിനൊപ്പം നിന്ന് മാർക്കിനെ ചികിത്സിക്കുകയാണ്. മാർക്കിന്റെ ബോഡിയിലുള്ള ആ മുറിവിലൊക്കെ മരുന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം എമിലി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞാനേ ഇപ്പൊ തന്നെ ആ ഷീ കുടുംബത്തിൽ ഒന്ന് പോയി നോക്കാം. അങ്ങനെ പറഞ്ഞതിന് ശേഷം എമിലി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഒരു കാരണവശാലും ഈ മുറിയിൽ നിന്ന് പുറത്തിറങ്ങരുതേ. ഇല്ല എമിലി, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. മാർക്ക് അങ്ങനെ വാക്ക് കൊടുത്തതും എമിലി ബ്ലാക്ക് അവിടെ നിന്ന് പുറത്തിറങ്ങി അങ്കിൾ യാനോട് പറഞ്ഞു, അങ്കിൾ, നമുക്ക് ആ ഷീ കുടുംബത്തിലൊന്ന് പോകണം. എമിലി, അവിടെ ആ സ്കൈ പ്രിസൺ ജയില് ശരിക്കും അപകടകരമായ ഒരു ജയിലാണ്. അവിടെയാണ് മാർക്കിന്റെ സുഹൃത്ത് പെട്ടിരിക്കുന്നെങ്കിൽ അവിടെ നിന്ന് രക്ഷിക്കാന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. അങ്കിൾ, അതെനിക്കും അറിയാം, പക്ഷേ നമുക്ക് ഒരു ശ്രമം നടത്തണം. ചാങ്മാങ്ങിനെ കുറിച്ച് നേരത്തെ തന്നെ മാർക്ക് എമിലിയോട് പറഞ്ഞിട്ടുണ്ട്. എമിലി ഇടപെട്ടാണ് ചാങ്മാങ്ങിനെ സെൻട്രൽ പ്ലെയിനിൽ നിന്ന് ആ തണ്ടർ കോർട്ട്യാർഡിൽ എത്തിച്ചത്. അതും ഏകദേശം 3 കൊല്ലങ്ങൾക്ക് മുമ്പാണ്. ആ ചാങ്മാങ് ആണ് ഇപ്പോൾ ഷീ കുടുംബത്തിന്റെ പിടിയിൽപ്പെട്ടിരിക്കുന്നത്. ചാങ്ങും മാർക്കും തമ്മിലുള്ള അടുപ്പം അല്ലെങ്കിലും എമിലിക്ക് അറിയാം. എമിലി അവിടെ പൈറൂലായിരിക്കുമ്പോൾ മാർക്കിന്റെ അടുത്ത സുഹൃത്ത് തന്നെയായിരുന്നു യഥാർത്ഥത്തിൽ ചാങ്മാങ്. ചാങ്മാങ് മാർക്കിന് വേണ്ടി എന്തും ചെയ്യും, അത് എമിലിക്ക് അറിയാം. ചാങ്മാങ്ങിനെ രക്ഷിക്കാനുള്ള ഒരു പരിശ്രമം അതുകൊണ്ട് തന്നെ എമിലിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായേ പറ്റൂ. എമിലിയും അങ്കിൾ യാനും കൂടി ഷീ കുടുംബത്തിലെത്തി. അവിടെ വന്ന് തിരക്കിയതും അവർക്ക് ആ കാര്യം ബോധ്യമായി. ഷിഫാങ് പറഞ്ഞത് 100% ശരിയാണ്. അവരുടെ ആ സ്കൈ പ്രിസണിലാണ് ചാങ്മാങ് അടയ്ക്കപ്പെട്ടിരിക്കുന്നത്. സ്കൈ പ്രിസണിലേക്ക് ആളുകളെ അടയ്ക്കാൻ മാത്രമേ അവിടെയുള്ള ആളുകൾക്ക് പറ്റൂ. തുറന്ന് പുറത്തേക്ക് എടുക്കണമെങ്കിൽ അതിന് ഒരു താക്കോൽ വേണം. ആ താക്കോൽ അവരുടെ ആ ഷീ കുടുംബത്തിന്റെ ഫാമിലി ഹെഡിന്റെ കൈവശമാണ് ഉള്ളത്. അദ്ദേഹം ഒരു ടൂറിലാണ്. പ്രപഞ്ചത്തിൽ അനവധി ഗാലക്സികളും നക്ഷത്രങ്ങളും അനവധി സംവിധാനങ്ങളുമുണ്ട്. അതൊക്കെ ഒന്ന് കാണാനായിട്ട് ആ ഫാമിലി ഹെഡ് പോയിരിക്കുകയാണ്. അദ്ദേഹം മടങ്ങിയെത്തിയാൽ മാത്രമേ ചാങ്മാങ്ങിനെ ആ ജയിലിൽ നിന്ന് പുറത്തെടുക്കാൻ പറ്റൂ. ആ കാര്യം ഷീ കുടുംബം എമിലിയോട് വ്യക്തമാക്കി. എമിലി അവിടെ ചെന്നിട്ട് ചാങ്മാങ് മാർക്കിന്റെ സുഹൃത്താണ് എന്നൊന്നും പറഞ്ഞല്ല അന്വേഷിക്കുന്നത്. എമിലിക്ക് വേണ്ടപ്പെട്ട ഒരാളാണ്, എമിലിയുടെ സുഹൃത്താണ് ചാങ്മാങ് എന്നാണ് ഷീ കുടുംബത്തോട് പറഞ്ഞത്. ഫാമിലി ഹെഡ് വന്നാലുടൻ എമിലിയുടെ ആ സുഹൃത്തിനെ അവിടെ നിന്ന് പുറത്തിറക്കാനുള്ള സംവിധാനം ചെയ്യാമെന്ന് ആ കുടുംബക്കാർ എമിലിക്ക് വാക്ക് കൊടുക്കുകയും ചെയ്തു. എമിലിയും ഷീ കുടുംബത്തിലെ ഷൈനും തമ്മിലുള്ള വിവാഹം എന്തായാലും നടക്കുമെന്നുള്ള കാര്യം ഷീ കുടുംബത്തിലെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ എമിലി അവർക്ക് എല്ലാവർക്കും വലിയ കാര്യവുമാണ്. എമിലി ആദ്യമായിട്ടാണ് ഷീ കുടുംബത്തോട് ഒരു ആവശ്യം പറയുന്നത്. അത് അതിൻ്റെതായ രീതിയിൽ പരിഗണിക്കപ്പെടുമെന്ന് അങ്കിൾ യാനും ഏതാണ്ട് ബോധ്യപ്പെടുത്തുകയാണ്. അങ്കിൾ യാൻ മടക്ക യാത്രയിൽ എമിലിയോട് ആ കാര്യം സൂചിപ്പിക്കുകയും ചെയ്തു. എന്തായാലും എമിലി തിരിച്ച് മടങ്ങിയെത്തിയപ്പോൾ മാർക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. മാർക്കിനോടായി എമിലി പറഞ്ഞു, മാർക്ക്, തൽക്കാലം അവരുടെ ആ ജയിലിൽ നിന്ന് ചാങ്ങിനെ പുറത്തിറക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ആ ജയിൽ തുറക്കാൻ ഒരേ ഒരാൾക്കേ കഴിയും. അദ്ദേഹം ടൂറിലാണ്. അദ്ദേഹം മടങ്ങി വരുമ്പോൾ ഉറപ്പായും നമുക്ക് ചാങ്മാങ്ങിനെ ആ ജയിലിൽ നിന്ന് പുറത്തിറക്കാം. ഇനിയിപ്പോ മാർക്ക് അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട, അതാ നല്ലത്. ആ വിഷയത്തെക്കുറിച്ച് മാർക്ക് ആലോചിച്ചുകൊണ്ടിരുന്നാൽ മാർക്ക് അതുകൊണ്ടൊരു ഫലം ഉണ്ടാവില്ല. എമിലി അങ്ങനെ പറഞ്ഞുകൊണ്ട് മാർക്കിന്റെ തലയിലൂടെ അങ്ങനെ തലോടുമ്പോൾ മാർക്കിന് പിന്നീടൊന്നും പറയാൻ പറ്റാത്ത സാഹചര്യമായി. മാർക്കിനും അറിയാം ആ കാര്യം. ചാങ്മാങ് ജയിലിലാണ്. ആ ജയില് തുറക്കാൻ കഴിയുന്ന ആള് സ്ഥലത്തില്ലെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് എന്താ കാര്യം? എന്തായാലും ആ ദിവസം മുതൽ എമിലി ബ്ലാക്ക് മാർക്കിനൊപ്പം അങ്ങ് കൂടിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. എമിലി ഏതാണ്ട് 24 മണിക്കൂറും മാർക്കിനെ ശുശ്രൂഷിക്കുന്നതിലേക്ക് പൂർണ്ണ ശ്രദ്ധയും കൊടുക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഇത് അങ്കിൾ യാനിന് ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്. അങ്കിൾ യാന്റെ അസ്വസ്ഥതയുടെ കാരണം ആരെങ്കിലും ഇത് കാണുമോ എന്നുള്ളതാണ്. ബ്ലാക്ക് കുടുംബത്തിൽ അങ്കിൾ യാനിന് മുകളിൽ ഒരുപാട് ആളുകളുണ്ട്.
അവരാരെങ്കിലും ഈ സംഭവം അറിഞ്ഞാൽ ആകെ പ്രശ്നമാവും. എമിലി അവരുടെ വലിയൊരു അസറ്റാണ്. ആ അസറ്റ് കൂടുതൽ ശക്തി പ്രാപിക്കണമെങ്കിൽ ഒരു കയോട്ടിക് ബോഡിക്കാരനുമായി യോജിക്കേണ്ടതുണ്ട്. ഈ പ്രപഞ്ചത്തിൽ ആകെ ഒരേ ഒരു കയോട്ടിക് ബോഡിയെ ഉള്ളൂ എന്ന് ബ്ലാക്ക് കുടുംബം ഏതാണ്ട് തീർച്ചപ്പെടുത്തിയിട്ടുണ്ട്. ആ കയോട്ടിക് ബോഡിക്കാരൻ ഷീ കുടുംബത്തിലെ ഷൈനാണ്. മറ്റൊരു കയോട്ടിക് ബോഡിക്കാരൻ ഈ സെൻട്രൽ പ്ലെയിനിൽ എത്തിയതും ആ ആള് വേഷപ്രച്ഛനായി എമിലിക്കൊപ്പം ഉള്ളതും ആർക്കും അറിവുള്ള കാര്യമല്ല. അഥവാ അറിഞ്ഞാൽ തന്നെ അവർ കമ്പയർ ചെയ്യുമ്പോൾ ഒരു നോബഡിയാണ് സാക്ഷാൽ മാർക്ക് ഫെല്ലർ. ഷൈൻ ഷീ കുടുംബത്തിലെ ഹോളി സണ്ണാണ്. അതെ, അയാളെ എല്ലാവരും വിളിക്കുക ഹോളി സൺ എന്നാണ്. ശരിക്കും നമ്മൾ ദൈവപുത്രൻ എന്ന് പറയുന്നത് പോലെയാണ് ഷൈനെ ആ കുടുംബക്കാരും മറ്റുള്ളവരൊക്കെ സംബോധന ചെയ്യുക. ഒരു കയോട്ടിക് ബോഡിക്കാരനും ഇമോർട്ടൽ എംപററുടെ അനന്തരാവകാശിയും തമ്മിലുള്ള വിവാഹം സ്വർഗത്തിൽ തീരുമാനിക്കപ്പെട്ടതാണ്. ആ സ്വർഗത്തിൽ തീരുമാനിക്കപ്പെട്ട വിവാഹത്തിലെ പ്രധാന കഥാപാത്രമായ ആ കയോട്ടിക് ബോഡിക്കാരനാണ് സാക്ഷാൽ ഷൈൻ. അതുകൊണ്ട് ഷൈനെ എല്ലാവരും ദൈവപുത്രൻ ദൈവപുത്രൻ എന്ന് വിളിക്കും. ആ ദൈവപുത്രൻ എവിടെ നിൽക്കുന്നു, സാധാരണക്കാരനായ മാർക്ക് ഫെല്ലർ എവിടെ നിൽക്കുന്നു, ഒരു കമ്പാരിസൺ അവർ തമ്മിൽ അർഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മാർക്കിന് കയോട്ടിക് ബോഡിയാണെന്ന് അറിഞ്ഞാലും ബ്ലാക്ക് കുടുംബം മാർക്കിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കും. അതും അങ്കിൾ യാനിന് അറിയാം. അതുകൊണ്ടാണ് അങ്കിൾ യാൻ ശരിക്കും ടെൻഷനിലായിരിക്കുന്നത്. എമിലിയോട് അങ്കിൾ യാനിന് മറുത്തൊന്നും പറയാനും വയ്യ. എമിലി അങ്കിൾ യാനോട് പെരുമാറുന്നതും ഇടപെടുന്നതും ഒക്കെ ആ ശൈലിയിലാണ്. ശരിക്കും എമിലി സ്വന്തം അച്ഛനോടൊന്ന പോലെയാണ് അങ്കിൾ യാനോട് ഇടപെടുന്നത്. അത് അദ്ദേഹത്തിന് അറിയാം. എമിലിയുടെ ആഗ്രഹത്തിന് എതിര് നിൽക്കാൻ അതുകൊണ്ട് അങ്കിൾ യാനിന് പറ്റത്തുമില്ല. ശരിക്കും അങ്കിൾ യാൻ എന്ന അതിശക്തനായ ആ യോദ്ധാവ് ഒരു ധർമ്മസങ്കടത്തിൽ ആണെന്ന് പറയാം. എന്നാലും അദ്ദേഹം ശരിക്കും വിജിലന്റ് ആണ്. അങ്ങനെ ഇരിക്കുമ്പോൾ പതുക്കെ പതുക്കെ മാർക്കിനെ എണീറ്റ് നടക്കാൻ കഴിയുന്ന സ്റ്റേജിലേക്ക് എത്തി. അതിവേഗം മാർക്കിന്റെ പരിക്കുകൾ ഭേദമായെന്ന് പറയാം. മാർക്ക് ഏതാണ്ട് പൂർണ്ണ ആരോഗ്യം വീണ്ടെടുത്തതും എമിലി മാർക്കുമായി അവിടെ കൂടെ അങ്ങ് നടക്കുകയാണ്. ആ മിസ്റ്റിക് വേൾഡിന് പുറത്തേക്ക് പോകാൻ ഇനി എമിലിക്ക് പറ്റില്ല. അതുകൊണ്ട് എമിലി ആ മിസ്റ്റിക് വേൾഡിന് അകത്തുകൂടി തന്നെ മാർക്കുമായി നടക്കുന്നുണ്ട്. മിസ്റ്റിക് വേൾഡിന് അകത്തായതുകൊണ്ട് അവരെ അധികം നിരീക്ഷിക്കേണ്ട കാര്യം അങ്കിൾ യാനിന് ഇല്ല എന്ന് പറയാം. എമിലി പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടി ആ മിസ്റ്റിക് വേൾഡിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന വാതിലുകളിൽ ആണ് ഇപ്പോ അങ്കിൾ യാനിന്റെ ശ്രദ്ധ. ഈ സമയത്ത് എമിലി മാർക്കുമായി നടന്നിറങ്ങിയത് ആ പൊക്കമുള്ള പാറയുടെ താഴേക്കാണ്. താഴെ അതിവിശാലമായ ഒരു താഴ്വാരയാണ്. ഇരുഭാഗത്തും ആ പാറ ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാണ്. ആ താഴ്വരയിലൂടെ നടക്കുമ്പോൾ അതിന് വല്ലാത്തൊരു മനോഹാരിതയുണ്ട്. നല്ല പച്ചപ്പുള്ള ആ താഴ്വരയിലേക്ക് മലകളുടെ ഇരുഭാഗത്തു നിന്നും ചെറിയ അരുവികൾ ഒഴുകിയിറങ്ങുന്നുണ്ട്. ഇരുഭാഗത്തുനിന്നും ഒരുപോലെ അരുവികൾ ഒഴുകിയിറങ്ങുന്ന ആ കാഴ്ച മാർക്കിനെയും ശരിക്കും സന്തോഷിപ്പിക്കുകയാണ്. ഭൂമിയിൽ ആ ശൈലിയിലൊരു കാഴ്ച മാർക്ക് കണ്ടിട്ടില്ല. ഏതെങ്കിലും മലയുടെ ഒരു ഭാഗത്തുനിന്ന് നദികൾ ഒലിച്ചു വരുന്നത് മാർക്ക് കണ്ടിട്ടുണ്ട്. ഇവിടെ അതല്ല. ആ ചെറിയ താഴ്വാരയുടെ ഇരുഭാഗത്തുള്ള മലകളിൽ നിന്നും നദികൾ ഒലിച്ചു വരികയാണ്. നദികൾക്കൊപ്പം ഇഷ്ടംപോലെ മഞ്ഞും അങ്ങനെ മൂടി നിൽക്കുകയാണ്. മഞ്ഞെന്ന് പറയുന്നത് പൂർണ്ണമായും സ്പിരിച്വൽ എനർജി കൊണ്ട് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നതാണ്. ഒരു മിസ്റ്റിക് വേൾഡ് അതിന്റെ എല്ലാ തലങ്ങളിലും അവിടെ ദൃശ്യമാണെന്ന് പറയാം. മാർക്കിനെയും കൊണ്ട് ആ താഴ്വരയിലൂടെ നടന്ന എമിലി ഒരു പ്രത്യേക സ്ഥലത്തെത്തിയതും പെട്ടെന്ന് അവൾക്കും മാർക്കിന് ചുറ്റുമായി ഒരു എനർജി ബാരിയർ സൃഷ്ടിച്ചു. ആ എനർജി ബാരിയർ സൃഷ്ടിക്കപ്പെട്ടപ്പോഴാണ് മാർക്ക് അത് ശ്രദ്ധിച്ചത്. കാരണം മാർക്കിന്റെ ഇടതും വലതും ഉണ്ടായിരുന്ന ആ നദികളും മലകളും ഇപ്പോ പൂർണ്ണമായും അപ്രത്യക്ഷമായിരിക്കുകയാണ്. മാർക്കിന് കഥ മനസ്സിലായി. എമിലി ഇടപെട്ടതാണ്. എമിലി എന്താ? മാർക്ക്, നമുക്ക് മുന്നിൽ വളരെ കുറച്ച് സമയമേ ഉള്ളൂ. ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. എമിലി വളരെ സീരിയസ് ആയിട്ട് എന്തോ പറയാൻ പോവുകയാണെന്ന് അവളുടെ ആമുഖം മാർക്കിനോട് വിളിച്ചു പറയുകയാണ്. മാർക്ക് എമിലിയോട് ചോദിച്ചു, എന്താ എമിലി? മാർക്ക്, പണ്ട് ഇവിടെ ഈ സെൻട്രൽ പ്ലെയിനിൽ 8 ഗ്രേറ്റ് അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളാണ് ഉണ്ടായിരുന്നത്. എന്ന് പറഞ്ഞാൽ അതിൽ ഈ ബ്ലാക്ക് കുടുംബം ഇല്ലായിരുന്നു എന്നാണ്. മാർക്കിന് അതൊരു പുതിയ അറിവാണ്. മാർക്ക് കൗതുകത്തോടെ എമിലി നോക്കുമ്പോൾ എമിലി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ബ്ലാക്ക് കുടുംബത്തിൽ ഒരു ഇമ്മോർട്ടൽ എംപറർ ഉണ്ടാകുന്നത്. അദ്ദേഹം അതിശക്തനായിരുന്നു. ആ ഇമ്മോർട്ടൽ എംപറർ ആ കാലഘട്ടത്തിലെ അതിശക്തരായ 8 ഇമ്മോർട്ടൽ എംപറേഴ്സിനെയാണ് കൊലപ്പെടുത്തിയത്. 3 പേരെ പരിക്കേൽപ്പിക്കുകയും ചെയ്തു. ശരിക്കും അവിശ്വസനീയമായ ഒരു സ്റ്റോറിയാണ് എമിലി ബ്ലാക്ക് മാർക്കിനോട് പറഞ്ഞത്. റിവേർഷൻ ഓയിസ്റ്റേജിൽ നിന്ന് ഒരാൾ കടക്കുന്നത് ട്രൂ സെയിന്റിലേക്കാണ്. ട്രൂ സെയിന്റിൽ നിന്ന് ആളുകൾ നേരെ എത്തുന്നത് ട്രിബുലേഷൻ ട്രാൻസിറ്റിംഗ് സ്റ്റേജിലേക്കാണ്. അത് 9 സ്റ്റേജുകളാണ്. ആ 9 സ്റ്റേജുകളിൽ കഴിയുന്ന ആളാണ് ഇമ്മോർട്ടൽ എംപറർ ആകുന്നത്. അങ്ങനെ ഇമ്മോർട്ടൽ എംപറർ ആയിട്ടുള്ള ആളുകളുടെ എണ്ണം വളരെ വളരെ കുറവാണ്. അവര് അതിശക്തരാണ്. അവർക്ക് വിരൽ ഞൊടിച്ച് ആകാശത്തിലെ ഗോളങ്ങളെ ആ നിമിഷം അവസാനിപ്പിക്കാൻ പറ്റും. അവരുടെ പവർ സങ്കല്പങ്ങൾക്കും അപ്പുറമാണ്.
അത്തരത്തിലുള്ള 8 ഇമ്മോർട്ടൽ ചക്രവർത്തിമാരെയാണ് ഈ ബ്ലാക്ക് കുടുംബത്തിന്റെ സ്ഥാപകനായ ആ ഇമ്മോർട്ടൽ എംപറർ അവസാനിപ്പിച്ചത്. 3 ആളുകളെ പരിക്കേൽപ്പിക്കുകയും ചെയ്തു. എമിലി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, അന്നു മുതൽ ഈ സെൻട്രൽ പ്ലെയിനിൽ 8 ഗ്രേറ്റ് അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങൾക്ക് പകരം 9 ഗ്രേറ്റ് അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളായി. മഹത്തായ കുടുംബങ്ങളുടെ എണ്ണം 8 നിന്ന് 9 വർദ്ധിച്ചത് ആ ഇമ്മോർട്ടൽ എംപറർ വന്നതിന് ശേഷമാണ്. എമിലി ബ്ലാക്ക് അവളുടെ കുടുംബത്തിന്റെ പശ്ചാത്തലമാണ് മാർക്കിനോട് വിശദമാക്കുന്നത്. അത്രയും പറഞ്ഞതിന് ശേഷം എമിലി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ആ ഇമ്മോർട്ടൽ എംപറർ നമ്മുടെ ബ്ലാക്ക് കുടുംബത്തിന് വേണ്ടി ഒരു പ്രത്യേക സ്പെല്ല് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ശരിക്കും അത് ബ്ലാക്ക് കുടുംബത്തിന്റെ രഹസ്യമാണ്. ബ്ലാക്ക് കുടുംബത്തിലെ തലവനും പിന്നെ അപൂർവം ആളുകൾ മാത്രമേ ആ രഹസ്യം അറിയാറുള്ളൂ. ഇപ്പൊ എനിക്ക് ആ രഹസ്യം അറിയാം. ആ രഹസ്യം ഞാൻ മാർക്കിന് പകർന്നു തരാൻ പോവുകയാണ്. എമിലി, അതൊന്നും വേണ്ട. മാർക്ക്, അതല്ല, അത് വേണം. ആ രഹസ്യം ശരിക്കും ഒരു ലൈഫ് സേവിങ് സംഭവമാണ്. 9 പുനർജന്മ രഹസ്യങ്ങൾ എന്നാണ് അതിനെ വിളിക്കുക. മാർക്ക്, നീ അത് പഠിച്ചെടുത്താൽ ഉറപ്പായിട്ടും നിനക്ക് ഏത് സാഹചര്യത്തിലും പിടിച്ചിരിക്കാൻ പറ്റും. 9 തവണ പൂർണ്ണമായും നിന്റെ ബോഡി നശിച്ചു പോയാലും നിനക്ക് തിരിച്ചു വരാൻ പറ്റും. 9ാമത്തെ തവണ തിരിച്ചു വരുമ്പോൾ വീണ്ടും പരാജയപ്പെടുകയാണെങ്കിൽ പിന്നെ ഒരിക്കലും ബോഡിയും ആത്മാവും തിരിച്ചു വരില്ല. അതാണ് അതിൻ്റെ ഡ്രോബാക്ക്. പക്ഷേ മാർക്ക്, ശരിക്കും ഒരു ജീവൻ മരണ പോരാട്ടമുണ്ടാകുമ്പോൾ ഒരു രക്ഷയുമില്ല എങ്കിൽ അവസാന ശ്രമത്തിൽ ഉപയോഗിക്കാനാണ് ബ്ലാക്ക് കുടുംബം ആ രഹസ്യ മന്ത്രത്തെ ഉപയോഗിക്കുന്നത്. എമിലി അങ്ങനെ പറയുമ്പോൾ മാർക്ക് എമിലിയോട് പറഞ്ഞു, എമിലി, എനിക്കത് മനസ്സിലാകുന്നുണ്ട്, പക്ഷെ എനിക്കതിൻ്റെ ആവശ്യമില്ല. മാർക്ക്, അത് ആവശ്യമുണ്ട്. മാർക്കിന് അറിയാമല്ലോ, ആ ഷീ കുടുംബത്തിലെ ഷൈൻ അതിശക്തനാണ്. അവനുമായി മാർക്ക് ഒന്ന് ഉരസിയാൽ മാർക്ക് ആ നിമിഷം അവസാനിക്കും. മാർക്കിന് എമിലി പറഞ്ഞ ആ കാര്യം ഇപ്പോൾ അറിയാം. വളരെ കാഷ്വലായി ഷൈൻ ഒന്ന് കൈയറിയിക്കുന്നതും മാർക്കിനെ വാരിയിലകൾ വരെ ഒടിയായിരുന്നു. ശരിക്കും ആ സമയത്ത് മാർക്കിനെ കൊല്ലാനായി ഷൈൻ മനസ്സുകൊണ്ട് വിചാരിച്ചിരുന്നുവെങ്കിൽ മാർക്കിന് ഒന്നും ചെയ്യാൻ പറ്റുമായിരുന്നില്ല. ആ നിമിഷത്തിൽ മാർക്ക് കൊല്ലപ്പെട്ടനെ. ഷൈൻ അത്ര ശക്തനാണ്. കേട്ട് അറിഞ്ഞ കാര്യമനുസരിച്ചാണെങ്കിൽ ഷൈൻ ട്രൂ സെയിൻറ്റിലേക്ക് കടക്കാൻ പോവുകയാണ്. ഗോൾഡൻ ഏജ് വരുന്നതിന് മുന്നേ ചില ആളുകളൊക്കെ സെമി സെയിൻറ്റും ട്രൂ സെയിൻറ്റൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ ഈ ഗോൾഡൻ ഏജിൻ്റെ ഈ കാലഘട്ടത്തിൽ ഒരാൾ പോലും ഇതുവരെയും സെമി സെയിൻറ്റായി മാറിയിട്ടില്ല. സെമി സെയിൻറ്റ് ആകുന്ന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് സാക്ഷാൽ ഷൈൻ. ആ ഷൈനോട് ഒരിക്കലും മാർക്കിന് പിടിച്ചിരിക്കാൻ പറ്റില്ല. ഷൈനുമായി മാർക്കിന് എപ്പോഴെങ്കിലും ഒരു സെന്റ് വന്നാൽ പിടിച്ചു നിൽക്കാൻ ഈ സംഭവം മാർക്കിനെ സഹായിക്കും. എമിലി മാർക്കിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ഇരിക്കെ. മാർക്ക് ചമ്രം പണിഞ്ഞിരുന്നതും എമിലി മാർക്കിന് തൊട്ടു മുന്നിലായി അതേ പൊസിഷനിലിരുന്നു. ആ നിമിഷത്തിൽ എമിലിയുടെ നെറ്റിൽ നിന്ന് ഒരു പ്രകാശം മാർക്കിന്റെ നെറ്റിൽ വന്ന് പതിച്ചു. കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ ആ പ്രകാശം മാർക്കിന്റെ നെറ്റി പതിച്ചതും മാർക്കിന്റെ നെറ്റിയിലേക്ക് ഒരു ഫ്ലോ ഉണ്ടാവുകയാണ്. ശരിക്കും മാർക്കിന്റെ ഉള്ളിലേക്ക് ഇഷ്ടംപോലെ അറിവുകൾ എമിലിയുടെ ആ സ്പെല്ല് വഴി ഓട്ടോമാറ്റിക്കായിട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണ്. അമ്പരപ്പിക്കുന്ന കൃത്യതയിൽ ആ സ്പെല്ല് മുഴുവൻ ട്രാൻസ്ഫർ ആയി കഴിഞ്ഞതും എമിലി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞാൻ ആ സ്പെല്ല് ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ്. അത് പഠിച്ചെടുക്കുക എന്നുള്ളത് മാർക്കിന്റെ ജോലിയാണ്. മാർക്ക്, ഞാൻ വീണ്ടും പറയുന്നു, ഒരു കാരണവശാലും ഇത് ഉപയോഗിക്കരുത്. പക്ഷേ ഉപയോഗിക്കാം എപ്പോഴാണ്? ജീവൻ മരണ പോരാട്ടം എത്തുന്ന ഒരു സമയത്ത്. ഒരു കാരണവശാലും രക്ഷയില്ലെന്ന് തോന്നിയാൽ മാർക്ക്, നീ ഇത് ഉപയോഗിക്കുക വേണം. ഇത് ഉപയോഗിച്ചാൽ സ്വാഭാവികമായിട്ടും ഏവർക്കും ഇതിന്റെ സോഴ്സ് അറിയാൻ പറ്റും. ഇവിടെ ഈ ബ്ലാക്ക് കുടുംബത്തിൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്കും ഈ ഫാമിലി ഹെഡിനെ ഒഴികെ അപൂർവം ആളുകൾക്ക് ഈ സ്പെല്ല് അറിയാവൂ. എമിലി ആ കാര്യങ്ങൾ പറഞ്ഞതും മാർക്ക് എമിലിയോട് പറഞ്ഞു, എമിലി, ഒരു കാരണവശാലും നിനക്ക് പ്രശ്നമുണ്ടാകുന്ന ഒരു കാര്യം എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല. അങ്ങനെ മാർക്ക് പറഞ്ഞതും എമിലി ചുറ്റുമൊന്ന് നോക്കി. അപ്പോൾ മാർക്ക് എമിലിയോട് പറഞ്ഞു, എമിലി, നമുക്ക് പോയാലോ? മാർക്ക്, ഇതുപോലൊരു അവസരം ഇനി കിട്ടത്തില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് എമിലി ഒരു പ്രത്യേക ഭാവത്തിൽ മാർക്കിനെ നോക്കി. എമിലി എന്താ ഉദ്ദേശിക്കുന്നത്? മാർക്ക് എപ്പോഴെങ്കിലും കയോട്ടിക് ബോഡിയും ഇമ്മോർട്ടൽ എംപററുടെ ഈ ബ്ലഡ് ലൈനും തമ്മിലുള്ള കോമ്പിനേഷനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? എമിലി ചോദിച്ചതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. കയോട്ടിക് ബോഡിക്കാരനും ഇമ്മോർട്ടൽ എംപററുടെ ബ്ലഡ് ലൈനിലുള്ള ആളും തമ്മിൽ ചേരുമ്പോൾ അവർക്ക് ജനിക്കുന്ന കുഞ്ഞ് ശരിക്കും ശക്തനായിരിക്കും. മാർക്ക്, അവിടെയാണ് നിനക്ക് തെറ്റിയത്. സംഭവം അതല്ല. കയോട്ടിക് ബോഡിയും ഇമ്മോർട്ടൽ എംപററുടെ ബ്ലഡ് ലൈനുള്ള ആളും തമ്മിൽ യോജിച്ചാൽ, അവർ തമ്മിൽ സെക്ഷൽ ബന്ധത്തിൽ ഏർപ്പെട്ടാൽ
ആ നിമിഷം മുതൽ രണ്ടുപേരുടെ ശക്തി വർദ്ധിക്കും. മാർക്ക്, ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. നമ്മൾ തമ്മിൽ ഇപ്പോൾ ഒന്നായാൽ പിന്നെ മാർക്കിനെ ആർക്കും തോൽപ്പിക്കാനാവില്ല. മാർക്ക്, ഞാൻ എന്നെ നിനക്ക് സമർപ്പിക്കാൻ പോവുകയാണ്. എമിലി മാർക്കിന്റെ സ്വന്തമായി കഴിഞ്ഞാൽ പിന്നെ ഈ പ്രപഞ്ചത്തിൽ ഒരാൾക്കും മാർക്കിനെ തോൽപ്പിക്കാനാവില്ല എന്ന യാഥാർത്ഥ്യമാണ് എമിലി ബ്ലാക്ക് മാർക്കിനോട് പറഞ്ഞത്. എമിലി ബ്ലാക്ക് അങ്ങനെ പറഞ്ഞതും മാർക്ക് ഫെല്ലർ പെട്ടെന്ന് 2 സ്റ്റെപ്പ് പുറകോട്ട് മാറി. ഹേയ് എമിലി, അത് വേണ്ട, അത് വേണ്ട. എമിലി, നിന്നെ ഞാൻ സ്വന്തമാക്കുന്ന ദിവസം സകലരും ഒരേ ശ്വാസത്തിൽ പറയണം, നീ എനിക്ക് അർഹതപ്പെട്ടതാണ്. ഇപ്പോ ഞാൻ നിന്നെ സ്വന്തമാക്കിയാൽ ഞാൻ വെറും ഒരു ചതിയനാവും, ഞാനൊരു ഭീരുവാവും. മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, തോൽവിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ നിന്റെ സഹായം തേടിയെന്ന് ആർക്കാ മനസ്സിലാകാത്തത്? എമിലി, അത് വേണ്ട, മരിച്ചാലും ഞാനത് ചെയ്യില്ല. മാർക്ക്, നീ അങ്ങനെയൊന്നും ആലോചിക്കാതെ ഇവിടെ പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ് പ്രധാനം. എമിലി, നീ എന്നെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട, എനിക്കൊന്നും സംഭവിക്കില്ല. എന്നെ അങ്ങനെ വകവരുത്താനൊന്നും ഷൈനിന് പറ്റില്ല. അതിനുവേണ്ടി ഞാൻ നിന്നു കൊടുക്കത്തുമില്ല. പക്ഷേ ഷൈനെ തോൽപ്പിക്കാൻ വേണ്ടി നിന്നെ കളങ്കപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിന്നെ ഞാൻ വിവാഹം കഴിക്കുന്ന ദിവസം സകല പരിശുദ്ധിയോടും നീ എൻ്റെ മുന്നിലേക്ക് വരണം. അതാണ് അതിന് ശരി. മാർക്ക് ഫെല്ലർ അത് പറഞ്ഞതും എമിലി ബ്ലാക്ക് സൃഷ്ടിച്ച ആ എനർജി ബാരിയർ ഒരു ശബ്ദത്തോടെ തകർക്കപ്പെടുന്ന ശബ്ദം എമിലിയും അതുപോലെ മാർക്കും കേട്ടു. രണ്ടുപേരും ഞെട്ടിത്തിരിയുമ്പോൾ അവർ കാണുന്നത് സാക്ഷാൽ അങ്കിൾ യാനെയാണ്. അങ്കിൾ യാൻ മാർക്കിനെയും എമിലിയും അങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ടതും എമിലി മാർക്കിന്റെ മുന്നിലേക്ക് കയറി. അങ്കിൾ, മാർക്ക് ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ എമിലി പറയുമ്പോഴേക്കും അങ്കിൾ യാൻ മുന്നോട്ട് നടക്കുകയാണ്. അങ്കിൾ യാൻ അതിശക്തനാണ്. അങ്കിൾ യാന്റെ മുന്നിൽ കയറി എമിലി തടസ്സം പിടിക്കുന്ന കണ്ടതും മാർക്ക് പെട്ടെന്ന് എമിലി പുറകോട്ട് പിടിച്ചു മാറ്റിയിട്ട് എമിലിയുടെ മുന്നിലേക്ക് കയറി. അങ്കിൾ, എമിലി അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ മാർക്ക് പറഞ്ഞതും അങ്കിൾ യാൻ നടന്ന് മാർക്കിന്റെ മുന്നിലെത്തിക്കഴിഞ്ഞു. മാർക്കാണെങ്കിൽ സ്വാഭാവികമായും ഒരു അറ്റാക്ക് പ്രതീക്ഷിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മാർക്കിന്റെ ആ ഓറ റിലീസ് ചെയ്ത് ഒരു ഫൈറ്റിന് തയ്യാറെടുക്കുമ്പോൾ അങ്കിൾ യാൻ മാർക്കിനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ശരിക്കും ഒരു അമ്പരപ്പിക്കുന്ന പുഞ്ചിരി അങ്കിൾ യാന്റെ മുഖത്ത് വന്നു എന്ന് പറയാം. അങ്കിൾ യാൻ ചിരിച്ചുകൊണ്ട് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഇപ്പോ ശരിക്കും നിന്നിൽ എനിക്കൊരു വിശ്വാസം ഉണ്ടായി. ഒരു അടി പ്രതീക്ഷിച്ചിരുന്ന മാർക്കും എമിലിയും അങ്കിൾ യാന്റെ ആ ഡയലോഗ് കേട്ടതും അമ്പരപ്പോടെ അങ്കിൾ യാന്റെ മുഖത്ത് നോക്കി പോവുകയാണ്. എമിലി അങ്കിളിനോട് ചോദിച്ചു, അങ്കിൾ എന്താ അങ്ങനെ പറഞ്ഞേ? എമിലി, നിന്നെ ഇവിടെ വെച്ച് മാർക്ക് സ്വന്തമാക്കണമെന്ന് നീ പറഞ്ഞപ്പോ മാർക്ക് അത് പറ്റില്ലെന്ന് പറഞ്ഞ ആ നിമിഷത്തിൽ എനിക്ക് മാർക്കിനെ കുറിച്ചുള്ള സകല അഭിപ്രായം മാറി. എമിലി, നീ പേടിക്കണ്ട, ഇവൻ വളരും, ഇവൻ സകല പ്രതിബന്ധങ്ങളെയും അതിജീവിക്കും, അതിനുള്ള മാനസിക കരുത്ത് ഇവനുണ്ട്. അങ്ങനെ അങ്കിൾ യാൻ പറഞ്ഞതും എമിലി അങ്കിൾ യാനോട് ചോദിച്ചു, അങ്കിൾ, അപ്പൊ ഞങ്ങൾ സംസാരിച്ച എല്ലാം അങ്കിൾ കേട്ടോ? ആ, ഞാൻ എല്ലാം കേട്ടു എന്ന് അങ്കിൾ യാൻ പറഞ്ഞപ്പോ ശരിക്കും എമിലി ബ്ലാക്ക് ഒന്നുകൂടി ഞെട്ടി. അവൾ മാർക്കിന് ആ ബ്ലാക്ക് കുടുംബത്തിന്റെ രഹസ്യം ഹാൻഡ് ഓവർ ചെയ്തിരിക്കുകയാണ്. അത് അങ്കിൾ യാൻ കേട്ടിട്ടുണ്ടെങ്കിൽ പ്രശ്നം വളരെ വളരെ വലുതാണ്. അമ്പരപ്പോടെ എമിലി അങ്കിൾ യാനോട് ചോദിച്ചു, അങ്കിൾ എന്തൊക്കെ കേട്ട? എമിലി, നീ മാർക്കിനോട് നിന്നെ സ്വന്തമാക്കാൻ പറഞ്ഞ ആ കാര്യം മുതലേ കേട്ടായിരുന്നു. അങ്കിൾ വേറൊന്നും കേട്ടില്ല? വേറെന്ത് കേൾക്കാൻ? അങ്ങനെ അങ്കിൾ യാൻ തിരിച്ചു ചോദിച്ചതും എമിലിക്ക് ശ്വാസം നേരെ വീണതുപോലെയായി. ബ്ലാക്ക് കുടുംബത്തിന്റെ ആ രഹസ്യ സ്പെല്ല് ഒരു കാരണവശാലും ഫാമിലിക്ക് പുറത്ത് ഒരാൾക്കും ഹാൻഡ് ഓവർ ചെയ്യാൻ പാടുള്ളതല്ല. പക്ഷെ എമിലി ഇവിടെ ചെയ്തത് അതാണ്. അവളുടെ ആ പ്രവൃത്തി പിടിക്കപ്പെട്ടാൽ അവളെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല. അതാണ് സത്യം. അങ്കിൾ യാൻ ശരിക്കും സന്തോഷത്തോടെ മാർക്ക് ഫെല്ലറോട് പറഞ്ഞു, മാർക്ക്, ഒരു കയോട്ടിക് ബോഡിക്കാരൻ ഷൈനാണ്, ഷൈൻ ശക്തനുമാണ്. പക്ഷെ മാർക്ക്, എനിക്ക് ഇപ്പൊ പ്രതീക്ഷ തോന്നുന്നു നീ അവനൊപ്പം എത്തുമെന്ന്. നാളെ നീ എമിലിയെ സ്വന്തമാക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അത് കേട്ടതും മാർക്ക് അങ്കിൾ യാനോട് പറഞ്ഞു, അങ്കിൾ, ഉറപ്പായും ഞാൻ അങ്ങേക്ക് വാക്ക് നൽകുകയാണ്. ഒരു കാരണവശാലും ഞാൻ കാരണം എമിലിക്ക് ഒരു വിഷയവും ഉണ്ടാവില്ല. എമിലിയെ ഒരു പ്രശ്നത്തിലേക്ക് ഞാൻ വലിച്ചിഴക്കില്ല. അത്രയും കാര്യങ്ങൾ മാർക്ക് പറഞ്ഞതും എമിലി അങ്കിൾ യാനോട് പറഞ്ഞു, അങ്കിൾ, നമുക്ക് മാർക്കിനെ ആ ഓപ്പൺ ഹാളിൽ താമസിപ്പിച്ചാലോ? ബ്ലാക്ക് കുടുംബത്തിന് ഓപ്പൺ ഹാൾ എന്ന് പറയുന്നത് പുറത്തുള്ള ആളുകളൊക്കെ വരുമ്പോൾ അക്കോമഡേറ്റ് ചെയ്യുന്ന ആ സംഭവത്തെയാണ്. മാർക്ക് കഴിഞ്ഞ തവണ അവിടേക്ക് വന്നപ്പോൾ മാർക്കിനൊപ്പം വന്ന ആ കക്ഷി ടോംസിനെയൊക്കെ അവിടെയാണ് അക്കോമഡേറ്റ് ചെയ്തിരിക്കുന്നത്.
മാർക്കും ആ കൂട്ടത്തിൽ ഒരാളായി കഴിയുകയാണെങ്കിൽ എമിലിക്ക് കൂടെ മാർക്കിനെ കാണാനും പറ്റും. എമിലിയുടെ നിർദ്ദേശം കൊള്ളാമെന്ന് അങ്കിൾ യാൻ പറഞ്ഞതും മാർക്ക് അങ്കിൾ യാനോടും എമിലിയോടായി പറഞ്ഞു, ഹേയ് അതൊന്നും വേണ്ട, ഞാൻ ഇനി അധിക സമയം ഇവിടെ നിൽക്കുന്നില്ല. അങ്കിൾ എന്നെ എത്രയും പെട്ടെന്ന് ഈ ബ്ലാക്ക് കുടുംബത്തിൽ നിന്ന് പുറത്തെത്തിക്കണം. ഞാൻ എമിലിയെ കാണാൻ വേണ്ടിയാണ് വന്നത്. വന്ന കാര്യം കഴിഞ്ഞു. ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നത് ശരിയല്ല. ഞാൻ ഇവിടെ നിന്നാൽ അത് എമിലിക്ക് പ്രശ്നമുണ്ടാക്കും. എമിലിക്ക് പ്രശ്നമുണ്ടാക്കാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ മാർക്ക് തീർത്തു പറഞ്ഞതും മാർക്കും അങ്കിൾ യാനും മാർക്കും കൂടി തിരിച്ച് അവരുടെ വസതിയിലേക്ക് വന്നു. മാർക്ക് എമിലിയോട് യാത്ര പറഞ്ഞ് അങ്കിൾ യാനിനൊപ്പം അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് മാർക്ക് എമിലിയോട് പറഞ്ഞു, എമിലി, ഞാൻ നിന്നെ കാണാൻ വരും. ഡേ ഓഫ് പാത്ത് ഓഫ് ഹെവന്റെ ആണ്. സ്വർഗത്തിലേക്കുള്ള ആ വഴി തുറക്കപ്പെടുന്ന ദിവസം മാർക്ക് ഫെല്ലർ എമിലിയെ കാണാനായി എത്തുമെന്ന് എമിലിക്ക് വാക്ക് കൊടുത്തിട്ട് അങ്കിൾ യാനിനൊപ്പം ആ ബ്ലാക്ക് കുടുംബത്തിൽ നിന്ന് പുറത്തേക്കുള്ള വാതിലെത്തി. അങ്കിൾ യാൻ അതിവേഗം മാർക്ക് ഫെല്ലറെ ആ മലയിൽ നിന്ന് താഴെ എത്തിച്ചു. അവിടെ എത്തിക്കുമ്പോൾ അങ്കിൾ യാൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ ശരിക്കും ശ്രദ്ധിക്കണം. ആ ഷൈനും ഷിഫാങ്ങും ശരിക്കും കുറുക്കന്മാരാണ്. അവർക്ക് എന്തോ ഒരു സംശയം തോന്നിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അത് കേട്ടതും മാർക്ക് അങ്കിളിനോട് പറഞ്ഞു, അങ്കിൾ, ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നില്ല. ഞാൻ എമിലിയോട് പറഞ്ഞതുപോലെ പാത്ത് ഓഫ് ഹെവന്റെ അന്ന് മാത്രമേ ഇനി നമ്മൾ തമ്മിൽ കാണൂ. അങ്കിൾ യാനോട് യാത്ര പറഞ്ഞിട്ട് മാർക്ക് ഫെല്ലർ നേരെ എത്തിയത് ആ മിസ്റ്റിക് മൂണിലേക്കാണ്, സെയിന്റ് സ്കൂവിന്റെ ആ മിസ്റ്റിക് വേൾഡിലേക്ക്. മാർക്ക് ഫെല്ലർ സെയിന്റ് സ്കൂവിന്റെ അടുത്തെത്തിയതും സെയിന്റ് സ്കൂ ചിരിച്ചുകൊണ്ട് മാർക്കിന് ചായ പകർന്നു നൽകി. എൻലൈറ്റ്മെന്റ് ടീയുടെ ആ രുചി മാർക്കിന്റെ ചുണ്ടിലേക്ക് വരുമ്പോൾ മാർക്ക് ചിരിച്ചുകൊണ്ട് സെയിന്റ് സ്കൂവിനോട് പറഞ്ഞു, ഇത് എൻലൈറ്റ്മെന്റ് ടീ ആണല്ലേ? അതെ മാർക്ക് നേരത്തെ ഇത് കുടിച്ചിട്ടുണ്ടല്ലേ? ഞാൻ കുടിച്ചിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ട് സെയിന്റ് സ്കൂവിനോട് മാർക്ക് സംസാരിക്കുമ്പോൾ സെയിന്റ് സ്കൂ മാർക്കിനോട് ചോദിച്ചു, അല്ല, ബ്ലാക്ക് കുടുംബത്തിൽ പോയിട്ട് എന്തായി കാര്യങ്ങൾ? ഞാൻ അവിടെ പോയിരുന്നു. അവിടെ പോയി കുറച്ച് ദിവസമൊക്കെ നിന്നു. എന്നിട്ട് ഞാനിങ്ങനെ പോന്നു. മാർക്ക്, ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയൂ. സെയിന്റസ്, അങ്ങക്ക് എന്താ അറിയാനുള്ളത്? ചോദിക്കേ. മാർക്ക്, നീ അവിടെ പോയത് ആ സെയിന്റസിനെ കാണാനല്ലേ? സെയിന്റ് സ്കൂ എന്താ അങ്ങനെ ചോദിച്ചത്? മാർക്ക്, എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യം എനിക്കും നിനക്കും അറിയാം. കയോട്ടിക് ബോഡിക്കാരനും ആ ബ്ലാക്ക് കുടുംബത്തിന്റെ സെയിന്റസും തമ്മിൽ യോജിക്കാൻ വിധിക്കപ്പെട്ടവരാണെന്നുള്ള ആ പ്രവചനം. ഈ ഹെവൻലി റീജിയനിൽ നേരത്തെ ഒരേ ഒരാളാണ് കയോട്ടിക് ബോഡിക്കാരനായി ഉണ്ടായിരുന്നത്. നിനക്കറിയാം, അത് ഷൈനാണ്. നീ ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. കയോട്ടിക് ബോഡിക്കാരനായി നീ എന്തിനാ ബ്ലാക്ക് കുടുംബത്തിൽ ചെല്ലുന്നത്? മാർക്ക്, നീ എമിലി ബ്ലാക്കിനെ കാണാനല്ലേ അവിടെ പോയത്? സെയിന്റസ്, ഇതെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അല്ലെ തന്നെ നിങ്ങളെപ്പോലെ സുന്ദരിമാർ ഇത്രയും ബുദ്ധിയൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് മാർക്ക് ഒന്ന് ഒഴിഞ്ഞു. മാർക്ക്, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. നിനക്ക് ആ സെയിന്റസിന് ഇഷ്ടമാണല്ലേ? സെയിന്റ് സ്കൂ എന്ത് ചോദ്യമായി ചോദിക്കുന്നത്? സുന്ദരിയായ എമിലി ബ്ലാക്കിനെ ആർക്കാ ഇഷ്ടമല്ലാത്തത്? എല്ലാവർക്കും ഇഷ്ടമുള്ളതുപോലെ എനിക്കും ഇഷ്ടമാണ്. മാർക്ക്, വെറുതെ വളഞ്ഞു ചുറ്റിയൊന്നും പറയണ്ട. എന്തായാലും തൽക്കാലം ഞാൻ കൂടുതൽ ചോദിക്കുന്നില്ല. സെയിന്റ് സ്കൂവിന് എന്തോ ഒരു സംശയം ഉണ്ടായിട്ടുണ്ടെന്ന് അവരുടെ സംഭാഷണം മാർക്കിനോട് പറയുമ്പോൾ മാർക്ക് സെയിന്റ് സ്കൂവിനോട് പറഞ്ഞു, സെയിന്റസ്, ഞാൻ ഈ സെൻട്രൽ പ്ലെയിനിൽ ഒന്ന് കറങ്ങിയിട്ടൊക്കെ വീണ്ടും വരാം. മാർക്ക്, നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ എന്നോട് പറയാൻ മറക്കരുത്. എന്തായാലും സെയിന്റ് സ്കൂവിനോട് യാത്ര പറഞ്ഞിട്ട് മാർക്ക് ഫെല്ലർ മാർക്കിന്റെ ഒറിജിനൽ രൂപത്തിൽ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. മാർക്ക് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് മാർക്കിന്റെ മനസ്സിൽ ഒരു സ്ഥലമുണ്ട്. മാർക്കിന്റെ പിതാവ് മാർക്കിന് ഹാൻഡ് ഓവർ ചെയ്തിരിക്കുന്ന അവസാനത്തെ ആ സുവർണ വാതിൽ വഴിയുള്ള ലൈബ്രറിക്കകത്തുനിന്ന് മാർക്ക് കണ്ടുപിടിച്ച ആ സംവിധാനം ശരിക്കും അമ്പരപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഈ ഹെവൻലി റീജിയനിലെ നിധികളാണ് യഥാർത്ഥത്തിൽ മാർക്കിന്റെ അച്ഛൻ മാർക്കിന് ചൂണ്ടിക്കാണിച്ചു കൊടുത്തിരിക്കുന്നത്. ആ നിധി ഇരിക്കുന്ന സ്ഥലത്തേക്ക് എങ്ങനെ കടക്കണമെന്നും അവിടെ എങ്ങനെ എത്തണമെന്നും ആ നിധി എങ്ങനെ സ്വന്തമാക്കണമെന്നുള്ള എല്ലാ ഇൻഫർമേഷനും ആ ലൈബ്രറിയിലുണ്ട്. മാർക്ക് ആ നിധികളിൽ ഒന്ന് പരതിയപ്പോൾ മാർക്കിന്റെ ദൃഷ്ടിയിൽപ്പെട്ടത് ഒരു സെറിൻ സിറ്റിയാണ്. ആ സിറ്റിയിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു മൈനുണ്ട്. ആ മൈൻ ഉള്ള സ്ഥലത്ത് നിധി ഉണ്ടെന്നാണ് മാർക്കിന്റെ അച്ഛന്റെ ആ ലൈബ്രറി മാർക്കിനോട് പറയുന്നത്. ആ കാര്യം ഉറപ്പായതും മാർക്ക് ആ സെറിൻ സിറ്റിയിലേക്ക് തിരിച്ചു. ആ സിറ്റിയിലേക്കുള്ള യാത്രക്കിടയിൽ മാർക്ക് ആലോചിക്കുന്നത് മാർക്കിന്റെ അച്ഛനെ കുറിച്ചാണ്. ഹെവൻലി റീജിയനിൽ ഗു ഫാമിലിയുടെ അധികാര പരിധിയിൽപ്പെട്ട ഒരു സ്ഥലത്തുനിന്ന് കുഴിച്ചെടുക്കപ്പെട്ട ആ ക്ഷേത്രത്തിനുള്ളിലെ നിധിയെക്കുറിച്ചും മാർക്കിന്റെ പിതാവ് സൂചിപ്പിച്ചിരുന്നു. ഇപ്പൊ ഇതാ ഷീ കുടുംബത്തിന്റെ അധീനതയിലുള്ള ഒരു സിറ്റി, അതാണ് സെറിൻ സിറ്റി. യഥാർത്ഥത്തിൽ
ഷീ കുടുംബത്തിന്റെ അതിർത്തിയിലുള്ള സിറ്റിയാണ് സെറിൻ സിറ്റി. ആ സിറ്റിയിലെ ഉപേക്ഷിക്കപ്പെട്ട ഒരു മൈനിന്റെ അടിയിൽ നിധി ഉണ്ടെന്നാണ് പിതാവ് സൂചിപ്പിക്കുന്നത്. മാർക്കിന്റെ പിതാവിന് ഈ ഹോളി റീജിയനിലെ നിധികളെക്കുറിച്ച് എങ്ങനെ മനസ്സിലായി? ആ സെറിൻ സിറ്റിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ മാർക്കിന്റെ മനസ്സിൽ ആ ചോദ്യം ഇങ്ങനെ ആവർത്തിച്ച് വരികയാണ്. മാർക്കിന്റെ പിതാവ് ഹോളി റീജിയനിൽ വെറുതെ ഒരു കാഷ്വൽ സന്ദർശനം നടത്തിയതാണെങ്കിൽ ഒരിക്കലും ഈ നിധികൾ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇത്രയും വ്യക്തമായിട്ട് ആ നിധികൾ എവിടെയാണെന്നും ആ നിധികൾ എടുക്കാനായി എങ്ങനെ അകത്തേക്ക് കടക്കണമെന്നും അവിടെയുള്ള കില്ലിംഗ് ഫോർമേഷൻ എന്താണെന്നും ആ ഫോർമേഷൻ എങ്ങനെ ഒഴിവാക്കാമെന്നൊക്കെ വളരെ വ്യക്തമായിട്ടാണ് മാർക്കിന്റെ പിതാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത്ര ഡെപ്തിൽ വിവരങ്ങൾ ശേഖരിച്ച് രേഖപ്പെടുത്തണമെങ്കിൽ മാർക്കിന്റെ പിതാവ് ഈ ഹോളി റീജിയനിൽ ഒരുപാട് കാലം ഉണ്ടായിരുന്നിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആരാ തന്റെ അച്ഛൻ? തന്റെ അച്ഛന്റെ യഥാർത്ഥ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? മാർക്കിന് ഇപ്പോൾ ഒരു കാര്യം അറിയാം. ഭൂമിയെ ഗാഡി എന്ന ഗാർഡിയനാണ് മാർക്കിന്റെ പിതാവ്. ബഹിരാകാശത്ത് നിന്ന് അവിടേക്ക് അതിക്രമിച്ച് കടക്കുന്ന ആളുകളെ നിലയ്ക്ക് നിർത്തുക എന്നുള്ളതാണ് മാർക്കിന്റെ പിതാവിന്റെ ഇപ്പോഴത്തെ ജോലി. ഭൂമിയുടെ യഥാർത്ഥ ഗാർഡിയൻ. ആ ഗാർഡിയൻ നേരത്തെ ഹോളി റീജിയനിൽ ഇത്രയേറെ ഡെപ്തിൽ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യം മാർക്കിനെ തെല്ലുന്നൂല അമ്പരപ്പിക്കുന്നത്. ആലോചിക്കും തോറും ഒരു പ്രഹേളികയായി മാറുകയാണ് മാർക്കിന്റെ പിതാവ്. മാർക്ക് പിറ്റേ ദിവസം വൈകുന്നേരം ആയപ്പോൾ ആ കോർഡിനേറ്റേഴ്സിന്റെ സഹായത്തോടുകൂടി ആ ലക്ഷ്യസ്ഥാനത്തെത്തി. അത് മാർക്കിന്റെ പിതാവ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഉപേക്ഷിക്കപ്പെട്ട ഒരു മൈനാണ്. വളരെ വിശാലമായ ഒരു ഏരിയയിൽ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് വൻതോതിൽ ഹനനം നടന്നിരുന്നതിന്റെ എല്ലാ ലക്ഷണവുമുണ്ട്. ഒരു ശ്മശാന മൂകത ആ ഭാഗത്തുണ്ട്. മാർക്ക് ആ കോർഡിനേറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ആ ഖനിക്കുള്ളിലേക്ക് കടന്നു. തുറസായ സ്ഥലമാണ്. പല സ്ഥലത്തും മണ്ണ് കൂടിക്കിടപ്പുണ്ട്. ആ കൂട്ടത്തിൽ ഓറുകളും കൂടിക്കിടക്കുകയാണ്. ഇപ്പോ മൈനിങ് ആക്ടിവിറ്റി അവിടെ നിർത്തിയിട്ട് ഒരുപാട് കാലമായെന്ന് സൂചിപ്പിക്കുന്ന ശൈലിയിലുള്ള വിഷ്വൽസ് ആണ് മാർക്കിന് കാണാൻ കഴിയുന്നത്. മാർക്ക് അതിലൂടെ ഒത്തിരി മുന്നോട്ട് നടന്നപ്പോൾ ഒരു സ്ഥലത്ത് ആളനക്ക കണ്ടു. മാർക്ക് ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അവിടെ അനവധി ആളുകൾ ചെറിയ തോതിൽ മൈനിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സമീപത്തുള്ള ഗ്രാമങ്ങളിലെ നാട്ടുകാർ രഹസ്യമായി അവിടെ ഖനനം നടത്തുകയാണെന്ന് ഒറ്റ നോട്ട് തന്നെ മാർക്കിന് മനസ്സിലായി. ഉപേക്ഷിക്കപ്പെട്ട സ്ഥലങ്ങളിൽ സ്വാഭാവികമായും ആ ശൈലിയിലുള്ള ആക്ടിവിറ്റീസ് ഉണ്ടാവുമല്ലോ. മാർക്ക് തൻ്റെ ആ ലൈബ്രറിയിൽ ഒന്നുകൂടി ഒന്ന് പഠനം നടത്തിയപ്പോൾ അവിടെ ആ ആളുകൾ നിൽക്കുന്ന ഭാഗത്ത് ഒരു വലിയ കുഴി കണ്ടു. ശരിക്കും ആ കുഴിക്കകത്തുനിന്ന് ഒരുപാട് മൈനിങ് നടന്നിട്ടുണ്ട്. ആ കുഴിക്കുള്ളിലേക്കാണ് മാർക്കിന്റെ അച്ഛൻ ദിശ കാണിക്കുന്നത്. ആ കുഴിയിലൂടെ താഴോട്ട് ഇറങ്ങിയാൽ മാത്രമേ മാർക്കിന് ആ നിധിയിലേക്ക് എത്താൻ പറ്റൂ. ആ ആളുകൾ അവിടെ നിൽക്കുമ്പോൾ ഒരു കാരണവശാലും മാർക്കിന് അവിടേക്ക് ഇറങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് മാർക്ക് ഫെല്ലർ അവരുടെ ശ്രദ്ധയപ്പെടാതെ അല്പം ദൂരെ മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഒരു സ്ഥലത്ത് ഇരിപ്പുറപ്പിച്ചു. അവിടെ ഇരുന്ന മാർക്ക് കണ്ണുകൾ അടച്ച് പതുക്കെ ബ്രീത്തിങ്ങിലേക്ക് കടന്നു. ഇനി 2-3 മണിക്കൂർ കഴിയുമ്പോൾ ഇരുട്ട് വീഴും. ഇരുട്ടി കഴിഞ്ഞാൽ മിക്കവാറും ആ ഗ്രാമവാസികൾ അവിടെ നിന്ന് പോകാനുള്ള സാധ്യതയുണ്ട്. അവർ പോയതിനു ശേഷം നിധി തിരക്കി ഇറങ്ങാം. ആ ലക്ഷ്യം മനസ്സിൽ ഉറപ്പിച്ച മാർക്ക് ആ ബ്രീത്തിങ് എക്സസൈസിൽ അങ്ങനെ ലയിച്ചിരിക്കുമ്പോൾ അവിടെ ആ മൈനിങ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ അടുത്തേക്ക് യൂണിഫോം ധരിച്ച 2-3 ആളുകൾ എത്തി. ഉപേക്ഷിക്കപ്പെട്ട അനവധി മൈനുകൾ സെറിൻ സിറ്റിയിലുണ്ട്. ആ മൈനുകളിൽ കൂടെ ഇൻസ്പെക്ഷൻ നടത്തുന്ന ടീമാണ് അവിടെ എത്തിയത്. അവരൊരു 8-10 പേരുണ്ട്. അതിന്റെ ലീഡറെ കണ്ടതും ഈ മൈനിങ് നടത്തിക്കൊണ്ടിരുന്ന ആളുകൾ ശരിക്കും ഭയന്നു. അവര് ഒന്നടങ്കം ആ വന്ന ആളുകളെ തൊഴുതു. ക്ഷമിക്കണം, ഞങ്ങളൊന്നും ചെയ്യരുത്. നിയമവിരുദ്ധമായ ഒരു പ്രവൃത്തി ചെയ്തിട്ട് നിങ്ങളെങ്ങനെയാ വെറുതെ വിടുക? ആ ചോദ്യം ആ വന്ന ആൾ ചോദിച്ചതും ആ കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരൻ അയാളോട് പറഞ്ഞു, സർ, എന്താ സാർ ഇങ്ങനെ പറയുന്നത്? മൈൻ ഉപേക്ഷിക്കപ്പെട്ടിട്ട് കാലം ഒരുപാടായില്ലേ? ഞങ്ങള് ഈ ഗ്രാമവാസിയിൽ തന്നെയാണ്. എന്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഈ മൈൻ ഉപേക്ഷിക്കപ്പെട്ടതാണ്. സ്വാഭാവികമായിട്ടും ഗ്രാമവാസികൾ എന്ന നിലയിൽ ഞങ്ങൾക്കും ഇതിനകത്ത് അവകാശമൊക്കെ ഉണ്ട്. ഏയ്, എന്താ പറഞ്ഞേ? മൈനിനകത്ത് നിങ്ങൾക്ക് അവകാശം വന്നു. ഈ പ്രോപ്പർട്ടിയുടെ ഉടമസ്ഥാവകാശം ഒരു കാരണവശാലും നിങ്ങൾക്ക് വരത്തില്ല. അതിക്രമിച്ച് കയറിയെന്ന് മാത്രവുമല്ല, നിങ്ങളിപ്പോ ന്യായം പറയുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ കൈവീശി ഒരു അടിയാടി. അടിയേറ്റ് ആ ചെറുപ്പക്കാരൻ വീണതും ബാക്കിയുള്ള ആളുകൾ കൂടി ഒരു വല്ലാണ്ടായി. പെട്ടെന്ന് അതിൽ മുതിർന്ന ഒരാള് ആ മനുഷ്യനോട് പറഞ്ഞു, ക്ഷമിക്കണം, ഞങ്ങള് ഇവിടെ നിന്ന് എടുത്തതെല്ലാം തിരിച്ചു തരാം. അങ്ങ് ഞങ്ങളെ ദയവായി പോകാൻ അനുവദിക്കണം. ഏയ്, ഇവിടെ നിന്ന് എടുത്തതൊക്കെ നിങ്ങളെ അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് മടക്കി കിട്ടും. ഞാൻ നിങ്ങളെ എല്ലാവരെയും കൊല്ലാൻ പോവുകയാണ്. നിങ്ങളെ അവസാനിപ്പിച്ചാൽ അത് മറ്റുള്ളവർക്കൊരു പാഠമായിരിക്കും. അനുവാദമില്ലാതെ അതിക്രമിച്ചു കയറുന്നതും ഇതുപോലെ മൈനിങ് നടത്തുന്നതും
തെറ്റാണെന്ന് നിന്റെ ഗ്രാമത്തിലെ എല്ലാവരും അറിയേണ്ടിയിരിക്കുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ കൈയൊന്ന് ഉയർത്തിയതും അയാളുടെ കയ്യിൽ അതിശക്തമായ ഒരു പ്രകാശം ഉണ്ടായി. അയാളൊരു റിവേഷൻ ഓയിൽ സ്റ്റേജുകാരനാണ്. അതിശക്തനായ അയാളുടെ കയ്യിൽ നിന്ന് ശക്തമായ പ്രകാശം ആ പ്രായമുള്ള മനുഷ്യന്റെ മുകളിലേക്ക് പതിച്ച ആ നിമിഷത്തിൽ ആ പ്രകാശം ഒരു സുവർണ പ്രകാശത്താൽ തടയപ്പെട്ടു. പെട്ടെന്നാണ് സുവർണ പ്രകാശം ഇടയ്ക്കേറി വന്നത്. ഈ സംഭവ വികാസങ്ങൾ വീക്ഷിച്ചുകൊണ്ടിരുന്ന മാർക്ക് ഫെല്ലർ ആ സമയത്ത് ഇടപെട്ടു എന്ന് പറയാം. പെട്ടെന്ന് തന്റെ പവറിനെ മറ്റൊരു പവർ തടസ്സപ്പെടുത്തിയതും ആ മനുഷ്യൻ തിരിഞ്ഞു പുറകോട്ട് നോക്കുമ്പോൾ അവിടേക്ക് ഒരു ചെറുപ്പക്കാരൻ നടന്നു വരുന്നതാണ് കണ്ടത്. നടന്നു വരുന്ന ആ ചെറുപ്പക്കാരനോടായി ആ ഉദ്യോഗസ്ഥൻ ചോദിച്ചു, ഏയ് ആരാ നീ എന്തിനാ ഇടയ്ക്കേറിയത്? ഏയ് അവര് പാവങ്ങളല്ലേ, അവരോട് നീ എന്തിനാ നിന്റെ ശക്തി കാണിക്കുന്നത്? ഏയ് ആരെന്ന് വിചാരിച്ചാ നീ സംസാരിക്കുന്നത്? അയാൾ നീ എന്നൊക്കെ പറഞ്ഞ് സംബോധന ചെയ്തത് അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അയാളൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്. അയാൾ അതിശക്തനാണ്. സർക്കാരിൽ വലിയ ഔദ്യോഗിക സ്ഥാനം വഹിക്കുന്ന ആളാണ്. അതിൻ്റെതായ ഒരു ബഹുമാനം അയാൾക്ക് കിട്ടണമെന്ന് അയാളുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് അയാൾ അങ്ങനെ ചോദിച്ചത്. ആ ഉദ്യോഗസ്ഥന് മാർക്കിന്റെ ആ മറുപടി അങ്ങോട്ട് തീരെ ഇഷ്ടപ്പെട്ടില്ല എന്ന് വ്യക്തമാണ്. അയാള് ഒരു വലിയ ഔദ്യോഗിക സ്ഥാനം വഹിക്കുന്ന ആളാണ്. അയാളെ എല്ലാവരും സർ എന്നൊക്കെയാണ് സംബോധന ചെയ്യുക. ഇവിടെ അയാളുടെ മുഖത്ത് നോക്കിക്കൊണ്ട് നീ എന്ന് മാർക്ക് പറഞ്ഞപ്പോൾ അതങ്ങോട്ട് ഇഷ്ടപ്പെടാത്ത ആ ഉദ്യോഗസ്ഥൻ മാർക്കിനോട് പറഞ്ഞു, ഏയ് ഇവിടെ അതിക്രമിച്ച് കടന്നാൽ ആരായാലും ശിക്ഷ അനുഭവിക്കും. അതിന് മറുപടിയായി മാർക്ക് പറഞ്ഞു, നോക്ക്, ഇവിടെ നിന്ന് പ്രശ്നമുണ്ടാക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ എനിക്ക് നിങ്ങളെ നേരിടേണ്ടി വരും. അത് കേട്ടതും ആ ഉദ്യോഗസ്ഥന്റെ കൂടെയുള്ള ആളുകളൊന്ന് ചിരിച്ചു എന്ന് മാത്രമല്ല അതിൽ രണ്ടാളുകൾ മുന്നോട്ട് ഒന്ന് മൂവ് ചെയ്യുകയും ചെയ്തു. അവർ മുന്നോട്ട് മൂവ് ചെയ്തതും മാർക്ക് ചെറുതായിട്ടൊന്ന് കൈ അനക്കി. ഒരു കുഞ്ഞു പ്രകാശം മാർക്കിന്റെ ആ കൈകളിൽ നിന്ന് ആ മുന്നോട്ട് വന്ന ചെറുപ്പക്കാരുടെ പുറത്ത് പതിച്ചതും അവര് പുറകോട്ട് തെറിച്ചു. ശരിക്കും അവരെ എടുത്തെറിയും പോലെ ആ പ്രകാശം അവരെ തള്ളുകയായിരുന്നു. മാർക്ക് ഫെല്ലർ അങ്ങനെ ആ ആക്ഷൻ വഴി ആ രണ്ട് ചെറുപ്പക്കാരെയും പുറകോട്ട് തള്ളിയപ്പോൾ രണ്ട് ഭാഗത്തും ഒരുപോലെ അത്ഭുതം ഉണ്ടാവുകയാണ്. അവിടെ ആ മൈനിങ് ആക്ടിവിറ്റിയിൽ പങ്കെടുത്തുകൊണ്ട് നിന്ന ആ ഗ്രാമീണർക്കും അതുപോലെ ആ ഉദ്യോഗസ്ഥർക്കും ഒരുപോലെ അത്ഭുതം. ആ ഉദ്യോഗസ്ഥരുടെ നേതാവ് കൗതുപൂർവ്വം മാർക്കിനെ നോക്കി. മാർക്ക് ചിലപ്പോൾ ഏതെങ്കിലും അരിസ്റ്റോക്രാറ്റിക് ഫാമിലിയുമായി കണക്ഷൻ ഉള്ള ആളാകും. അങ്ങനെ തോന്നൽ അയാൾക്ക് ഉണ്ടായതും അയാള് കൂടെയുള്ള ഉദ്യോഗസ്ഥരോട് പറഞ്ഞു, നമുക്ക് വിവരം സിറ്റിയിലോടിനെ അറിയിക്കാം. അങ്ങനെ പറഞ്ഞിട്ട് ആ ടീമിനെ നയിച്ചുകൊണ്ട് അയാൾ വേഗം അവിടെ നിന്ന് പോവുകയും ചെയ്തു. അവർ പോയി കഴിഞ്ഞപ്പോൾ ആ ഗ്രാമവാസികൾ മാർക്കിനെ ഒന്ന് തൊഴുതു. സർ, താങ്കൾ ഞങ്ങളുടെ ജീവനാണ് രക്ഷിച്ചിരിക്കുന്നത്. താങ്കൾക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ഞങ്ങൾ ചെയ്യാം. ഏയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ അവര് മടങ്ങി വരും മുമ്പ് ഇവിടുന്ന് പോകാൻ നോക്ക്. മാർക്ക് അത് പറഞ്ഞപ്പോൾ ആ ആൾക്കൂട്ടത്തിലെ ഒരു ചെറുപ്പക്കാരൻ മാർക്കിനോട് പറഞ്ഞു, സർ, താങ്കൾ ആരാണ് എന്താണ് എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ താങ്കൾക്കൊപ്പം നിൽക്കാം. അങ്ങക്ക് എന്താ വേണ്ടത്? അങ്ങ് ഞങ്ങളെപ്പോലെ മൈനിങ് നടത്താനാണ് ഇവിടെ എത്തിയെന്ന് ഞങ്ങൾക്കും അറിയാം. ഞങ്ങൾ അങ്ങേ സഹായിക്കാം. അത് കേട്ടതും മാർക്ക് ഫെല്ലർ ആ ചെറുപ്പക്കാരോട് പറഞ്ഞു, ഏയ് സുഹൃത്തെ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ഇവിടെ നിന്നാൽ എനിക്കത് ബുദ്ധിമുട്ടാവും. ഇപ്പൊ പോയവർ കൂടുതൽ ആളുകളുമായി ഉടൻ മടങ്ങിയെത്തും. എനിക്ക് അവരുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. നിങ്ങൾക്ക് അത് പറ്റില്ല. മാർക്ക് അവരെ ഒരു പരുവത്തിൽ പറഞ്ഞ് സമ്മതിപ്പിച്ച് അവിടെ നിന്ന് അവരെ യാത്രയാക്കി. പോകാൻ നേരത്ത് അവർ കളക്ട് ചെയ്ത എല്ലാ സാധനങ്ങളും അവർ കൊണ്ടുപോവുകയും ചെയ്തു. അതൊക്കെ സന്തോഷത്തോടെ മാർക്കിന് കൊടുക്കാമെന്ന് അവർ പറഞ്ഞെങ്കിലും മാർക്ക് അതെല്ലാം അവർക്ക് തന്നെ കൊടുത്ത് അവരെ അവിടുന്ന് യാത്രയാക്കി. അവരെ യാത്രയാകുമ്പോഴേക്കും ഏതാണ്ട് സന്ധ്യയായി കഴിഞ്ഞു. മാർക്കിനറിയാം അധിക സമയം കഴിയുമ്പോൾ മിക്കവാറും ആ ഉദ്യോഗസ്ഥർ മടങ്ങിയെത്തും. ആ ഗ്രാമവാസികൾ കണ്ണീന്ന് മറഞ്ഞതും മാർക്ക് ഫെല്ലർ ആ മൈനിങ് നടന്ന കുഴിയിലേക്ക് ഇറങ്ങി. വിശാലമായ ഒരു ഖനിയിലേക്കാണ് മാർക്ക് ഇറങ്ങുന്നത്. അല്പദൂരം താഴോട്ട് ഇറങ്ങുമ്പോൾ മാർക്കിന്റെ ആ കോർഡിനേറ്റേഴ്സ് കുറച്ച് താഴെയായിട്ട് കാണിക്കുകയാണ്. പക്ഷെ താഴേക്ക് പോകാൻ മാർക്കിന് പറ്റുന്നില്ല. അവിടെ അടഞ്ഞു കിടക്കുകയാണ്. മാർക്ക് കൈ ഒന്ന് ഉയർത്തി ആ അബ്സല്യൂട്ട് ബിഗിനിങ് സാക്രിഫൈസ് അതിശക്തമായ ആക്ടിവിറ്റി ചെയ്തൊരു ഒറ്റ ഇടി. അതിശക്തമായ മാർക്കിന്റെ ആ പഞ്ച് ആ പ്രതലത്തിൽ പതിച്ചതും ആ പ്രതലം ഒന്ന് ചിതറി. ശരിക്കും അത് ഒരു ബാരിയർ തന്നെയായിരുന്നു. എന്തോ മെറ്റൽ കൊണ്ട് ഉണ്ടാക്കിയ അതിശക്തമായ ഒരു മതില് അവിടെ സൃഷ്ടിച്ചിരുന്നു എന്ന് പറയാം. ഒരു തട്ടിന്റെ ശൈലിയിലാണ് ആ മതിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ തട്ട് പൊളിഞ്ഞതും മാർക്ക് ഫെല്ലർക്ക് അകത്തേക്കുള്ള കാഴ്ചകൾ വിസിബിളായി. അകത്ത് അടുക്കി വെച്ചിരിക്കുന്നത് ഉരുക്കാണല്ലോ തോന്നിയതും മാർക്ക് ആ കുഴിയിലേക്ക് ഇറങ്ങി ആ ഉരുക്ക് ഒന്ന് പിടിച്ചു നോക്കി. അത് ഉരുക്കല്ല, മറ്റേതോ ലോഹമാണ്. ആ ലോഹത്തിലേക്ക് മാർക്ക് ഒന്നുകൂടെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോൾ മാർക്കിന് ആ ലോഹത്തെ താൻ മുന്നേ എവിടെ കണ്ടിട്ടുള്ളത് പോലെ തോന്നി. മാർക്കിന്റെ ഓർമ്മയിൽ ഒന്ന് പരതിയപ്പോൾ
പെട്ടെന്ന് മാർക്കിന് ആ സ്ഥലം ഓർമ്മ വന്നു. സെയിന്റസ് ഗൂവിനൊപ്പം മാർക്ക് ഒരു ക്ഷേത്രത്തിന്റെ ഉള്ളിൽ കടന്ന് അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. അന്ന് സംഘടിപ്പിച്ച സാധനങ്ങളുടെ കൂട്ടത്തിൽ മാർക്ക് കണ്ട ആയുധങ്ങൾ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് ഇതേ മെറ്റൽ ഉപയോഗിച്ചാണ്. അപൂർവമായ ഒരു മെറ്റലാണ് അവിടെ ഇരിക്കുന്നത്, അതും ശുദ്ധ മെറ്റൽ. സാധാരണഗതിയിൽ ഓറ് കിട്ടുമ്പോൾ പല സംഭവങ്ങളുമായി കൂട്ടിക്കലർന്നാണ് കിട്ടുക. ഇത് അങ്ങനെയല്ല. ഇത് ആരോ ഖനനം നടത്തി അവിടെ അടുക്കി വെച്ചിരിക്കുകയാണ്. അത് മറ്റാരും കാണാതിരിക്കാൻ വേണ്ടി അതിനു മുകളിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ആ മൈൻ അവിടെ സൃഷ്ടിക്കുകയായിരുന്നു. ഒന്നുമില്ലാത്ത ഒരു സ്ഥലം, അങ്ങനെ ഒരു ധാരണ കാലങ്ങൾ കൊണ്ട് അവിടെ ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ആരോ ഒരാൾ അല്ലെങ്കിൽ ഒരു ടീം പണ്ടെങ്ങോ ഖനനം നടത്തി ശേഖരിച്ച സാധനങ്ങളാണ് അവിടെ അടുക്കി വെച്ചിരിക്കുന്നത്. മാർക്ക് ഫെല്ലർ അത് തൻ്റെ നിലവറയിലേക്ക് മാറ്റാൻ പറ്റുമോ എന്ന് ശ്രമിക്കുന്ന ആ സമയത്ത് മുകളിൽ നിന്ന് ഒരു ശബ്ദം മാർക്ക് കേട്ടു. ഏയ് ചെറുപ്പക്കാരാ, നീ അവസാനം കണ്ടുപിടിച്ചു അല്ലേ? അങ്ങനെ കേട്ടതും മാർക്ക് ഫെല്ലർ മുകളിലേക്ക് നോക്കി. അവിടെ നേരത്തെ മാർക്കിനോട് ഉടക്കിയ ആ ഉദ്യോഗസ്ഥനും വേറെ ആളുകളൊക്കെ ഉണ്ട്. മാർക്ക് മുകളിലേക്ക് കയറിയിട്ട് താഴോട്ട് നോക്കിയ മാർക്ക് കയറി വന്ന സ്ഥലം ഇപ്പോൾ വ്യക്തമായി കാണാം. അതിന്റെ അർത്ഥം മുകളിൽ നിൽക്കുന്നവർക്കും താഴെ കാണാവുന്നതാണ്. മുകളിൽ നിൽക്കുന്നവർക്ക് താഴെ അടുക്കി വെച്ചിരിക്കുന്ന ആ ഉരുക്ക് പോലുള്ള മെറ്റൽ കാണാൻ പറ്റും. ആ മെറ്റലിലേക്ക് തന്നെയാണ് അവിടെ നിൽക്കുന്ന ആളുകളൊക്കെ നോക്കുന്നത്. മാർക്ക് മുകളിലെത്തിയതും ഒരുപാട് സൈനിക ചിഹ്നങ്ങൾ ദേഹത്തിൽ അണിഞ്ഞ വ്യക്തി മാർക്കിനോട് പറഞ്ഞു, ഏയ് ചെറുപ്പക്കാരാ, എന്തായാലും അനവധി ആളുകൾ ഒരുപാട് കാലങ്ങളായിട്ട് ഇവിടെ മൈനിങ് നടത്തിയിരുന്നു. അവർക്കാർക്കും ഇത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നീയാണത് കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും നിന്റെ ഈ ശ്രമം അംഗീകരിക്കാതെ നിർവാഹമില്ല. പക്ഷെ സുഹൃത്തെ, നിന്നെ സിറ്റി ലോഡ് കാണണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. നമുക്ക് സിറ്റി ലോഡിന്റെ അടുത്തേക്ക് പോവാം. അത് കേട്ടതും മാർക്ക് അയാളോട് പറഞ്ഞു, സിറ്റി ലോഡ് എനിക്കറിയാം. മാർക്ക് ഫെല്ലറുടെ ആ ഡയലോഗ് അവിടെയുള്ള ആളുകളെയൊക്കെ ശരിക്കും ഒന്ന് അമ്പരപ്പിച്ചു എന്ന് പറയാം. അവിടെ സിറ്റി ലോഡ് വലിയ സംഭവമാണ്. ആ സിറ്റി ലോഡിനെ പരിചയമുള്ള വ്യക്തിയാണ് അവിടെ മൈനിങ് നടത്തിയെന്നുള്ള കാര്യമാണല്ലോ ആ സംഭാഷണത്തിൽ നിന്ന് പുറത്തു വരുന്നത്. മാർക്ക് ഒന്ന് എറിഞ്ഞു നോക്കിയതാണ്. അതിന് ഫലമുണ്ടായി. ആർമി ചീഫ് മറ്റുള്ള ആളുകളോട് പറഞ്ഞു, ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ മാത്രം മതി ഇയാളുമായി സിറ്റി ലോഡിനെ കാണാൻ പോകാൻ. നിങ്ങൾ ഇവിടെ കാവൽ നിൽക്കുന്ന ആളുകളുടെ തലവനായിട്ട് നേരത്തെ മാർക്കിനോട് ഉടക്കിയ ആ ഉദ്യോഗസ്ഥനാണ് ഉള്ളത്. മാർക്ക് ഫെല്ലർ അവിടെ നിന്ന് മൂവ് ചെയ്യുമ്പോൾ ഒത്തിരിയേറെ ആളുകൾ അവിടെ ഉണ്ടെന്ന് അർത്ഥം. മാർക്കും ആ ആർമി ചീഫും കൂടി സിറ്റി ലോഡിനെ കാണാനായി നടക്കുമ്പോൾ മാർക്ക് ആ ആർമി ചീഫിനോട് ചോദിച്ചു, സർ, എനിക്ക് ഒരു കാര്യം അങ്ങോട്ട് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. എന്താണ് നിനക്ക് എന്നോട് പറയാനുള്ളത്? സർ, അങ്ങിപ്പോൾ എന്നെ കൊണ്ടുപോകുന്നത് സിറ്റി ലോഡിൻ്റെ അടുത്തേക്കാണ്. അങ്ങ് എന്നെ ഹാൻഡ് ഓവർ ചെയ്താൽ അങ്ങയുടെ ജോലി കഴിഞ്ഞു. പക്ഷെ അതുകൊണ്ട് അങ്ങേക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? മാർക്കിന്റെ ചോദ്യം കേട്ടപ്പോൾ ആ ആർമി ചീഫ് മാർക്കിനൊന്ന് സൂക്ഷിച്ചു നോക്കി. ഏയ്, നീ എന്താ പറഞ്ഞു വരുന്നത്? സർ, ഞാൻ അവിടെ മൈനിങ് നടത്തുമ്പോൾ ഞാൻ കണ്ട കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് പറയാം. അവിടെ ഒരുപാട് ഓറ് പ്രോസസ്സ് ചെയ്ത് അടുക്കി വെച്ചിരിക്കുകയാണ്. ശരിക്കും ഉരുക്ക് പോലുള്ള ബാറുകളാണ് അടുക്കി വെച്ചിരിക്കുന്നത്. ആരോ നേരത്തെ അവിടെ മൈനിങ് നടത്തി പ്രോസസ്സ് ചെയ്ത സാധനങ്ങളാണ്. സർ, അങ്ങ് മനസ്സ് വിചാരിച്ചാൽ നമുക്ക് രണ്ടുപേർക്ക് കൂടി അത് എവിടെയെങ്കിലും കൊടുക്കാൻ പറ്റും. ഏയ്, നീ എന്തായി പറഞ്ഞു വരുന്നത്? സർ, അത് വിറ്റാൽ ഇഷ്ടംപോലെ പണം കിട്ടും. പകുതി അങ്ങേക്ക്, പകുതി എനിക്ക്. അങ്ങനെ നമുക്ക് ആലോചിച്ചാലോ? മാർക്ക് ഒരു ചൂണ്ട ഇട്ടതാണ്. ആ ചൂണ്ട ശരിക്കും അതിൻ്റെ ദൗത്യം നിർവഹിച്ചു എന്ന് ആ ആർമി ചീഫിന്റെ അടുത്ത മറുപടി കേട്ടതും മാർക്കിന് മനസ്സിലായി. ഏയ്, നീ പറഞ്ഞ സത്യമാണോ? സർ, അങ്ങയോട് കള്ളം പറഞ്ഞുകൊണ്ട് എനിക്കെന്ത് കാര്യം? എനിക്ക് വേണ്ടത് ആ ഓറാണ്, അങ്ങേക്ക് വേണ്ടത് ഓറാണ്. അങ്ങനെ പിടിച്ചു കൊടുത്താലും പിടിച്ചു കൊടുത്തില്ലെങ്കിലും കാര്യങ്ങളൊക്കെ ഒരുപോലെയാണ്. ആ ഓറ് അങ്ങിപ്പോ ഗവൺമെന്റിന് എടുത്തു കൊടുത്താൽ അങ്ങേക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഏയ് ചെറുപ്പക്കാരൻ, നീ പറയുന്നത് ശരിയാണ്. പക്ഷേ അവിടെ അവരൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ എങ്ങനെ എടുക്കും? സാർ, അക്കാര്യത്തെക്കുറിച്ച് ആലോചിച്ചാൽ അങ്ങെന്തിനാ ടെൻഷൻ അടിക്കുന്നത്? അത് ഞാൻ നോക്കിക്കൊള്ളാം. പക്ഷെ ഒരു പ്രശ്നം സാർ, അങ്ങനെ അനുവദിക്കുകയാണെങ്കിൽ ആ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. മാർക്ക് അങ്ങനെ പറഞ്ഞതും ആ ആർമി ചീഫ് അവിടെ നിന്നു. അയാൾ മാർക്കിനോട് പറഞ്ഞു, ഓക്കെ, നീ എന്നാ ചെന്നിട്ട് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്യ്. അതിനുശേഷം മടങ്ങി സിറ്റി ലോഡിന്റെ ബസ്സിലേക്ക് വാ, ഞാൻ അവിടെ ഉണ്ടാവും. ആ ആർമി ചീഫ് മാർക്കിനെ സ്വന്തമായി വിട്ടു എന്നാണ് സത്യം. മാർക്ക് അയാളോട് പറഞ്ഞു, സാർ, ഞാൻ അവിടെ മടങ്ങി ചെല്ലുമ്പോൾ അവിടെയുള്ള ആളുകൾ ഞാൻ പറയുന്നത് കേട്ടില്ലെങ്കിലോ?
ആ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ഒരു കാര്യം ചെയ്യ്, നീ ഇത് വെച്ചോ. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാളുടെ ഔദ്യോഗിക മുദ്ര ഇളക്കി മാർക്കിന്റെ കയ്യിൽ കൊടുത്തു. ആ ഔദ്യോഗിക മുദ്രയ്ക്ക് ശരിക്കും അവിടെ വല്ലാത്തൊരു പ്രാധാന്യമുണ്ടെന്ന് അയാൾ വളരെ ശ്രദ്ധിച്ച് ഇളക്കി മാർക്കിന്റെ കയ്യിൽ കൊടുക്കുന്നുണ്ടപ്പോൾ മാർക്കിന് തോന്നുകയും ചെയ്തു. മാർക്ക് അയാളോട് യാത്ര പറഞ്ഞ് ആ മുദ്രയും പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നേരെ ആ മൈനിങ് നടക്കുന്ന സ്ഥലത്തെത്തി. ആ ഉപേക്ഷിക്കപ്പെട്ട മൈനിങ് പ്ലേസിൽ ആ ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിൽ ഗമയിൽ നിൽക്കുകയാണ് മാർക്കിനോട് ആദ്യം ഉടക്കിയ ആ ഉദ്യോഗസ്ഥൻ. അയാള് മാർക്ക് അവിടേക്ക് വന്നത് കണ്ടതും ശരിക്കും അത്ഭുതപ്പെട്ടു പോവുകയാണ്. ഏയ്, നിന്നെ വിട്ടോ? ആ, എന്നെ വിട്ടായിരുന്നു. സിറ്റിലോട് എന്നോട് പറഞ്ഞത് നിന്നെ ഇങ്ങ് കൊല്ലാനാണ്. എന്നെ കൊല്ലാനോ? നീ എന്തായി പറയുന്നത്? അതിന് മറുപടി പറയാതെ മാർക്ക് അവിടെ നിൽക്കുന്ന മറ്റു ഉദ്യോഗസ്ഥരോട് പറഞ്ഞു, സിറ്റിലോട് ഇയാളെ കൊന്നിട്ട് ആ കാര്യം റിപ്പോർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. മാർക്ക് അങ്ങനെ പറഞ്ഞിട്ടും അവരാരും അനങ്ങുന്നില്ല. അത് കണ്ടതും മാർക്ക് ഫെല്ലർ ആ ആർമി ചീഫ് മാർക്കിനെ ഏൽപ്പിച്ച ആ ഔദ്യോഗിക മുദ്ര കയ്യിലെടുത്തു. ആ ഔദ്യോഗിക മുദ്ര അവരെ ഒന്ന് കാണിച്ചിട്ട് അവരോട് പറഞ്ഞു, ഇവനെ വേഗം അവസാനിപ്പിക്കും. ആ മുദ്രയ്ക്ക് ശരിക്കും പവർ ഉണ്ടെന്ന് മാർക്കിന് പെട്ടെന്ന് മനസ്സിലായി. ആ മുദ്ര കാണിച്ച് മാർക്ക് കൊടുത്ത ഓർഡർ അതിവേഗം നടപ്പിലാക്കപ്പെടുകയാണ്. ഏതാനും മിനിറ്റുകൾ കൊണ്ട് ആ ഉദ്യോഗസ്ഥനെ അവന്മാര് എല്ലാവരും കൂടി കൊന്നു. ആ ഉദ്യോഗസ്ഥൻ അവസാനിച്ചു എന്ന് തോന്നിയതും മാർക്ക് ഫെല്ലർ അവരോട് പറഞ്ഞു, ഓക്കെ, നിങ്ങൾ ഇവിടെ കാവൽ നിൽക്കുക, ഞാൻ സിറ്റി ലോഡിന് ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിട്ട് വരാം. സിറ്റി ലോഡിന് പരിചയമുണ്ടെന്ന് മാർക്ക് ഫെല്ലർ നേരത്തെ അവരുടെ സാന്നിധ്യത്തിലാണ് പറഞ്ഞത്. ഇപ്പം അത് യാഥാർത്ഥ്യമാണെന്ന് അവർക്ക് മനസ്സിലായിരിക്കുകയാണ്. സിറ്റി ലോഡ് ഉദ്യോഗസ്ഥന്മാർക്ക് അലോട്ട് ചെയ്യുന്ന ആ ഔദ്യോഗിക മുദ്രയായിരുന്നു മാർക്ക് ഫെല്ലറുടെ കയ്യിലുണ്ടായിരുന്നത്. ആ മുദ്ര കണ്ടതുകൊണ്ടാണ് അവർ മാർക്കിന്റെ ഓർഡർ നടപ്പിലാക്കിയത്. മാർക്ക് സിറ്റി ലോഡിന്റെ വസതിയിൽ മടങ്ങിയെത്തി. അവിടെ മാർക്ക് മടങ്ങിയെത്തിയതും അകത്തുനിന്ന് ആ ജനറൽ പുറത്തേക്ക് വന്നു. അദ്ദേഹത്തെ കണ്ടതും മാർക്ക് ഫെല്ലർ ആ മുദ്ര തിരിച്ചു കൊടുത്തു. സർ, അവന്റെ കാര്യം ഞാൻ അവസാനിപ്പിച്ചിട്ടുണ്ട്. ആ ഏരിയയിലെ കാര്യങ്ങൾ നോക്കാനായി സിറ്റി ലോഡ് തന്നെ നിയോഗിച്ച വ്യക്തിയാണ് ഇപ്പോൾ മാർക്കിന്റെ ആവശ്യപ്രകാരം കൊല്ലപ്പെട്ടിരിക്കുന്നത്. മാർക്കിന്റെ കയ്യിൽ നിന്ന് മുദ്ര വാങ്ങിച്ച ആ ആർമി ചീഫ് ആ മുദ്ര ശരിക്കും നേരത്തെ ഇരുന്ന സ്ഥലത്ത് തന്നെ ഉറപ്പിച്ചതിന് ശേഷം മാർക്കിനോട് പറഞ്ഞു, ബാ, നമുക്ക് അകത്തേക്ക് പോവാം. മാർക്ക് ഫെല്ലറും ആ ആർമി ചീഫും കൂടി ആ സിറ്റി ലോഡിന്റെ വസതിക്കുള്ളിലേക്ക് കടന്നു. അതിവിശാലമായ ഒരു കോമ്പൗണ്ടിനകത്തേക്കാണ് യഥാർത്ഥത്തിൽ മാർക്ക് കടന്നിരിക്കുന്നത്. ആ വസതിക്കുള്ളിൽ ശരിക്കും കോറിഡോറുകളുടെ ഒരു ശൃംഖല തന്നെ ഉണ്ടെന്ന് പറയാം. ഒരു വഴിയിൽ നിന്ന് അടുത്ത വഴിയിലേക്കൊക്കെ അങ്ങനെ നടന്ന് അവസാനം വളരെ മനോഹരമായി അലങ്കരിക്കപ്പെട്ട ഒരു കോറിഡോറിന് മുന്നിൽ മാർക്കും ആ ആർമി ചീഫും എത്തി. അനവധി ഓഫീസുകൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു മുറിയുടെ മുന്നിലേക്കാണ് ആർമി ചീഫ് മാർക്കുമായി എത്തിയത്. അവിടെ ഓഫീസ് ഓഫ് സിറ്റി ലോഡ് എന്ന് എഴുതിയിട്ടുണ്ട്. മാർക്ക് ഫെല്ലറേയും കൊണ്ട് ആർമി ചീഫ് അകത്തേക്ക് കടന്നു. അവരകത്ത് കിടക്കുമ്പോൾ ഒരു മനുഷ്യൻ അയാളുടെ കസരിന്ന് എണീറ്റ് പുറകുവശത്തെ ഒരു സ്ക്രീനിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മാർക്കിന് പുറംതിരിഞ്ഞ് നിൽക്കുകയാണ് ആ വ്യക്തി. അകത്തേക്ക് കയറിയ ആർമി ചീഫ് ആ തിരിഞ്ഞു നിൽക്കുന്ന വ്യക്തിയോട് പറഞ്ഞു, സിറ്റി ലോഡ്, ഞാൻ അയാളെ കൊണ്ടുവന്നിട്ടുണ്ട്. ശബ്ദം കേട്ട് സിറ്റി ലോഡ് തിരിഞ്ഞു. സിറ്റി ലോഡ് തിരിഞ്ഞ ആ നിമിഷത്തിൽ മാർക്ക് ഫെല്ലറും സിറ്റി ലോഡും ഒരുപോലെ ഞെട്ടി. രണ്ടുപേരും അമ്പരപ്പോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. മാർക്ക് ഫെല്ലർ, നീയായിരുന്നോ ആള്? മാർക്കും തിരിച്ച് അതേ ചോദ്യം ചോദിക്കുകയാണ്. ഗൂഷിങ്, നീയാണോ സിറ്റി ലോഡ്? രണ്ടുപേരും അങ്ങനെ മുഖാമുഖം നോക്കിക്കൊണ്ട് പരസ്പരം പേര് വിളിക്കുന്ന കണ്ടതും ആർമി ചീഫ് ശരിക്കും അമ്പരന്ന് സിറ്റി ലോഡിനോട് ചോദിച്ചു, സിറ്റി ലോഡ്, അങ്ങക്ക് ഇയാളെ പരിചയമുണ്ടോ? പരിചയമുണ്ടെന്നോ? ഇവനെ ഞാനെങ്ങനെയാ മറക്കാൻ? എനിക്കിവനെ പരിചയമേ ഉള്ളൂ. എന്തോ ഒരു പരിചയമാണ് എനിക്ക് അവനുള്ളത്. ആ പരിചയം കൂടിക്കൂടി വന്നപ്പോഴോ ഇവനെ എന്റെ കൾട്ടിവേഷൻ തകർത്തവനാണ്. അത് കേട്ടതും ആ ആർമി ചീഫ് പെട്ടെന്ന് വിജിലൻ്റായി. അയാൾ മാർക്കിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് സിറ്റി ലോഡിനോട് പറഞ്ഞു, സിറ്റി ലോഡ്, അങ്ങനെയാണെങ്കിൽ ഇവനെ ഞാൻ ഇപ്പോൾ അവസാനിപ്പിക്കാം. ഹേയ്, അതൊന്നും വേണ്ട. കുറെ കാലങ്ങൾക്ക് ശേഷം ഞങ്ങൾ തമ്മിൽ കാണുന്നതല്ലേ, ഇവനോട് എനിക്ക് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. തൽക്കാലം നിങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യും. അങ്ങനെ ആ സിറ്റി ലോഡ് പറഞ്ഞതും ആ ആർമി ചീഫ് ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ആദ്യത്തെ അമ്പരപ്പിന് ശേഷം ഈ സമയം അത്രയും മാർക്ക് ഫെല്ലർ നിശബ്ദനായി നിൽക്കുകയാണ്. ആ ആർമി ചീഫ് മുറിയിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞതും ഗൂഷിങ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഇരിക്ക്, എത്ര നാളായി നിന്നെ കണ്ടിട്ട്? മാർക്ക് ശരിക്കും ഈ സമയത്ത് ചുറ്റുമൊക്കെ നിരീക്ഷിക്കുകയാണ്. ഗൂഷിങ്ങും മാർക്കും തമ്മിലുള്ള ആ ഉടക്ക് പൈറോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രംഗമാണ്. ആ സെക്കൻഡ് മിസ്റ്റിക് വേൾഡിന്റെ തലവനായിരുന്ന ഗൂഷീഷന്റെ മകനാണ് ഗൂഷിങ്. ഗൂഷിങ്ങിനെ പോലെ ക്രൂരതയോടെ മാർക്കിനോടും സംഘാംഗങ്ങളോടും പെരുമാറിയ
വേറൊരാൾ ഇല്ല എന്ന് തന്നെ പറയാം. ഗൂഷിങ്ങിനെ ഇവിടേക്ക് അയച്ചത് അവൻ്റെ പിതാവാണ്. ഇവിടേക്ക് അയച്ചുകൊണ്ട് അവൻ്റെ പിതാവ് ഗൂഷിങ്ങിനെ രക്ഷിച്ചതാണ്. ഗൂഷിങ് യഥാർത്ഥ ഫസ്റ്റ് മിസ്റ്റിക് വേൾഡിലെ ആ കരുത്തരായ ആളുകളുടെ ശക്തി അവരിലൂടെ തന്നെ സമ്പാദിച്ച് അവരെ പോലും താഴ്വലാക്കിയ വ്യക്തിയാണ്. ക്രൂരതയുടെയും ചതിയുടെയും അവസാന വാക്ക് അതാണ് ഗൂഷിങ്. ആ ഗൂഷിങ് ഇതാ ഈ സെൻട്രൽ പ്ലെയിനിൽ അവരുടെ തന്നെ അധികാര പരിധിയിലുള്ള സെറീൻ സിറ്റി ലോഡായി മാറിയിരിക്കുകയാണ്. മാർക്ക് ആ കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഗൂഷിങ് മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, നീ എവിടെയായിരുന്നു? ഞാനിവിടെ എത്തിയിട്ട് ഒരുപാട് നാളായി. ഞാൻ എത്തിയ സമയം മുതൽ മറ്റുള്ള ആളുകളെക്കുറിച്ച് തിരക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരാളെയും ഞാൻ കണ്ടില്ല. നിന്നെ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷം വരികയാണ്. മാർക്ക്, നീയും ഞാനും തമ്മിലുള്ള ഉടക്കൊക്കെ അങ്ങ് ഭൂമിയിലാണ്. ഇവിടെ നമ്മൾ അത് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് നീ എന്നോട് ഉടക്കാനുള്ള കാരണം നന്നായി അറിയാം. അന്ന് എല്ലാ സമ്പത്തും എല്ലാ സൗകര്യങ്ങളും ജിഗ്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ കൈയടക്കി വെച്ചതാണ് നിന്റെ പ്രശ്നമെന്ന് എനിക്കറിയാം. ഇവിടെ ഇപ്പോൾ അതൊന്നുമില്ലല്ലോ. ഇപ്പോൾ ഇവിടെ അതൊന്നും വിഷയമേ അല്ല. മാർക്ക്, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? തുരുതുര ചോദ്യങ്ങളും വിശദീകരണങ്ങളുമായി ഗൂഷിങ് മാർക്കിനോട് സംസാരിച്ചു തുടങ്ങിയപ്പോൾ മാർക്കിന് ഒരു ആശ്വാസം. ഇവൻ ഇനി നന്നായി തുടങ്ങിയോ? ആ ചോദ്യം മാർക്കിന്റെ മനസ്സിലുണ്ട്. മാർക്ക് ഗൂഷിങ്ങിനോട് പറഞ്ഞു, ഗൂഷിങ്, ഞാനും അതൊക്കെ അങ്ങ് മറന്നു. ഞാനിവിടെ ഈ സെൻട്രൽ പ്ലെയിനിൽ എത്തിയിട്ട് അധികം നാളുകളൊന്നും ആയിട്ടില്ല. അങ്ങനെ മാർക്ക് പറഞ്ഞതും ഗൂഷിങ് മാർക്കിനോട് ചോദിച്ചു, അല്ല മാർക്ക്, ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചതാണ്. ഇവിടെ എമിലി ബ്ലാക്ക് ഉള്ള കാര്യം എനിക്കറിയാം. അവര് ബ്ലാക്ക് കുടുംബത്തിന്റെ സെയിന്റസ് ആണ്. നീയും അത് കേട്ട് കാണുമല്ലോ. ഞാൻ കേട്ടിരുന്നു. അല്ല മാർക്ക്, ഭൂമിയിൽ നിങ്ങൾ തമ്മിൽ വലിയ അടുപ്പത്തിലായിരുന്നല്ലോ. ഇവിടെ വന്നിട്ട് നീ സെയിന്റസ് എമിലിയെ കണ്ടായിരുന്നു? ഇല്ല. അതെന്താ പോയി കാണാത്തത്? നിങ്ങൾ തമ്മിൽ ശരിക്കും ഇഷ്ടത്തിലല്ലായിരുന്നു? ഗൂഷിങ്, അതൊക്കെ ഭൂമിയിലെ കാര്യമല്ലേ. ആ കാര്യവുമായി ഞാൻ ഇവിടെ വന്നാൽ ഇവിടെ വല്ലതും നടക്കൂ? ഇവിടെ സെയിന്റസ് വലിയ സംഭവമല്ലേ. നമുക്കൊന്നും അങ്ങനെ മോഹിക്കാൻ പറ്റത്തില്ല. മാർക്ക്, അങ്ങനെ പറയാതെ. നിന്റെ ബോഡി കയോട്ടിക് ബോഡിയാണെന്നുള്ള കാര്യം എനിക്കറിയാം. അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ ഷീ കുടുംബത്തിലെ ഹോളിസൺ ഷൈൻ്റെ ബോഡിയും. അത് കയോട്ടിക്കാണ്. കയോട്ടിക് ബോഡിക്കാരനായ ഷൈന് പകരം നീ എമിലി വിവാഹം കഴിച്ചാലും അത് തെറ്റൊന്നുമില്ലല്ലോ. ഗൂഷിങ്, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അതൊക്കെ വിട്ടു. ഞാനിപ്പോ മറ്റു കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നത്. എമിലി ബ്ലാക്കൊക്കെ അടഞ്ഞ അധ്യായമല്ലേ. എമിലി ബ്ലാക്കുമായി കണക്ട് ചെയ്തുകൊണ്ട് പല കാര്യങ്ങളും ഗൂഷിങ് പറയാൻ നോക്കിയെങ്കിലും മാർക്ക് അതിലൊന്നും പിടികൊടുത്തില്ല. എമിലി ബ്ലാക്കിനെ കണ്ടിട്ടേ ഇല്ലെന്നും എമിലി ബ്ലാക്കിനെ കുറിച്ച് ആലോചിക്കാറേ ഇല്ലെന്നൊക്കെയാണ് മാർക്ക് ഫെല്ലർ ഗൂഷിങ്ങിനോട് പറഞ്ഞത്. ഗൂഷിങ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, അതെന്തോ ആവട്ടെ, നീ എന്തായാലും ഉടനൊന്നും പോകരുത്. എനിക്കിതിനോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എത്ര നാളുകൾക്ക് ശേഷമാണ് നിന്നെ കാണുന്നത്. സത്യത്തിൽ ഭൂമിയിൽ നിന്ന് ഇവിടെ വന്നതിന് ശേഷം എമിലി ബ്ലാക്ക് മാത്രമാണ് എനിക്ക് അറിയാവുന്ന കക്ഷി. പക്ഷെ അവരെ എനിക്കൊന്നും കാണാൻ പറ്റില്ല. അവർ ബ്ലാക്ക് കുടുംബത്തിൻ്റെ അടുത്ത അധികാരിയാകുന്ന ആളാണ്. നമുക്ക് വളരെ മുകളിലാണ്. മാർക്ക്, ഭൂമിയിലുള്ള ഒരാളെ കാണണമെന്നും സംസാരിക്കണമെന്നൊക്കെ ഞാൻ ഒരുപാട് നാളുകളായിട്ട് ആഗ്രഹിച്ചതാണ്. എന്തായാലും നിന്നെ കണ്ടതുകൊണ്ട് ആ ആഗ്രഹം നടന്നു. മാർക്ക്, നിനക്ക് വേണ്ടി ഞാനൊരു താമസ സൗകര്യം ഒരുക്കാം. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ ബെല്ലടിച്ചതും ആ ആർമി ചീഫ് അകത്തേക്ക് വന്നു. ആർമി ചീഫ് അകത്തേക്ക് വന്നതും ഗൂഷിങ് അയാളോട് പറഞ്ഞു, ഈ മാർക്ക് എൻ്റെ സുഹൃത്താണ്. മാർക്കിന് താമസിക്കാനായി നമ്മുടെ ഗസ്റ്റ് ഹൗസ് ഒന്ന് റെഡിയാക്കി ഇടണേ. മാർക്ക് കുറച്ച് ദിവസം അവിടെ അതിഥിയായിരിക്കും. അങ്ങനെ ഗൂഷിങ് പറഞ്ഞതും ആർമി ചീഫ് അതിനുള്ള നടപടികൾ ചെയ്യാമെന്ന് പറഞ്ഞ് അതിവേഗം അതിനുള്ള ആക്ടിവിറ്റിയിലേക്ക് കടന്നു. മാർക്ക് ഗൂഷിങ്ങിനെ കൊണ്ട് ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി. ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയ ഗൂഷിങ് മാർക്കിനെ കൊണ്ട് ആ ബിൽഡിങ്ങിൽ കൂടി ഇങ്ങനെ നടക്കുകയാണ്. വളരെ വിശാലമായ ഒരു കോമ്പൗണ്ടിൽ അതിവിശാലമായ റൂമുകളൊക്കെയാണ് അവിടെ ഓഫീസ് ആവശ്യത്തിന് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സിറ്റിയിലോട് ഗൂഷിങ്ങിനൊപ്പം ഒരു ചെറുപ്പക്കാരൻ കൂടി നടക്കുന്നത് ജീവനക്കാർ പലരും കണ്ടു. അവരൊക്കെ ഗൂഷിങ്ങിനെ കാണുമ്പോൾ വണങ്ങുന്നുണ്ട്. ഗൂഷിങ് തിരിച്ച് അവരെ കണ്ട് വണങ്ങിക്കൊണ്ട് മാർക്കിനോട് സംസാരിച്ച് പതുക്കെ ഇടതുവശത്തേക്ക് നടന്നു. അവിടെയാണ് ഗസ്റ്റുകൾക്ക് താമസിക്കാനുള്ള ഹൗസുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മനോഹരമായ ഒരു വീടാണ് മാർക്ക് ഫെല്ലർക്ക് ഗൂഷിങ് അലോട്ട് ചെയ്തത്. മാർക്ക് ഫെല്ലറിനെ കൊണ്ട് ആ വീട്ടിലേക്ക് ഗൂഷിങ് കയറുമ്പോൾ ആ ആർമി ചീഫ് അവിടെ എല്ലാം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. എല്ലാ തരത്തിലുമുള്ള അക്കോമഡേഷനും അവിടെ ഒരുക്കിയിട്ടുണ്ട്. മാർക്കിനെയും കൊണ്ട് ആ വീട്ടിലേക്ക് കയറിയ ഗൂഷിങ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ ഒന്ന് വിശ്രമിക്കുക. എനിക്ക് ചില ഒഫീഷ്യൽ കാര്യങ്ങൾ കൂടി പൂർത്തീകരിക്കാനുണ്ട്. ഞാൻ നാളെ രാവിലെ മടങ്ങി വരാം. ഇപ്പോൾ സമയം ഏകദേശം രാത്രി ആയിട്ടുണ്ട്. ഗൂഷിങ്ങും പോയി കഴിഞ്ഞതും മാർക്ക് ഫെല്ലർ വീടടച്ചിട്ട് അവിടുത്തെ സെറ്റിൽ വന്നിരുന്നു.
ഭൂമിയിൽ നമ്മൾ കാണുന്ന പോലുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഗൂഷിങ് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അതിമനോഹരമായ മുറികളും അതിമനോഹരമായ സംവിധാനങ്ങളൊക്കെയാണ് അവിടെ മാർക്കിന് വേണ്ടി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മാർക്ക് അതൊക്കെ ഒന്ന് നോക്കുമ്പോൾ മാർക്കിന്റെ മനസ്സിൽ ഉള്ള ചോദ്യം ഗൂഷിങ്ങിനെ കുറിച്ചാണ്. ഗൂഷിങ് അഭിനയിക്കുകയാണോ അതോ അവന്റെ സ്വഭാവം യഥാർത്ഥത്തിൽ മാറിയോ? മാർക്ക് അതാണ് വിലയിരുത്തുന്നത്. ഈ സമയത്ത് മാർക്കിനടുത്തുനിന്ന് അയാളുടെ ഓഫീസിനടുത്തേക്ക് മടങ്ങിയെത്തിയ ഗൂഷിങ്ങിനെ കാത്തു നിൽക്കുകയാണ് ആ ആർമി ചീഫ്. ആർമി ചീഫ് ഗൂഷിങ്ങിനെ കണ്ടതും ഗൂഷിങ്ങിനോട് പറഞ്ഞു, സിറ്റിലോട്ട് അങ്ങയുടെ കൾട്ടിവേഷൻ തകരാറിലാക്കിയ അയാളോട് അങ്ങ് ക്ഷമിച്ചത് എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. ഏയ്, ആര് ക്ഷമിച്ചെന്ന്? അവനോട് ഞാൻ ക്ഷമിക്കാനോ? സിറ്റിലോട്ട് അങ്ങേക്ക് അവനോട് വിരോധമുണ്ടെങ്കിൽ അവന് ഞാൻ തീർക്കാം. ഏയ്, അതൊന്നും വേണ്ട. അവൻ നമ്മളാരും വിചാരിക്കുന്ന ഒരു കഥാപാത്രമല്ല. അവനെ അങ്ങനെ ആർക്കും എളുപ്പത്തിൽ പരാജയപ്പെടുത്താനും പറ്റില്ല. ഏയ് സിറ്റിലോട് എന്തായി പറയുന്നത്? അവൻ ഒരു റിവേഷൻ ഓയിഡ് സ്റ്റേജിലെ ഏർലി ലെവലുകാരനാണ്. അങ്ങും ഞാനും മിഡിൽ ലെവലുകാരാണ്. നമുക്ക് അവനൊരു വിഷയമേ അല്ലല്ലോ. ഏയ്, അതങ്ങനെ അല്ല. ഈ ചിന്ത പണ്ട് എനിക്കും ഉണ്ടായിരുന്നു. ഞാൻ വലിയ ശക്തനായിരുന്നു. അവനാണെങ്കിൽ വളർന്നു വരുന്ന ഒരു കൾട്ടിവേറ്റർ. എൻ്റെ ശക്തിക്ക് മുന്നിൽ അവനൊന്നുമല്ല എന്നറിയാവുന്ന ഞാൻ അവസാനം അവനോട് പരാജയപ്പെട്ട് നാടും വീടും ഇല്ലാത്ത ഒരാളായി മാറി. അതുകൊണ്ട് അവൻ്റെ കാര്യത്തിൽ ഒരു മുൻധാരണയും വേണ്ട. നമുക്ക് അവനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ ഷീ കുടുംബത്തിൽ അറിയിക്കണം. അവിടെ ആളുകൾ വരട്ടെ, അവര് കാര്യങ്ങൾ ചെയ്യും. ഗൂഷിങ് പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോഴാണ് ആർമി ചീഫിന് ശരിക്കും ഒരു ധാരണ ഉണ്ടായത്. ഗൂഷിങ് വളരെ സമർത്ഥമായി ആ മാർക്ക് ഫെല്ലറെ കുടുക്കിയിരിക്കുകയാണ്. മാർക്ക് ഫെല്ലറെ അവരാരെങ്കിലും നേരിട്ടാൽ മാർക്ക് ഫെല്ലർ അവരെ കബളിപ്പിച്ച് രക്ഷപ്പെടാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഗൂഷിങ് പറയുന്നത്. അതിനെക്കുറിച്ച് ആർമി ചീഫ് ആലോചിച്ചു തുടങ്ങിയതും ഗൂഷിങ് ആർമി ചീഫിനോട് പറഞ്ഞു, അവൻ്റെ കയ്യിൽ പല രഹസ്യ ആയുധങ്ങളും കാണും. അത് നമ്മൾ വിചാരിക്കാത്ത ശൈലിയിലുള്ളതുമാകും. ഞാൻ ജീവിതത്തിൽ ഒരേ ഒരാളോടെ പരാജയപ്പെട്ടിട്ടുള്ളൂ, അത് അവനോടാണ്. അവൻ ശരിക്കൊരു കുഴപ്പക്കാരനാണ്. ഗൂഷിങ് ഇപ്രാവശ്യം അബദ്ധങ്ങളൊന്നും പറ്റാതെ മാർക്കിനെ അവസാനിപ്പിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തുമ്പോൾ മാർക്ക് ഫെല്ലറും ഗൂഷിങ്ങിനെ കുറിച്ചാണ് ആലോചിക്കുന്നത്. അവൻ തനിക്ക് പണി തരുമോ? എന്തായാലും ആ ചിന്ത പിറ്റേന്ന് നേരം വെളുക്കുമ്പോൾ മാർക്കിന്റെ മനസ്സിലുണ്ട്. പക്ഷേ പിറ്റേ ദിവസവും ഗൂഷിങ് മാർക്കിനെ കാണാനെത്തി. മാർക്കിന് വേണ്ട സമ്മാനങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത്. നല്ല ഭക്ഷണ സാധനങ്ങളും അതിമനോഹരങ്ങളായ ആർട്ടിഫാക്റ്റുകളൊക്കെ ഗൂഷിങ് മാർക്കിന് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. മാർക്കിനെ സന്തോഷിപ്പിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടി താൻ ജീവിക്കുന്നു എന്ന് തോന്നുന്ന ശൈലിയിലേക്കാണ് ഗൂഷിങ്ങിന്റെ പെരുമാറ്റം. ഗൂഷിങ്ങിന്റെ ആ പെരുമാറ്റം സ്വാഭാവികമായിട്ടും 3-4 ദിവസം കഴിഞ്ഞപ്പോൾ മാർക്കിൽ സംശയം ഉണ്ടാക്കി തുടങ്ങി. ഗൂഷിങ് ഒരു വല്ലാത്ത സ്നേഹവും വിനയൊക്കെ കാണിക്കുകയാണ്. ഒരു ചതി വരുന്നുണ്ടോ എന്നൊരു സംശയം മാർക്കിന് തോന്നി തുടങ്ങി. മാർക്ക് ഗൂഷിങ്ങിനോട് പറഞ്ഞു, ഗൂഷിങ്, ഇവിടെ ഇങ്ങനെ അധിക ദിവസം ഞാൻ നിൽക്കുന്നില്ല, എനിക്ക് പോകേണ്ടതുണ്ട്. നമുക്ക് ആ ഓറ് വിൽക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയാലോ? മാർക്ക്, അതിനൊക്കെ ഞാൻ സൗകര്യം ഉണ്ടാക്കാം. ഞാൻ എൻ്റെ ആളുകളോട് ആ മുഴുവൻ ഓറും അവിടുന്ന് പുറത്തെത്തിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അവർ അത് എടുത്തു വെച്ചുകൊണ്ടിരിക്കുകയാണ്. മുഴുവൻ പുറത്ത് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വീതം വെച്ചെടുക്കാം. നിനക്ക് നിന്റെ വിഹിതം, എനിക്ക് എൻ്റെ വിഹിതം. അതോടുകൂടി നമ്മൾ രണ്ടും ശക്തരാകും. മാർക്ക് ഫെല്ലർക്ക് വിശ്വാസം വരത്തക്ക ശൈലി തന്നെയാണ് ഗൂഷിങ് മാർക്കിനോട് അതിന് മറുപടി പറഞ്ഞത്. അത് കേട്ടതും മാർക്ക് ഗൂഷിങ്ങിനോട് ചോദിച്ചു, അല്ല ഇനി എത്ര ദിവസം വേണ്ടി വരും? മാർക്ക്, ഇനിയൊരു 3 ദിവസം കൂടെ മതി. അതിനിടയിൽ ആ എല്ലാ ഓറും മുകളിലെത്തും. വളരെ ആഴത്തിൽ അടുക്കി വെച്ചിരിക്കുന്ന ആ ഓറ് അവിടെ നിന്ന് അനവധി ആളുകളുടെ സഹായത്തോടു കൂടിയാണ് മുകളിലെത്തിക്കാൻ. ആ പ്രക്രിയ അതിവേഗം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പൂർത്തീകരിച്ചാൽ ഉടൻ മാർക്കിനോട് പറയാമെന്നും അപ്പോൾ മാർക്കിന് ആ ഓറ് വിൽക്കാനുള്ള നടപടികളിലേക്ക് കടക്കാമെന്നൊക്കെയാണ് ഗൂഷിങ് മാർക്കിനോട് പറയുന്നത്. എന്തായാലും പറഞ്ഞതുപോലെ 3-ാമത്തെ ദിവസമെത്തി. മാർക്ക് ഫെല്ലർ താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഗൂഷിങ്ങിന്റെ ആ മുറിയിലെത്തി. മാർക്കിനെ കണ്ടതും ഗൂഷിങ് ഒന്ന് ചിരിച്ചു. ആ മാർക്ക്, നീ എത്തിയോ? ബാ ഇരിക്കും. മാർക്ക് അവിടെ സീറ്റിലിരുന്നു. ഗൂഷിങ്ങിനോടായി മാർക്ക് പറഞ്ഞു, ഗൂഷിങ്, ഇന്നേക്ക് നീ പറഞ്ഞതുപോലെ നമുക്ക് കാര്യങ്ങൾ ചെയ്യണ്ടേ? മാർക്ക്, നീ എന്ത് കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്? ഗൂഷിങ്, നമുക്ക് ആ ഓറ് വിൽക്കുന്നതിനെ കുറിച്ച്. ഓറോ? ഏത് ഓറ്? ഏയ് ഗൂഷിങ്, നീയല്ലേ പറഞ്ഞത് നമ്മൾ ഓറെടുത്ത് വിൽക്കണമെന്ന്? ഞാൻ പറഞ്ഞെന്നോ? എപ്പോ? ഏയ് മാർക്ക് ഫെല്ലർ, നീ എന്താ ആളെ കബളിപ്പിക്കുകയാണോ? ഗൂഷിങ്ങിന്റെ ആ ചോദ്യത്തിന് ഉത്തരമെന്ന നിലയിൽ പുറത്തെ വാതിൽ തുറന്ന് അനവധി ആളുകൾ അകത്തേക്ക് കയറി.
അകത്തേക്ക് കയറിയ ആളുകളിൽ ഒരാൾ ഒരു ഹാഫ് സെയിന്റ് ആണ്, സെമി സെയിന്റ്. ബാക്കിയുള്ളവരൊക്കെ റിവേഷൻ ഓൾഡ് സ്റ്റേജിലെ മിഡിൽ ലെവലുകാരോ അല്ലെങ്കിൽ അഡ്വാൻസ് ലെവലുകാരോ ആണ്. ഷീ കുടുംബത്തിന്റെ അതിർത്തിയിലുള്ള സ്ഥലമായതുകൊണ്ട് അതിശക്തമായ ഒരു പ്രൊട്ടക്ഷൻ ഷീ കുടുംബം ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിവേഗം ആ ആളുകളെ അവിടേക്ക് കൊണ്ടുവരാൻ സിറ്റി ലോഡായ ഗൂഷിങ്ങിന് പറ്റിയിരിക്കുന്നത്. അവര് മാർക്കിന് കടന്നു പോകാൻ കഴിയാത്ത ശൈലിയിൽ വാതിൽ മറഞ്ഞിങ്ങനെ വളഞ്ഞു നിന്നതും ഗൂഷിങ് മാർക്കിനോട് പറഞ്ഞു, ഏയ് മാർക്ക് ഫെല്ലർ, നീ എന്താ എന്നെക്കുറിച്ച് ധരിച്ചത്? നിന്റെ വാചകങ്ങളൊക്കെ വിശ്വസിച്ച് ഞാൻ നിനക്കിപ്പോൾ കൂടുമെന്നു. മാർക്ക് ഫെല്ലർ, നിന്നെ പണ്ടേ അവസാനിപ്പിക്കേണ്ടതായിരുന്നു. അന്ന് എനിക്ക് അവസരം കിട്ടിയില്ല. ഇപ്പൊ പക്ഷേ എനിക്ക് അതിനുള്ള അവസരം കിട്ടിയിരിക്കുകയാണ്. ഞാൻ നിന്നെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഗൂഷിങ് അങ്ങനെ പറഞ്ഞതും മാർക്ക് ഗൂഷിങ്ങിനോട് പറഞ്ഞു, ഗൂഷിങ്, അതൊക്കെ വിട്, നീ ഒരു ചായ ഒഴിച്ചേ. മാർക്കിനെ അനവധി ആളുകൾ വളഞ്ഞു നിൽക്കുമ്പോൾ മാർക്ക് ആ സിറ്റി ലോഡിനോട് ചായ ഒന്ന് ഒഴിച്ചെന്ന് പറഞ്ഞതും ശരിക്കും മാർക്കിന്റെ പുറകിൽ നിൽക്കുന്ന ആളുകളൊക്കെ ഒന്ന് അമ്പരന്ന് മുഖാമുഖം നോക്കിയാണ്. ചായ വേണമെന്ന് മാർക്ക് പറഞ്ഞപ്പോൾ ഗൂഷിങ്ങിനും ഒരു അമ്പരപ്പ്. പക്ഷെ ഗൂഷിങ് പെട്ടെന്ന് ഒരു കപ്പിലേക്ക് അയാളുടെ മേശപ്പുറത്തിരിക്കുന്ന ചായയിൽ നിന്ന് കുറച്ച് പകർന്ന് മാർക്കിന് അങ്ങോട്ട് നീക്കി വെച്ചു. മാർക്ക് ചായ എടുത്ത് കുടിച്ചു തുടങ്ങി. ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന മാർക്കിനെ കൗതുകപൂർവ്വം നോക്കുകയാണ് ആ സെമി സെയിന്റ്. അയാളുടെ കൂടെ ആ ആർമി ചീഫും ഉണ്ട്. ആർമി ചീഫ് സെമി സെയിന്റിനോട് പറഞ്ഞു, സാർ, അവൻ്റെ അഹങ്കാരം കണ്ടില്ലേ? നമ്മൾ ഇത്രയും പേര് ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ അവൻ കൂളായി ചായ കുടിക്കുന്നുണ്ടല്ലേ? ആർമി ചീഫിന്റെ ആ ഡയലോഗ് കേട്ടതും സെമി സെയിന്റ് ആർമി ചീഫിനോട് പറഞ്ഞു, അവൻ്റെ ഈ ആത്മവിശ്വാസമൊക്കെ അല്പം നേരത്തേക്കല്ലേ കാണൂ, കാണിക്കട്ടെ, എത്രത്തോളം പോകുമെന്ന് നമുക്ക് ഒന്ന് നോക്കാം. ആ ഒരു ഫീല് തന്നെയാണ് ആ മുറിക്കകത്തുള്ള മറ്റുള്ളവർക്ക്. മാർക്ക് അതൊന്നും ശ്രദ്ധിക്കാതെ ചായ കുടിച്ചുകൊണ്ട് ഗൂഷിങ്ങിനോട് ചോദിച്ചു, അല്ല ഗൂഷിങ്, ഈ ചതിയില് നീ ഡോക്ടറേറ്റ് ഇവിടെ വന്നിട്ട് എടുത്തതാണോ അതോ അവിടെ വെച്ച് എടുത്തതാണോ? അവിടെ എന്ന് ഉദ്ദേശിക്കുന്നത് ഭൂമിയാണല്ലോ. മാർക്കിന്റെ ചോദ്യം കേട്ടതും ഗൂഷിങ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിന്നെപ്പോലെ ഒരുത്തനെ അവസാനിപ്പിക്കാൻ ഏത് മാർഗവും ഞാൻ എടുക്കും. അങ്ങനെ ഗൂഷിങ് പറയുമ്പോഴേക്കും മാർക്ക് ചായ കുടിച്ച് കപ്പ് മേശപ്പുറത്ത് വെച്ചു. മാർക്ക് ഗൂഷിങ്ങിനെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയിട്ട് അവരോട് പറഞ്ഞു, നിന്നെ ആരുടെ സിറ്റിയിലോടാക്കിയത്? പെട്ടെന്നുള്ള മാർക്കിന്റെ ചോദ്യത്തിന് ഒരു വല്ലാത്ത ശബ്ദമാണ് മറുപടി ഉണ്ടായത്. ആ മുറിക്കകത്തുള്ള എല്ലാവരും പെട്ടെന്ന് അറിയാതെ ശബ്ദം ഉണ്ടാക്കിപ്പോയതാണ്. സിറ്റിയിലോടാണ് പോലും, സിറ്റിയിലോട്. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് തിരിഞ്ഞ് ആ സെമി സെയിനെ നോക്കി. സാർ, നിങ്ങളൊക്കെ ഷീ കുടുംബത്തിലെ ധൈര്യശാലികളല്ലേ? ഇവരെ പോലൊരു ഭീരുവിനെ സിറ്റിയിലോടായി വെക്കാൻ നിങ്ങളുടെ തലയിൽ കൂടി വണ്ടി ഓടിയോ? മാർക്കിന്റെ ആ ചോദ്യം ഗൂഷിങ്ങിനെ തെല്ലുന്നുമല്ല അമ്പരപ്പിച്ചത്. മാർക്കിന്റെ ചോദ്യത്തിനോട് എങ്ങനെ പ്രതികരിക്കണമെന്നറിയാതെ ഗൂഷിങ് അമ്പരം നിൽക്കുമ്പോൾ മാർക്ക് ഗൂഷിങ്ങിനോട് പറഞ്ഞു, ഗൂഷിങ്, പണ്ടും നീ എന്നെ നേരിടാതെ ഒളിച്ചോടിയിട്ടുണ്ട്. ഇടാ, ധൈര്യമുണ്ടെങ്കിൽ നേർക്ക് നേർ ഏറ്റുമുട്ട്. ഗൂഷിങ് ഇപ്പോൾ ആ സിറ്റിയുടെ ലോഡാണ്, സർവശക്തനാണ്, റിവേഷൻ ഓൾഡ് സ്റ്റേജിന്റെ മിഡിൽ ലെവലിലുമാണ്. മാർക്കിനേക്കാൾ ഒരു പടി മുകളിൽ നിൽക്കുകയാണ്. ആ അവനെയാണ് മാർക്ക് മുഖത്ത് നോക്കി വെല്ലുവിളിക്കുന്നത്. മാർക്കിന്റെ വെല്ലുവിളി കേട്ടതും ഗൂഷിങ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിന്നോടൊന്നും എതിരിടാൻ തൽക്കാലം ഞാൻ തയ്യാറല്ല. അങ്ങനെ പറഞ്ഞിട്ട് അവൻ ആ പുറകെ നിൽക്കുന്ന ആളുകളോട് പറഞ്ഞു, അവനെ പിടിച്ചു കെട്ടാൻ നോക്ക്. അത് കേട്ടതും മാർക്ക് ഗൂഷിങ്ങിനോട് പറഞ്ഞു, ഗൂഷിങ്, നിനക്കെന്താണ് ഭയമാണോ? സിറ്റിയിലോടൊക്കായി ഇരിക്കുന്ന ആൾക്ക് അല്പമൊക്കെ ധൈര്യം വേണ്ടേ? ഇനി ഞാൻ പറഞ്ഞ പോലെ ഭീരുക്കളെ മാത്രം ഇരുത്തുന്ന സ്ഥലമാണോ ഈ സിറ്റിയുടെ അധിപന്റെ സ്ഥാനം എന്ന് പറയുന്നത്? മോശം തന്നെ. ഗൂഷിങ്, നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നീ എന്നെ എതിരിട. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ഫെല്ലർ ഗൂഷിങ്ങിനെതിരെ നടന്നു തുടങ്ങി. ഈ ഡ്രാമ കണ്ടുകൊണ്ട് നിൽക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ സാക്ഷാൽ ആർമി ചീഫും ഉണ്ട്. അയാൾക്കാണെങ്കിൽ ശരിക്കും ദേഷ്യം വരികയാണ്. അയാൾ ഗൂഷിങ്ങിനോട് പറഞ്ഞു, സിറ്റിലോട് അവൻ അടിക്ക്. അതൊന്നും വേണ്ട. സിറ്റിലോട് ഗൂഷിങ് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റെപ്പ് പുറകോട്ട് വെച്ചു. ആ സമയത്ത് മാർക്ക് ഫെല്ലർ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുകയാണ്. ശരിക്കും ഒരു ഡ്രാമ സ്ലോ മോഷനിൽ അവിടെ അരങ്ങേറുകയാണ്. മാർക്ക് ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുമ്പോഴും സിറ്റിയിലോട് ഓരോ സ്റ്റെപ്പ് പുറകോട്ട് മാറുകയാണ്. ഗൂഷിങ് അങ്ങനെ പുറകോട്ട് മാറുന്ന കണ്ടതും ആർമി ചീഫിന് ശരിക്കും ദേഷ്യം വന്നു. അയാള് പെട്ടെന്ന് മുന്നോട്ട് കുതിച്ച് ഒരൊറ്റ ഇടി. മാർക്ക് ഫെല്ലറുടെ
നെറ്റി നോക്കിക്കൊണ്ട് അതിശക്തമായി അയാൾ ആഞ്ഞിടിച്ചതും മാർക്ക് ഒരു ശബ്ദത്തോടെ തറയിലേക്ക് വീണു. തറയിലേക്ക് വീണ മാർക്ക് പെട്ടെന്ന് നിശ്ചലനായി. ഒറ്റ ഇടിക്കാണ് മാർക്ക് ഫെല്ലറെ ആ ആർമി ചീഫ് അവസാനിപ്പിച്ചത്. മാർക്ക് ഫെല്ലർ കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യം ഉറപ്പായതും ആർമി ചീഫ് ആ സെമി സെയിനിനോട് പറഞ്ഞു, സർ, ഞാനാണ് ഇവനെ കൊന്നത്. അങ്ങ് നേരിൽ കണ്ടതാണല്ലോ. അങ്ങ് ഈ കാര്യം ഷീ കുടുംബത്തിൽ റിപ്പോർട്ട് ചെയ്യണം. ആർമി ചീഫിന് കിട്ടിയിരിക്കുന്നത് ഒരു അടിപൊളി ലോട്ടറിയാണ്. ഷീ കുടുംബത്തിന്റെ ഹോളി സൺ ഷൈന് നാളെ ഒരു എതിരാളിയാകാൻ സാധ്യതയുള്ള ആളാണല്ലോ മാർക്ക് ഫെല്ലർ. ആ മാർക്കിനെ ഇത് ഒറ്റ ഇടിക്ക് ആ ആർമി ചീഫ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് ശരിക്കും സ്തംഭിച്ചു നിൽക്കുകയായിരുന്ന ഗൂഷിങ് ഓടി മാർക്കിന്റെ അടുത്തേക്ക് എത്തി. മാർക്ക് അങ്ങനെ വിളിച്ചുകൊണ്ട് അവൻ ഓടി വരുന്നത്. അങ്ങനെ വിളിച്ചുകൊണ്ട് അവൻ ഓടി വരുമ്പോൾ ഈ സംഭവവികാസങ്ങളൊക്കെ കണ്ടുകൊണ്ട് നിന്ന സെമി സെയിന്റ് ഗൂഷിങ്ങിനോട് പറഞ്ഞു, നമ്മളെ അവൻ വിജയകരമായി കബളിപ്പിച്ചു. സെമി സെയിന്റിന്റെ വാക്ക് കേട്ടുകൊണ്ടാണ് ഗൂഷിങ് മാർക്കിന്റെ അടുത്തെത്തിയത്. മാർക്കിന്റെ അടുത്തെത്തിയ അവൻ മാർക്ക് വീണ് കിടക്കുന്ന സ്ഥലത്തേക്ക് നോക്കിയതും അവന്റെ കണ്ണ് പുറത്തേക്ക് ഇങ്ങനെ തള്ളി വരികയാണ്. അവിടെ മാർക്ക് ഫെല്ലർ ഇല്ല. അവനവന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് ആ ആർമി ചീഫിന്റെ ഇടിയേറ്റ് മാർക്ക് താഴെ വീഴുന്നത്. പക്ഷെ ഇപ്പൊ അവിടെ മാർക്ക് ഫെല്ലർ ഇല്ല. അമർന്നുപോയ ഗൂഷിങ് ഞെട്ടലോടെ തറയിലേക്കും ആർമി ചീഫിലേക്കും ആ സെമി സെയിന്റിലേക്കും ബാക്കിയുള്ള ആളുകളിലേക്ക് മാറി മാറി നോക്കുകയാണ്. ശരിക്കും ഗൂഷിങ് തനിക്ക് വട്ടായോ എന്ന് പോലും ആലോചിക്കുകയാണ്. സന്തോഷം കൊണ്ട് മതിമറന്ന് നിൽക്കുകയായിരുന്ന ആർമി ചീഫ് പെട്ടെന്ന് ആ മുറിയിൽ നിശബ്ദത ഉണ്ടായത് മനസ്സിലാക്കി തിരിഞ്ഞ് മാർക്ക് ഇടുന്ന ഭാഗത്തേക്ക് നോക്കുമ്പോൾ അവിടെ മാർക്ക് ഫെല്ലർ ഇല്ല. മാർക്ക് ഫെല്ലർ അവിടെ ഇല്ലെന്ന് കണ്ട അയാൾ ഓടി ആ മാർക്ക് ഇടുന്ന ഭാഗത്തേക്ക് വന്നിട്ട് അവിടേക്ക് തൊട്ട് നോക്കുകയാണ്. അവിടെ ഒരു ബോഡി ഇല്ല. ഇതെന്താ എന്താ സംഭവം? ആ ചോദ്യം പലരുടെ മനസ്സിലുമുണ്ട്. അതിന് മറുപടി പറഞ്ഞത് സെമി സെയിന്റ് ആണ്. കൊള്ളാം, എനിക്ക് ഇഷ്ടമായി. നമ്മളെ ഇത്രയും പേരെ അവൻ വിജയകരമായി കബളിപ്പിച്ചു. നമ്മളോട് ഇതുവരെ സംസാരിച്ചത് അവന്റെ ക്ലോണാണ്. മാർക്ക് ഫെല്ലർ വളരെ വിജയകരമായി അത് നടപ്പിലാക്കിയെന്ന് പറയാം. ഗൂഷിങ് ഒരു ചതിയനാണെന്നുള്ള കാര്യം അനുഭവത്തിലൂടെ മനസ്സിലാക്കിയ മാർക്ക് ഗൂഷിങ് മാർക്കിനെ ഒരിടത്തേക്കും വിടാതെ അവിടെ ആ വീട്ടിൽ വിളിച്ച് താമസിപ്പിച്ച നിമിഷം മുതൽ ഒരു ചതി മണത്തിരുന്നു. ആ ചതി മനസ്സിലാക്കാൻ വേണ്ടി മാർക്ക് മനഃപൂർവ്വം മാർക്കിന്റെ ക്ലോൺ സൃഷ്ടിച്ചിട്ട് ആ ക്ലോണിനെ ഉപയോഗിച്ച് ആ ആർമി ചീഫും ഗൂഷിങ്ങും തമ്മിലുള്ള സംഭാഷണം രഹസ്യമായി നിരീക്ഷിക്കുമായിരുന്നു. മാർക്കിന് അപ്പോഴാണ് നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് ഒരു ഏകദേശ ധാരണയുണ്ടായത്. മാർക്കിനെ പിടികൂടി ഷീ കുടുംബത്തിന് ഹാൻഡ് ഓവർ ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ടാർഗറ്റ്. ആ ടാർഗറ്റ് അവന്മാർ നടപ്പിലാക്കുന്ന സമയത്ത് മാർക്കിന്റെ ക്ലോണിനെ അവിടെ ഉപയോഗിക്കാൻ തീരുമാനിച്ചു. ആ സെമി സെയിന്റ് അങ്ങനെ പറഞ്ഞതും ഗൂഷിങ്ങും ആ ആർമി ചീഫും അറിയാതെ മുഖാമുഖം നോക്കിപ്പോവുകയാണ്. വളരെ ശ്രദ്ധിച്ച് പ്ലാൻ ചെയ്ത് അവർ നടപ്പിലാക്കിയ പദ്ധതിയാണ് ഇത് പൊളിഞ്ഞ് പാളിസായിരിക്കുന്നത്. ഗൂഷിങ് ആർമി ചീഫിനോട് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ അവനോട് കളിക്കുന്ന ശ്രദ്ധിച്ചു വേണമെന്ന്. ആർമി ചീഫിനോട് പലതവണ ഗൂഷിങ് ആ കാര്യം സൂചിപ്പിച്ചതാണ്. മാർക്ക് ഫെല്ലറെ അത്ര എളുപ്പം കീഴടക്കാൻ പറ്റില്ല. അവൻ ശാന്തനായി നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അവൻ വേറെന്തോ കാര്യം ആസൂത്രണം ചെയ്തു എന്നാണ്. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ മാർക്കുമായി സംസാരിക്കുമ്പോൾ മാർക്ക് ശരിക്കും ശാന്തനായിരുന്നു. ആ സമയത്തൊക്കെയും മാർക്ക് ഒരു പ്ലാൻ ഉണ്ടാക്കിയായിരുന്നു എന്ന് ഇപ്പോഴാണ് ഗൂഷിങ്ങിന് മനസ്സിലായത്. അത് ഗൂഷിങ് ആർമി ചീഫുമായിട്ട് പങ്കുവെച്ചപ്പോൾ അയാൾക്ക് ഒന്നും പറയാനില്ലാത്ത അവസ്ഥ. ഇതിനിടയിൽ സെമി സെയിന്റും ബാക്കിയുള്ള ആളുകളും അവിടുന്ന് ഷീ കുടുംബത്തിലേക്ക് മടങ്ങുകയും ചെയ്തു. മാർക്ക് ഫെല്ലർ ആ മൈനിലെത്തി. അവിടെ അനവധി ആളുകൾ കാവൽ നിൽപ്പുണ്ട്. അവിടെ മടങ്ങിയെത്തിയ മാർക്ക് അവരോട് എല്ലാവരോടും പറഞ്ഞത് സിറ്റിയിലോടിനെ ബസ്സിലേക്ക് മടങ്ങി ചെല്ലാനാണ്. നേരത്തെ ഒരു തവണ മാർക്ക് ആ എംപ്ലം കാണിച്ച് അവരോട് സംസാരിച്ചിട്ടുള്ളതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് സംശയമൊന്നും ഉണ്ടായില്ല. അവരെല്ലാവരും സിറ്റിയിലോടിനെ ബസ്സിലേക്ക് തിരിച്ചു. മാർക്ക് ഫെല്ലർ അവിടെ ഇരിക്കുന്ന ആ ലോഹ കട്ടികൾ മാർക്കിന്റെ നിലവറിലേക്ക് കയറ്റാനുള്ള ഒരു ശ്രമം ആരംഭിച്ചു. മാർക്കിന് അവിടെ നിന്ന് കുഴിച്ചു കിട്ടിയ മുഴുവൻ സാധനങ്ങളും നിലവറിലേക്ക് കയറ്റാൻ പറ്റില്ല. പക്ഷെ കുറേയൊക്കെ കയറ്റാൻ പറ്റി. ബാക്കി സാധനങ്ങൾ അവിടെ ആ മണ്ണ് മൂടി കിടക്കുന്ന സ്ഥലത്തേക്ക് മാറ്റി അവിടെ ഒരു കുഴി ഉണ്ടാക്കി മാർക്ക് അത് മറവുകയും ചെയ്തു. മാർക്ക് ഈ പ്രക്രിയകളൊക്കെ കൈകാര്യം ചെയ്തപ്പോൾ
ഗൂഷിങ്ങും ആർമി ചീഫും ആലോചിച്ചത് ആ ഓറിനെ കുറിച്ചാണ്. അങ്ങനെ ഒരു ധാരണ ഉണ്ടായതും ഗൂഷിങ്ങും ആർമി ചീഫും അവരുടെ ആ ഓഫീസിൽ നിന്ന് ആ മൈനിൻ്റെ അടുത്തേക്ക് ഓടിയെത്തി. മൈനിൻ്റെ അടുത്ത് അവർ വരുമ്പോൾ അവിടെ ആട് കിടന്നിടത്ത് പൂട പോലും ഇല്ല എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഓറ് ഇരുന്ന സ്ഥലത്ത് ഓറില്ല, താഴെ കുഴിയിലുമില്ല, മുകളിലുമില്ല. അവിടെ ഓറ് കാണാതെ ആയതിൻ്റെ പിന്നിൽ ഒരൊറ്റ ആളായിരിക്കും, അത് സാക്ഷാൽ മാർക്ക് ഫില്ലർ ആയിരിക്കും. മാർക്ക് ആ ഓറുമായി രക്ഷപ്പെട്ടുകയാണ്. ഗൂഷിങ് ശരിക്കും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. ഗൂഷിങ്ങും ആ ആർമി ചീഫും അവിടെ മുഴുവൻ അരിച്ചു പറക്കുമ്പോൾ മാർക്ക് ഫില്ലർ തനിക്ക് കിട്ടിയ ആ ഓറുമായി അവിടുന്ന് പരമാവധി ദൂരത്തേക്ക് പായുകയാണ്. ഷീ കുടുംബത്തിന്റെ അധികാര പരിധിക്ക് പുറത്തുള്ള ഒരു സ്ഥലത്തേക്കാണ് മാർക്ക് തിരിച്ചത്. 9 അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളുടെ അധികാര പരിധികളായി ആ ഹോളിവുഡിന്റെ സെൻട്രൽ പ്ലെയിനെ തിരിച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ബ്ലാക്ക് കുടുംബത്തിന്റെ അധികാര പരിധിയിൽ സാധാരണഗതിയിൽ ഷീ കുടുംബം കയറി ഇടപെടാറില്ല. അതുപോലെ തന്നെയാണ് യാവോ കുടുംബത്തിന്റെയും അതുപോലെ ഗൂ കുടുംബത്തിന്റെയും കാര്യം. മാർക്ക് ഫില്ലർ ഷീ കുടുംബത്തിന്റെ ആ അധികാര മേഖലയിൽ നിന്ന് ഓടിയെത്തിയത് യാവോ കുടുംബത്തിന്റെ അധികാര മേഖലയിലേക്കാണ്. അവിടെ മാർക്ക് കടന്ന് അധിക സമയം കഴിയുമ്പോൾ മാർക്കിനെ തണ്ടർ കോട്ടയാട് വെച്ച് പരിചയപ്പെട്ട ആ 2 ആളുകൾ പറഞ്ഞു നിർത്തി. മാർക്ക്, നീ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വരാൻ വേണ്ടി വരികയാണോ? ഹേയ് സീനിയേഴ്സ്, അങ്ങനെയല്ല, ഞാൻ ഇതുവഴി ഒന്ന് കടന്നു പോകുന്നു എന്നേ ഉള്ളൂ. മാർക്ക്, നീ ഞങ്ങൾക്ക് നൽകിയ വാക്കും മറന്നിട്ടില്ലല്ലോ? ഇല്ല, ഒരു ദിവസം ഞാൻ വരും. ഇന്ന് പക്ഷേ എനിക്ക് കുറച്ച് തിരക്കുണ്ട്. ആയിക്കോട്ടെ മാർക്ക്, കുഴപ്പമില്ല. നിനക്ക് എപ്പോഴാണ് ഞങ്ങളുടെ വസതിക്ക് വരണമെന്ന് താല്പര്യം തോന്നുന്നു, അപ്പോൾ വരാം. യാവോ കുടുംബം ഇത് 2ാമത്തെ തവണയാണ് മാർക്കിന് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നതും അവരുടെ ആ വാക്ക് ആവർത്തിക്കുന്നതും. മാർക്ക് അവരോട് യാത്ര പറഞ്ഞിട്ട് അവിടുന്ന് പിന്നെയും മുന്നോട്ട് നീങ്ങുകയാണ്. മാർക്കിൻ്റെ ലക്ഷ്യം ആ ഓറുകൾ വിൽക്കുന്ന ഒരു മാർക്കറ്റാണ്. മാർക്കിൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ലാത്തത് സ്പിരിറ്റ് കോയിനാണ്. മാർക്കിന് ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് മൂവ് ചെയ്യണമെങ്കിൽ കയ്യിൽ സ്പിരിറ്റ് കോയിൻ വേണം. മാർക്കിൻ്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാ സ്പിരിറ്റ് കോയിനും ഇപ്പോൾ തീർന്നു എന്ന് പറയാം. ഇനി വളരെ കുറച്ച് സ്പിരിറ്റ് കോയിനെ മാർക്കിൻ്റെ കയ്യിലുള്ളൂ. നേരത്തെ ഹണ്ടർ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴാണ് മാർക്കിന് കുറേയേറെ സ്പിരിറ്റ് കോയിൻ ഉണ്ടാക്കാൻ പറ്റിയത്. ഇവിടെ മാർക്ക് അവിടെ നിന്ന് തണ്ടർ കോട്ടയാടി വന്നപ്പോൾ അവിടെ മാർക്ക് സമ്പാദിക്കുന്നതൊക്കെ പോയിന്റാണ്. ആ പോയിന്റ് തണ്ടർ കോട്ടയാടിൻ്റെ അക്കാഡമിയിൽ പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാറുള്ളതാണ്. മാർക്ക് പണമൊന്നും അവിടെ നിന്ന് സമ്പാദിച്ചിരുന്നില്ല. ഇപ്പോൾ ദാ മാർക്കിൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ ഓറിരിക്കുകയാണ്. ആ ഓർ എന്ന് പറയുന്നത് ഡിവൈൻ ലെവലിലെ അല്ലെങ്കിൽ ട്രൂ സെയിന്റ് ലെവലിലെ ആയുധങ്ങൾ ഉണ്ടാക്കാൻ പര്യാപ്തമായ കപ്പാസിറ്റി ഉള്ളതാണ്. അതിന് നല്ല വില കിട്ടുമെന്നൊരു തോന്നൽ മാർക്കിനുണ്ട്. മാർക്ക് യാവോ സീനിയേഴ്സുമായി യാത്ര പിരിഞ്ഞ് അതിവേഗം പരമാവധി ദൂരത്തേക്ക് പായുകയാണ്. ഷീ കുടുംബം വിവരം അറിയുമ്പോൾ മാർക്കിനെ വേട്ടയാടാനുള്ള ഒരു ശ്രമം ആരംഭിക്കും. ആ വേട്ടയാടൽ പ്രക്രിയയിൽ നിന്ന് മാർക്കിന് രക്ഷപ്പെട്ടേ പറ്റൂ. മാർക്ക് ആ ഓറ് വിൽക്കാൻ കഴിയുന്ന ഒരു മാർക്കറ്റ് തേടി പിടിക്കാനുള്ള ഒരു ഓർഡർ നടക്കുന്ന അതേ സമയത്ത് ആ സെമി സെയിന്റ് ഷീ കുടുംബത്തിൽ മടങ്ങിയെത്തി ഷൈൻ്റെ മുന്നിൽ എത്തി നിൽക്കുകയാണ്. ഹോളിസൺ, ഞാൻ ആ മറ്റേ കയോട്ടിക് ബോഡിക്കാരനെ കണ്ടു. അത് കേട്ടതും ഷൈൻ മുഖമുയർത്തി ആ സെമി സെയിന്റ് നോക്കി. ആരെ? ആ മാർക്ക് ഫില്ലറെ? അതെ, ആ മാർക്ക് ഫില്ലർ തന്നെ. എവിടെ വെച്ച്? എങ്ങനെ കണ്ട? ഹോളിസൺ ഷൈൻ്റെ ആ ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ അറിയാം അയാളുടെ ആ ആകാംക്ഷ. സെമി സെയിന്റ് ഷൈനോട് പറഞ്ഞു, ഹോളിസൺ, അവനെ ഞാൻ കണ്ടത് നമ്മുടെ സെറിൻ സിറ്റി വെച്ചിട്ടാണ്. അവൻ അവിടെയുള്ള ഒരു ഖനി തുറന്ന് അതിനകത്തുനിന്ന് കുറച്ച് ഓറുകൾ സ്വന്തമാക്കിയിരിക്കുകയാണ്. ഓറോ? അതെ, ഒരു പ്രത്യേക മെറ്റലാണ് അവൻ അവിടെ നിന്ന് കിട്ടിയത്. ആ മെറ്റൽ അവൻ അടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്. അതിനുശേഷം സെമി സെയിന്റ് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഷൈനോട് പറഞ്ഞു. കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞതും ഷൈൻ അവിടെയുള്ള ആളുകളോട് പറഞ്ഞു, അല്ല, ഇവൻ എന്തിനാണ് ഈ സെൻട്രൽ പ്ലെയിനിലേക്ക് വന്നത്? അനവധി ചോദ്യങ്ങൾ ഷൈൻ ചോദിച്ചതും ഷിഫൻ ഷൈനോട് പറഞ്ഞു, ചേട്ടാ, അതിന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? അവനും ചേട്ടനെ പോലെ ആ എമിലിയെ സ്വന്തമാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചാണെങ്കിലോ? അവന് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും കയോട്ടിക് ബോഡിക്കാരനും ബ്ലാക്ക് കുടുംബത്തിലെ സെയിന്റസ് തമ്മിൽ ചേരുമെന്നുള്ള പ്രവചനം. ശരിക്കും അതൊരു വല്ലാത്ത പ്രവചനമാണ്. നേരത്തെ ആ പ്രവചനം അവർ കേട്ടിട്ടുള്ളപ്പോൾ അവരൊക്കെ കരുതിയിരുന്നത് ബ്ലാക്ക് കുടുംബത്തിലെ മറ്റേതോ സെയിന്റസുമായിട്ട് കയോട്ടിക് ബോഡിക്കാരനായ ഷൈൻ്റെ വിവാഹം നടക്കുമെന്നാണ്. കാലം മുന്നോട്ട് പോയപ്പോഴാണ് തികച്ചും അപ്രതീക്ഷിതമായി സാക്ഷാൽ എമിലി ബ്ലാക്ക് അവിടെ വരുന്നത്. എമിലി ബ്ലാക്കിൻ്റെ ബോഡിയിലാണ് ഇമോർട്ടൽ എംപററുടെ രക്തം
അലിഞ്ഞു ചേർന്നിരിക്കുന്നുള്ള കാര്യം വ്യക്തമായതോടുകൂടി സകല ആളുകളുടെ ശ്രദ്ധ എമിലിലേക്ക് തിരിയുകയായിരുന്നു. അതുവരെ ആ ശ്രദ്ധ നേടിയിരുന്നവരൊക്കെ ബ്ലാക്ക് കുടുംബത്തിൽ തികച്ചും വിസ്മൃതിയിൽ ആയതുപോലെയായി. ഷൈൻ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചതും ഷിഫങ് ഷൈനോട് പറഞ്ഞു, ചേട്ടാ, നമ്മൾ മാർക്കിനെ വളരാൻ അനുവദിച്ചാൽ അത് അപകടമാണ്. ഏയ് ഷിഫങ്, നീ പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അവനെ തൊടണ്ട, അതൊന്നും ശരിയല്ല. ഞാൻ അവരുമായി ഉടക്കം നിന്നാൽ അത് എൻ്റെ റെപ്യൂട്ടേഷനെ ബാധിക്കും. ഷൈൻ ഹൗളി സണ്ണാണ്, ദൈവപുത്രൻ എന്ന് എല്ലാവരും വിളിക്കുന്ന ആ ഷൈൻ സാധാരണക്കാരുടെ നിലയിലേക്ക് ഇറങ്ങി ഒരു സാധാരണ മനുഷ്യരുമായി ഫൈറ്റ് ചെയ്യുക പറഞ്ഞാൽ അത് നാണക്കേട് ഉണ്ടാക്കുന്ന കാര്യമാണ്. ഷൈൻ്റെ ആ ചിന്ത മറ്റുള്ളവർക്ക് മനസ്സിലാവുന്നുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഷിഫങ് ഷൈനോട് പറഞ്ഞു, ചേട്ടാ ഈ വിഷയത്തിൽ ഇടപെടണ്ട. മാർക്കിനെ അവസാനിപ്പിക്കുക എന്നുള്ളത് ചേട്ടന് മാത്രം ആവശ്യമല്ല, നമ്മുടെ ഈ ഷീ കുടുംബത്തിന് മൊത്തം ആവശ്യമാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ മാത്രം ആവശ്യവുമല്ല, ബ്ലാക്ക് കുടുംബത്തിന് ആവശ്യമാണ്. അവർക്കും അവൻ്റെ ആ സാന്നിധ്യം വല്ലാത്തൊരു നാണക്കേടല്ലേ. ഷീഫങ് അങ്ങനെ കാര്യങ്ങൾ വ്യക്തമാക്കിയതും ഷൈൻ അവസാനം സമ്മതിച്ചു. ഷീഫങ്, നീ ഒരു കാര്യം ശ്രദ്ധിക്കണം. നീ മാർക്കിനെ ഇല്ലാതാക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ഒരിക്കലും ഷീ കുടുംബത്തിന് ദുഷ്പേര് ഉണ്ടാക്കുന്ന ഒന്നായി മാറരുത്. ഷിഫങ് സാധാരണഗതിയിൽ ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളാണ്. അവനെ വിശ്വസിച്ചാണ് ഷൈൻ ഒരു കാര്യം ഏൽപ്പിക്കുന്നത്. ആ കാര്യം ചെയ്യാനായി ഷിഫങ്ങിനെ ഏൽപ്പിച്ചത് ഷൈൻ ആണെന്ന് മാർക്കും മറ്റുള്ള ആളുകളും അറിഞ്ഞാൽ അതിൻ്റെ കുറച്ചിൽ സാക്ഷാൽ ഷൈനാണ്. ഷൈൻ പറഞ്ഞു കേട്ടതും ഷിഫങ് ഷൈനോട് പറഞ്ഞു, ചേട്ടാ, ഞാൻ പറഞ്ഞില്ലേ, അവൻ വളർന്നാൽ അത് നമുക്ക് ആപത്താണ്. ആ ആപത്ത് വരുമെന്നറിഞ്ഞാൽ ആ ആപത്തിനെ മുളയിൽ നുള്ളണം. അതാണ് അതിൻ്റെ ശരി. ഞാൻ പറയാതെ തന്നെ ചേട്ടന് കാര്യം അറിയാമല്ലോ. നമുക്ക് അവനൊരു ത്രെട്ടായി ഉണ്ടാകാൻ പാടില്ല. അവനെ അവസാനിപ്പിച്ചേ പറ്റൂ. ഷിഫങ് തൻ്റെ നയം വ്യക്തമാക്കിയതും അതിൽ പിന്നീട് കൂടുതൽ ചർച്ചയൊന്നും ഉണ്ടായില്ല. മാർക്ക് ഫെല്ലറെ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഷീ കുടുംബം അങ്ങ് കടന്നു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. മാർക്ക് ഫെല്ലറെ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാനായി ഷീ കുടുംബം തത്വത്തിൽ അങ്ങ് തീരുമാനിച്ചു. ഈ സംഭവവികാസങ്ങളൊന്നും അറിയാതെ മുന്നോട്ട് നീങ്ങിയ മാർക്ക് അവസാനം ഒരു മാർക്കറ്റിലെത്തി. അത് വിശാലമായൊരു മാർക്കറ്റാണ്. എല്ലാ സാധനങ്ങളുടെയും ബാർട്ടർ സംവിധാനവും പണം കൊണ്ടുള്ള സംവിധാനവും ഒക്കെ അവിടെ ഉണ്ട്. അമൂല്യങ്ങളായ ചെടികളും അമൂല്യങ്ങളായ ഔഷധ സസ്യങ്ങളും ആർട്ടിഫാക്റ്റുകളും പിൽസും അങ്ങനെ തുടങ്ങിയ സാധനങ്ങളൊക്കെ ഈ മാർഷൽ ആർട്ടിസ്റ്റുകളുമായി കണക്ട് ചെയ്തുകൊണ്ട് അവിടെ വിൽപ്പനയ്ക്ക് എത്തിയിട്ടുണ്ട്. മറ്റു ഉൽപ്പന്നങ്ങളും വിൽപ്പനയ്ക്കുണ്ട്. ആളുകൾക്ക് ദൈനംദിന ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന വസ്ത്രങ്ങളും പ്രൊഫഷണൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളൊക്കെ റെഡിമെയ്ഡായിട്ട് തന്നെ ഉണ്ടാക്കി അവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. ആ എക്സിബിറ്റിൽ കാണുന്ന സാധനങ്ങൾ വില കൊടുത്ത് വാങ്ങുകയോ ലേലത്തിൽ പങ്കെടുത്ത് ആ സാധനങ്ങൾ സ്വന്തമാക്കുകയോ ചെയ്യാം. ഓരോ മണിക്കൂർ ഇടപെട്ടും അവിടെ ലേലം നടക്കുകയാണ്. മാർക്ക് ഫെല്ലർ ആ മാർക്കറ്റിലോട്ട് കയറി. അവിടെ ഒഴിവുള്ള ഒരു സ്ഥലത്ത് മാർക്ക് വന്നിരുന്നതിന് ശേഷം തന്റെ മാന്ത്രിക നിലവറയിൽ നിന്ന് 10 ആ ലോഹ കഷ്ണങ്ങൾ എടുത്ത് നിരത്തി വെച്ചു. ഒരു 10 എണ്ണം നല്ല നീളമുള്ള ആ ലോഹ കഷ്ണങ്ങൾ എടുത്തു വെച്ചതിന് ശേഷം മാർക്ക് അതിന്റെ മുന്നിൽ കണ്ണടച്ചങ്ങിരുന്നു. ആവശ്യക്കാരൻ തന്നെ കണ്ടെത്തി വരുമെന്ന് മാർക്കിന് അറിയാം. മാർക്ക് അവിടെ അങ്ങനെ ഇരിക്കുമ്പോൾ പല മേഖലയിലും കച്ചവടം നടക്കുന്നുണ്ട്. ആ കച്ചവടത്തിൽ സ്വാഭാവികമായി ശബ്ദം ഉണ്ടാകുന്നുണ്ട്. ആ കച്ചവടം അവിടെ ദ്രുതഗതിയിൽ നടക്കുന്നുണ്ട്. ഇഷ്ടംപോലെ ആ തെരുവിൽ ശബ്ദം ഉണ്ടാകുന്നുണ്ട്. തെരുവിന്റെ ഭാഗം തന്നെയാണ് ആ മാർക്കറ്റും. മാർക്ക് അങ്ങനെ കണ്ണുകൾ അടച്ച് ഇരിക്കുന്ന സമയത്ത് ഒരു ശബ്ദം മാർക്ക് കേട്ടു. ഏയ് സുഹൃത്തെ, ഈ ഓറ് വിൽക്കുന്നു. ശബ്ദം കേട്ട് കണ്ണു തുറന്ന മാർക്ക് കാണുന്നത് നല്ല പൊക്കമുള്ള താടിയുള്ള ഒരു മനുഷ്യനെയാണ്. മാർക്കിന്റെ മുന്നിലെത്തിയ ആ മനുഷ്യൻ മാർക്കിനോട് ചോദിച്ചു, ഏയ് സുഹൃത്തെ, ഈ ഓറ് വിൽക്കുന്നു. ശബ്ദം കേട്ട് കണ്ണു തുറന്ന മാർക്ക് അയാളോട് പറഞ്ഞു, വിൽക്കാനാണ് വെച്ചിരിക്കുന്നത്. സുഹൃത്തെ, ഇതിന് എന്താ വില? ഏയ്, അതിന് വില അറിയാതെയാണോ നിങ്ങൾ ചോദിക്കുന്നത്? അങ്ങനെ മാർക്ക് ചോദിച്ചതും ആ മനുഷ്യൻ മാർക്കിനോട് പറഞ്ഞു, ഓക്കെ, ഞാൻ ഓരോന്നിന് 10 മില്യൺ സ്പിരിറ്റ് കോയിൻ വീതം തരാം. 10 മില്യൺ എന്ന് കേട്ടപ്പോൾ മാർക്ക് ശരിക്കും ഞെട്ടി. മാർക്കിന് യഥാർത്ഥത്തിൽ ആ ഓറിന് എന്ത് വിലയുണ്ടെന്നും അറിയില്ല. മാർക്കിനോട് 10 മില്യൺ വെച്ച് തരാമെന്ന് പറഞ്ഞതും മാർക്ക് അയാളോട് പറഞ്ഞു, ഏയ്, നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? നിങ്ങൾ വിചാരിക്കും പോലെ ഇത് ക്യാബേജ് ഒന്നുമല്ല, ചുമ്മാ വില പറയാതെ പോയി. അത് കേട്ടതും ആ മനുഷ്യൻ പറഞ്ഞു, ഏയ്, ഞാൻ ഒരു കാര്യം ചെയ്യും. ഈ 10 എണ്ണം എനിക്ക് നൽകുകയാണെങ്കിൽ 10 കൂടി ഞാൻ ഒരു 200 മില്യൺ തരാം. നേരത്തെ 10 മില്യൺ വെച്ചാണ് അയാൾ പറഞ്ഞത്. ഇപ്പൊ ഒറ്റയടിക്ക് അയാൾ 20 മില്യൺ ആക്കിയിരിക്കുകയാണ്.
മാർക്ക് അയാളോട് പറഞ്ഞു, നോക്ക്, വിലപേശലൊന്നുമില്ല, എൻ്റെ കയ്യിൽ 10 പീസുണ്ട്. 10 പീസിന് ചേർത്ത് 1 ബില്യൺ സ്പിരിറ്റ് കോയിൻ നിങ്ങൾ നൽകുകയാണെങ്കിൽ നിങ്ങൾക്ക് തരാം. മാർക്ക് ചോദിക്കുന്നത് 1000 മില്യൺ സ്പിരിറ്റ് കോയിൻ ആണ്. അയാൾ ഓഫർ ചെയ്തത് 20 മില്യൺ ആണ്. 1000 മില്യൺ കേട്ടതും അയാൾ പെട്ടെന്ന് മാർക്കോട് പറഞ്ഞു, ഓക്കെ ഞാൻ സമ്മതിച്ചു. 100 മില്യൺ പറഞ്ഞ ആള് 200 മില്യൺ പറഞ്ഞു. 1000 മില്യൺ ആയപ്പോഴും അയാൾ കണ്ണടച്ചങ്ങ് സമ്മതിക്കുകയാണ്. മാർക്ക് തന്നെ ശരിക്കും ഞെട്ടിയെന്ന് പറഞ്ഞാൽ ഞെട്ടലോട് ഞെട്ടൽ. മാർക്ക് പെട്ടെന്ന് അയാളോട് പറഞ്ഞു, ഏയ്, നിനക്ക് കൂടുതൽ വേണോ? കൂടുതലുണ്ടോ? ഞാൻ വാങ്ങിച്ചുള്ള മുഴുവൻ എത്രയുണ്ട്? എന്നെ കുറച്ചുകൂടിയുണ്ട്. ഈ റേറ്റിനനുസരിച്ചാണെങ്കിൽ 50 ബില്യൺ സ്പിരിറ്റ് കോയിൻ ഉള്ള സാധനം എൻ്റെ കയ്യിലുണ്ട്. 50 ബില്യൺ സാധനം ഉണ്ടോ? ഏയ് സുഹൃത്തെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്നോടൊപ്പം ഒരു സ്ഥലം വരെ വരണം. എവിടേക്ക്? സുഹൃത്തെ, പണം ഇപ്പൊ എൻ്റെ കയ്യിലില്ല. ആ പണമുള്ള സ്ഥലത്തേക്ക് നിങ്ങൾ വരേണ്ടത്. അങ്ങനെ ആ വ്യക്തി പറഞ്ഞതും മാർക്ക് സമ്മതിച്ചു. അങ്ങനെ സമ്മതിച്ച മാർക്ക് ആ ഓറുകളൊക്കെ മാർക്കിന്റെ നിലവറിലേക്ക് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം അയാൾക്കൊപ്പം നടന്നു തുടങ്ങി. അവര് അനവധി വഴികളിലൂടെ നടന്ന് അവസാനം എത്തിയത് സാക്ഷാൽ ഗ്രീൻ റോക്ക് ഫോറസ്റ്റിലാണ്. ആ ഫോറസ്റ്റിന് സമീപത്ത് എത്തിയത് കണ്ടതും മാർക്ക് ശരിക്കും അത്ഭുതപ്പെട്ടു പോവുകയാണ്. ലീ വൻകരയിൽ സൗത്ത് പ്രൊവിൻസുമായിട്ടും ഈസ്റ്റ് പ്രൊവിൻസുമായിട്ടും ഒക്കെ ചേർന്ന് കിടക്കുന്നത് ഇതേ ഗ്രീൻ റോക്ക് ഫോറസ്റ്റ് ആണ്. തണ്ടർ കോർട്ട്യാർഡിൽ നിന്ന് മാർക്കും ജൂവും ഒക്കെ വേട്ടയാടാൻ പോകുന്നതും ഗ്രീൻ റോക്ക് ഫോറസ്റ്റിലാണ്. ഗ്രീൻ റോക്ക് ഫോറസ്റ്റ് ആണ് ഈ ഹോളി റീജിയനിലെ ഏറ്റവും വലിയ സ്ഥലം. സെൻട്രൽ പ്ലെയിനുമായി കണക്ട് ചെയ്തും ഗ്രീൻ റോക്ക് ഫോറസ്റ്റ് ഉണ്ട്. ഗ്രീൻ റോക്ക് ഫോറസ്റ്റ് ശരിക്കും അതിൻ്റെ പേര് കൊണ്ട് തന്നെ പ്രസിദ്ധമാണ്. ആ വനത്തിനകത്ത് പച്ച നിറത്തിലുള്ള പാറകൾ ഉണ്ടെന്ന് ഒരു കേട്ടുകേൾവിയുണ്ട്, പക്ഷെ ആരും കണ്ടിട്ടില്ല. മാർക്ക് ഫെല്ലർക്ക് ഹണ്ടിങ് ഓർഗനൈസേഷൻ്റെ സമീപത്ത് വെച്ച് നടന്ന ആ ലേലം മനസ്സിൽ ഓർമ്മയായി ഉണ്ട്. അന്ന് ഗ്രീൻ റോക്ക് ഫോറസ്റ്റിനകത്ത് നിന്ന് നല്ല പൊക്കമുള്ള സ്ത്രീകളും പുരുഷന്മാരും അവിടെ ഒരു ലേല സ്ഥലം ഉണ്ടാക്കി അവിടെ വെച്ച് അനവധി സ്ഥലങ്ങൾ ലേലം ചെയ്തിരുന്നു. മാർക്കും അന്ന് ലേലത്തിൽ പങ്കെടുത്തതാണ്. ആ ലേലം കഴിഞ്ഞ ഉടൻ തന്നെ ലേലത്തിൽ പങ്കെടുത്ത ആളുകൾ വനത്തിനുള്ളിലേക്ക് മടങ്ങുകയും ചെയ്തു. അന്ന് അവിടെ വെച്ച് മാർക്ക് പ്രായമുള്ള ഒരു ആൽക്കമിസ്റ്റിനെ പരിചയപ്പെട്ടിരുന്നു. ആ ആൽക്കമിസ്റ്റ് സെൻട്രൽ പ്ലെയിനിലാണെന്ന് മാർക്ക് കേട്ടിട്ടുമുണ്ട്. ആ ആൽക്കമിസ്റ്റിനെ കുറിച്ചുള്ള മാർക്കിന്റെ ചിന്ത പെട്ടെന്ന് കടന്നു വന്നപ്പോഴാണ് ഗൂഷിങ്ങും മാർക്കും തമ്മിൽ പൗലിൻ മാസ്റ്ററെ കുറിച്ച് സംസാരിച്ചത് മാർക്കിന്റെ മനസ്സിലേക്ക് വന്നത്. പൗലിൻ മാസ്റ്റർ ഇവിടെ ഈ ഹെവൻലി റീജിയനിൽ ഉണ്ടെന്നുള്ള കാര്യം ഗൂഷിങ്ങിന് അറിയാം. പൗലിൻ മാസ്റ്റർ ഇപ്പൊ അറിയപ്പെടുന്ന ഒരു ആൽക്കമിസ്റ്റാണ്. അവർ ആൽക്കമിസ്റ്റ് അസോസിയേഷന്റെ കേന്ദ്രത്തിലാണ് ഉള്ളത്. ആ കാര്യമൊക്കെ ഗൂഷിങ് മാർക്കിനോട് പറഞ്ഞിരുന്നു. ഗൂഷിങ് ആദ്യം എമിലിയെ മാത്രമേ അറിയൂ എന്ന് പറഞ്ഞെങ്കിലും അവസാനം പൗലിൻ മാസ്റ്ററെ അറിയൂ എന്ന് പറഞ്ഞു. പക്ഷെ അവർ രണ്ടുപേരെയും ഗൂഷിങ് കണ്ടിട്ടില്ല. ആ മനുഷ്യരെ ഒന്നിച്ച് കാട്ടിനകത്തൂടി നടക്കുമ്പോൾ മാർക്കിന്റെ മനസ്സിൽ പൗലിൻ മാസ്റ്ററും ആ പഴയ ആൽക്കമിസ്റ്റും ഒക്കെ കടന്നു വരികയാണ്. എന്തായാലും മാർക്കും ആ പ്രായമുള്ള ആളും കൂടി നടന്ന് കാടിനകത്ത് ഒരു പ്രത്യേക സ്ഥലത്തെത്തി. അവിടെ ഒരു മനോഹരമായ പാറ. ആ പാറയുടെ മുന്നിലെത്തിയ അയാൾ ആ പാറയിലേക്ക് കൈവച്ച് ചില ഡയലോഗ്സ് ഒക്കെ പറഞ്ഞതും ആ പാറയിൽ ഒരു വാതിൽ തുറന്നു. അതിവിശാലമായ ഒരു ലോകത്തേക്ക് ആ പാറ വഴി അവർ കടന്നു എന്ന് പറയാം. അകത്തേക്ക് കിടക്കുമ്പോൾ അവിടെ അനവധി ആളുകളുണ്ട്. അവിടെ മാർക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കി. ഒരുപാട് സാധനങ്ങളുണ്ട്. മാർക്ക് കൗതുകത്തോടെ അതൊക്കെ നോക്കുന്ന കണ്ടതും ആ മനുഷ്യൻ മാർക്കിനോട് പറഞ്ഞു, ഏയ് സുഹൃത്തെ, നിന്റെ കയ്യിൽ എന്തുണ്ടെങ്കിലും അത് നിനക്കിവിടെ തിരിച്ചു വെക്കാനുള്ള ഒരു അവസരം ഞാൻ നിനക്ക് നൽകുകയാണ്. അങ്ങനെ അയാൾ വളരെ ഔപചാരികമായി പറഞ്ഞതും മാർക്ക് ഫെല്ലർ ചിരിച്ചുകൊണ്ട് അയാളെയും അയാളുടെ കൂടെയുള്ള ആളുകളെയും നോക്കിയിട്ട് അവരോടായി പറഞ്ഞു, ഞാനും അതാ പറയുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള പണം മുഴുവൻ ഇവിടെ എനിക്ക് മുന്നിൽ നിരത്തി വെച്ചാൽ നിങ്ങളെ കൊല്ലാതെ വിടാം. ഹേയ്, ഞങ്ങളുടെ ഈ ആസ്ഥാനത്ത് വന്നിട്ട് ഇതുവരെ ഈ ശൈലിയിൽ ആരും ഡയലോഗ് പറഞ്ഞിട്ടില്ല. അയാൾ അങ്ങനെ പറഞ്ഞതും മാർക്ക് ഫെല്ലർ അയാളോട് പറഞ്ഞു, നോക്ക്, സംസാരിച്ചിരിക്കാൻ എനിക്കധികം സമയമൊന്നുമില്ല. ഞാൻ ഇവിടെ നിങ്ങൾക്കൊപ്പം എത്തിയത് നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങാനാണ്. നിങ്ങളത് നൽകുന്നില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്ന സ്ഥിതിക്ക് എനിക്കത് ബലമായി എടുത്തേ പറ്റൂ. അങ്ങനെ മാർക്ക് പറഞ്ഞതും ആ ചെറുപ്പക്കാർ മാർക്കിനെതിരെ കുതിച്ചു. ശരിക്കും അതിശക്തരായ യോദ്ധാക്കളാണ് മാർക്കിനെതിരെ കുതിക്കുന്നത്. പക്ഷെ മുന്നോട്ട് കുതിച്ച ആദ്യത്തെ ആള് മാർക്കിന്റെ അടുത്തെത്തിയത് എല്ലാവരും കണ്ടു. അടുത്ത നിമിഷത്തിൽ അതിന്റെ ബാലൻസ് അവർ കാണുമ്പോഴേക്കും ആ ചെറുപ്പക്കാരന്റെ തല ശരിക്കും ചിതറുന്നതും അവർ കണ്ടു. വളരെ കാഷ്വലായിട്ട് അയാളുടെ തലയെ മാർക്ക് അടിച്ച് പൊട്ടിച്ചിരിക്കുകയാണ്. ഭയം
അത് എപ്പോഴാണ് ജനിപ്പിക്കേണ്ടതെന്നുള്ള കാര്യം മാർക്കിന് അറിയാം. ആ അടിയും ആ തലച്ചിതറലും ആ കൊള്ളക്കാർക്ക് സ്വാഭാവികമായും ഒരു ഭയം ഉണ്ടാക്കി. പക്ഷേ അവരെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് ആ പ്രായമുള്ള മനുഷ്യൻ അവരോട് പറഞ്ഞു, ഏയ് നിങ്ങൾ അതൊന്നും നോക്കണ്ട, അറ്റാക്ക്. മാർക്കിനും അത് എളുപ്പമായി. ഏകദേശം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ പ്രായമുള്ള മനുഷ്യനും മാർക്ക് മാത്രമാണ് അവിടെ അവശേഷിക്കുന്നത്. ബാക്കി എല്ലാവരും കൊല്ലപ്പെട്ട് കഴിഞ്ഞു. മാർക്ക് അയാളോട് പറഞ്ഞു, നോക്ക്, നിങ്ങളുടെ ജീവൻ ഞാൻ ബാലൻസ് വെച്ചത് നിങ്ങളിൽ നിന്ന് ഈ സാധനങ്ങളൊക്കെ ഏറ്റുവാങ്ങാനാണ്. അത് കേട്ടതും ആ വ്യക്തി പെട്ടെന്ന് ഒരു ചാട്ടവാറ് പുറത്തെടുത്തു. ആ ചാട്ടവാറ് പുറത്തെടുത്ത അയാൾ ഒരൊറ്റയാടി. ആ ചാട്ടവാറ് കൊണ്ട് വായുവിൽ അയാൾ അടിച്ചതും ആ ചാട്ടവാർ ആയിരക്കണക്കിന് നൂലുകളായി പെട്ടെന്ന് അങ്ങ് പടർന്ന് പന്തലിക്കുകയാണ്. ആ നൂലുകളുടെ വേഗത കണ്ണഞ്ചിക്കുന്നതാണ്. എന്താണ് സംഭവിച്ചതെന്ന് മാർക്കിന് മനസ്സിലാകും മുമ്പ് ആ നൂലുകൾ മാർക്കിനെ പൂർണ്ണമായും കെട്ടി. മാർക്ക് ബലം പ്രയോഗിക്കുന്നതോറും ആ നൂലുകൾ മാർക്കിന്റെ ശരീരത്തിലേക്ക് വലിഞ്ഞു മുറുകയാണ്. ആ നൂലുകൾ മാർക്കിനെ വലിഞ്ഞു മുറുക്കിയെന്ന് ബോധ്യമായതും ആ പ്രായമുള്ള മനുഷ്യൻ നടന്ന് മാർക്കിന്റെ മുന്നിലെത്തി. ഏയ് ചെറുപ്പക്കാര, നീ എന്റെ എല്ലാ ആളുകളെയും കൊന്നൊടുക്കി. ആ നിന്നെ വെറുതെ വിടാൻ എനിക്ക് പറ്റില്ല. നീ എനിക്ക് തരാമെന്ന് പറഞ്ഞ ആ ഓറുകൾ എവിടെ? അങ്ങനെ അയാൾ ചോദിച്ചതും മാർക്ക് ഫെല്ലറുടെ നെറ്റിൽ നിന്ന് ഒരു പ്രകാശ ഠിങ് എന്ന ശബ്ദത്തോടുകൂടി അയാളുടെ നെറ്റിൽ പതിച്ചതും ഒരേ നിമിഷത്തിലാണ്. മാർക്കിന്റെ പ്രിമോഡിയൽ സ്പിരിറ്റ് ഉപയോഗിച്ചുകൊണ്ട് അയാളെ അറ്റാക്ക് ചെയ്യാൻ ആ പ്രിമോഡിയൽ സ്പിരിറ്റ് അയാളുടെ പ്രിമോഡിയൽ സ്പിരിറ്റിൽ അടിച്ച നിമിഷത്തിൽ അയാളുടെ പ്രിമോഡിയൽ സ്പിരിറ്റ് ശരിക്കും തകർന്ന് തരിപ്പണമായി. മാർക്കിന്റെ പ്രിമോഡിയൽ സ്പിരിറ്റ് അറ്റാക്ക് ശരിക്കും ഒരു മിസൈൽ അറ്റാക്കാണ്. ആ പ്രിമോഡിയൽ സ്പിരിറ്റ് ആ പ്രായമുള്ള മനുഷ്യന്റെ പ്രിമോഡിയൽ സ്പിരിറ്റിനെ തകർത്തതും അയാളുടെ ബോഡി ഒരു ശബ്ദത്തോടെ താഴെ വീണു. ആ ബോഡി താഴെ വീണതും അയാൾ നിയന്ത്രിച്ചിരുന്ന ആ ചാട്ടയും അയാളുടെ കയ്യിൽ നിന്ന് അടർന്ന് താഴെ വീണു. ആ നിമിഷം തന്നെ മാർക്കിനെ വരിഞ്ഞു മുറുക്കിയ ആ നൂലുകളും അപ്രത്യക്ഷമായി. മാർക്ക് ആദ്യം ചെയ്തത് ആ ചാട്ട കയ്യിലെടുക്കുക എന്നുള്ളതാണ്. അതൊരു അമൂല്യമായ മാജിക്കൽ വെപ്പണാണ്. റിവേർഷൻ ഓയിഡ് സ്റ്റേജിലെ മാർക്ക് ഫെല്ലറെ നിഷ്പ്രയാസമാണ് അത് ബന്ധിച്ചത്. അതിൻ്റെ പവർ വർണ്ണനാതീതമാണ്. മാർക്ക് അത് അതിവേഗം നിലവറിലേക്ക് മാറ്റി. അടുത്തതായി മാർക്കിന്റെ ജോലി എക്സ്പ്ലോറേഷനാണ്. ആ ഗുഹ മുഴുവൻ മാർക്കൊന്ന് പരിശോധിച്ചു. ഇഷ്ടംപോലെ സാധനങ്ങൾ അവിടെയുണ്ട്. സ്പിരിറ്റ് കോയിനുകളുടെ വൻ ശേഖരമാണ് അവിടെ ഉള്ളത്. അവിടെ നിന്ന് മാർക്കിന് കിട്ടിയത് 50 ബില്യൺ സ്പിരിറ്റ് കോയിനാണ്. മാർക്ക് അതെല്ലാം മാർക്കിന്റെ നിലവറിലേക്ക് മാറ്റി. വേറെ 100,000 ആയുധങ്ങളും സംവിധാനങ്ങളും ഉണ്ട്. ഒരു അടിപൊളി കൊള്ളസംഘമാണ് അവിടെ പ്രവർത്തിച്ചിരുന്നത്. അവന്മാര് നാട്ടിൽ നിന്ന് കൊള്ളയടിക്കുന്നതൊക്കെ കൊണ്ടുവന്ന് അവിടെ സൂക്ഷിച്ചു വെക്കുകയാണ്. സാധനങ്ങൾ കൊള്ളയടിച്ച് അവിടെ കൊണ്ട് വെക്കുന്ന അവന്മാർക്ക് ഇതുകൊണ്ട് എന്താണ് ഗുണം? മാർക്ക് അതൊക്കെ എടുക്കുമ്പോൾ അതാണ് ആലോചിച്ചത്. എന്തായാലും എല്ലാ സാധനങ്ങളുമായി മാർക്കിന് അവിടുന്ന് പോകാൻ പറ്റില്ല. അത് ഉറപ്പായതും മാർക്ക് ആ ഗുഹയ്ക്ക് പുറത്തിറങ്ങി ആ ഗുഹയുടെ വാതിൽ ഒരു പ്രത്യേക സീൽ ഉപയോഗിച്ച് സീൽ ചെയ്തു. അതിനുശേഷം മാർക്ക് വീണ്ടും ടൗണിലെത്തിയ മാർക്ക് ഒരു ടെലിപ്പോർട്ടേഷൻ പ്ലാറ്റ്ഫോം വഴി നേരെ ബ്ലാക്ക് കുടുംബത്തിലേക്ക് തിരിച്ചു. മാർക്ക് ഒരു റിസ്ക് എടുക്കാൻ പോവുകയാണ്. മാർക്കിനറിയാം ഗോഷിങ്ങിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ട മാർക്കിന്റെ വിവരം ഈ സമയം കൊണ്ട് ഷീ കുടുംബത്തിൽ അറിഞ്ഞു കാണുമെന്ന്. അവന്മാർ മാർക്കിനെ അവസാനിപ്പിക്കാൻ വേണ്ടി കൊട്ടേഷൻ സംഘങ്ങളെ രംഗത്തിറക്കും. അത് മാർക്കിനറിയാം. അവന്മാർ മാർക്കിനെ പിടികൂടുന്നതിന് മുമ്പ് മാർക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അതുകൊണ്ടാണ് മാർക്ക് നേരെ ബ്ലാക്ക് കുടുംബത്തിലേക്ക് ഓടിയെത്തിയത്. ഈ സമയത്ത് ഷീ കുടുംബത്തിൽ നിന്ന് ഷിഫിങ് ആദ്യം എത്തിയത് ഗൂഷിങ്ങിന്റെ അടുത്താണ്. അവിടെ നിന്ന് മാർക്കിന്റെ ഓറെ ഫോളോ ചെയ്ത ഷീ ഫെങ്ങും സംഘവും അവിടെ നിന്ന് നേരെ എത്തിയത് ആ മാർക്കറ്റിലാണ്. മാർക്കറ്റിൽ നിന്ന് ഗ്രീൻ റോക്ക് ഫോറസ്റ്റിന്റെ അതുവരെ പോയ അവർ അവിടെ നിന്ന് മാർക്കിന്റെ ഓറ പുറത്തേക്ക് പോയിരിക്കുന്ന കണ്ടതും അതിനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാർക്കിന്റെ ഓറ ആ ഗ്രീൻ റോക്ക് ഫോറസ്റ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നേരെ പോയിരിക്കുന്നത് ഒരു ടെലിപ്പോർട്ടേഷൻ പ്ലാറ്റ്ഫോമിലേക്കാണ്. ആ ടെലിപ്പോർട്ടേഷൻ പ്ലാറ്റ്ഫോമിലെത്തി അവർ അവിടെ തിരക്കിയപ്പോൾ മാർക്ക് ഫെല്ലർ പോയിരിക്കുന്ന ദിശ പിടികിട്ടി. അവരും ലക്ഷ്യമിടുന്നത് മാർക്കിന്റെ അതേ ലക്ഷ്യമാണ്, ബ്ലാക്ക് കുടുംബം. മാർക്ക് ഫെല്ലർ ബ്ലാക്ക് കുടുംബത്തിന്റെ ആ മലകൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെത്തി. അവിടെ എത്തിയപ്പോൾ മാർക്കിന് ഒരു കാര്യം മനസ്സിലായി. അവിടെ അതിശക്തമായ ഒരു സപ്രഷൻ അനുഭവപ്പെടുകയാണ്. അവിടെ വരുന്ന ആളുകൾക്ക് അവിടെ എത്തിയ മാർക്കിന് ഒരു കാര്യം അറിയാം, അവിടെ ആർക്കും അവിടെ സ്പിരിച്വൽ എനർജി ഉപയോഗിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. ബ്ലാക്ക് കുടുംബം അതിശക്തമായ ഒരു ഫോർമേഷൻ അവിടെ ഒരുക്കിയിട്ടുണ്ട്. ആ ഫോർമേഷൻ നിലവിലുള്ളത് കൊണ്ട് സ്പിരിച്വൽ എനർജി ഉപയോഗിച്ച് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. മാർക്ക് അവിടെ എത്തിയതും മീശ മാർക്കിന് കൊടുത്ത ഒരു ലൗഡ് സ്പീക്കർ മാർക്കിന്റെ കയ്യിലുണ്ട്. അത് കയ്യിലെടുത്ത മാർക്ക് അതിലൂടെ ഉറക്കെ ഒരൊറ്റ അനൗൺസ്മെന്റ്, ഏയ് എമിലി ബ്ലാക്ക്,
ഇതാ ഞാൻ എത്തിയിരിക്കുന്നു, മാർക്ക് ഫെല്ലർ. എമിലി, നിന്നെ വിവാഹം കഴിക്കാൻ ഞാൻ റെഡിയാണ്. എന്റെ പ്രാണപ്രേയസി എമിലി ബ്ലാക്ക്, നിനക്ക് വേണ്ടി ഇതാ ഞാൻ എത്തിയിരിക്കുന്നു. മാർക്ക് അങ്ങനെ അനൗൺസ് ചെയ്യുന്ന ആ സമയത്ത് പതിവ് പോലെ ബ്ലാക്ക് കുടുംബത്തിലേക്ക് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ആയിരക്കണക്കിന് ആളുകൾ ആ പടിയിൽ കൂടി കയറിക്കൊണ്ടിരിക്കുകയാണ്. പടിയിലേക്ക് നടക്കുന്ന ആളുകളൊക്കെയും ഈ ശബ്ദം കേട്ടു. ശബ്ദം കേട്ട് അവരൊക്കെ ഓടി മാർക്കിന്റെ അടുത്തെത്തി. സകലരും അമ്പരപ്പോടെ മാർക്ക് ഫെല്ലർ തന്നെ നോക്കുകയാണ്. ഇതാ ഒരു ചെറുപ്പക്കാരൻ സെയിന്റസ് എമിലി ബ്ലാക്കിനെ വിവാഹം കഴിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് താഴെ നിന്ന് അനൗൺസ്മെന്റ് നടത്തുകയാണ്. എമിലി, ഐ ലവ് യു, ഐ ലവ് യു. ഉറക്കെ മാർക്ക് ഫെല്ലർ അങ്ങനെ പറയുമ്പോൾ ഈ സമയത്ത് ഷീ കുടുംബത്തിലെ മാർക്കിനെ ഫോളോ ചെയ്യുന്ന ആളുകൾ ബ്ലാക്ക് കുടുംബത്തിന് സമീപമെത്തി. ഷീഫെങ് മനഃപൂർവ്വം അങ്ങോട്ട് വന്നില്ല. ബ്ലാക്ക് കുടുംബത്തിന്റെ അടുത്തെത്തി മാർക്കിനെ നേരിടുന്നത് ശരിയായ ഒരു പരിപാടിയല്ല എന്ന് ഷീഫെങ്ങിന് അറിയാം. അതുകൊണ്ടാണ് ഷീഫെങ് ആ ജോലി ബാക്കിയുള്ളവരെ ഏൽപ്പിച്ചിട്ട് മാറിക്കളഞ്ഞത്. ബാക്കിയുള്ള ആളുകൾ അവിടെ എത്തിയത്. അവന്മാര് എത്തിയപ്പോ അവർ കാണുന്നത് മാർക്ക് ഫെല്ലറുടെ ആ അനൗൺസ്മെന്റ് ആണ്. മാർക്കിന്റെ ആ അനൗൺസ്മെന്റ് കേട്ടതും അവൻ ഓടി മാർക്കിന് മുന്നിലേക്ക് വന്നു. ഏയ്, നീ എന്തായി പറയുന്നത്? സെയിന്റസ് എമിലി ബ്ലാക്കിനെയും നിന്നെ ചേർത്ത് നീ എന്തായി വിളിച്ചു പറയുന്നത്? അതിന് മറുപടിയായി ആ കൊളംബിയയുടെ മാർക്ക് ഉറക്കെ പറഞ്ഞു, എമിലി, ഐ ലവ് യു, ഐ ലവ് യു. എമിലി, നമുക്ക് ഒന്നിച്ച് ജീവിക്കാം. ഈ പറച്ചിൽ ഷീ കുടുംബത്തിന്റെ ആ ആളുകൾക്ക് മുന്നിൽ നിന്നാണ്. മാർക്ക് അത് പറഞ്ഞതും ആ ആളുകളിൽ ഒരുത്തൻ ദേഷ്യപ്പെട്ട് മാർക്കോട് ചോദിച്ചു, ഏയ്, നീ പറയുന്നതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? സെയിന്റസ് എമിലി ബ്ലാക്കും ഷീ കുടുംബത്തിലെ ഹോളി സൺ ഷീ ഷൈനും തമ്മിലുള്ള വിവാഹം നിശ്ചയിക്കാൻ പോവുകയാണ്. അത് കേട്ടതും മാർക്ക് ഫെല്ലർ അവനോട് ചോദിച്ചു, ഏയ്, വിവാഹം നിശ്ചയിക്കാൻ പോകുന്നതല്ലേ ഉള്ളൂ, വിവാഹം നിശ്ചയിച്ചിട്ടില്ലല്ലോ? ആ, ഇല്ല, നിശ്ചയിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ആർക്ക് വേണമെങ്കിലും എമിലിയെ പ്രപ്പോസ് ചെയ്യാന്നല്ലേ? ഞാനിതാ എമിലിയെ പ്രപ്പോസ് ചെയ്യുന്നു. എമിലിയെ, ഐ ലവ് യു. വീണ്ടും മാർക്ക് ആ മൈക്കിലൂടെ അനൗൺസ് ചെയ്യാണ്. മാർക്കിന്റെ ആ തുറന്നു പറച്ചിൽ നാട്ടുകാരിൽ ഒരുപാട് കൗതുകം ഉണ്ടാക്കുകയാണ്. സകലരും ഹോളി സൺ ഷീ ഷൈനും സെയിന്റസ് എമിലി ബ്ലാക്കും തമ്മിലുള്ള വിവാഹ നിശ്ചയത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ആ പാത്ത് ഓഫ് ഹെവൻ വരുന്ന ദിവസമായിരിക്കും അവർ തമ്മിലുള്ള വിവാഹ നിശ്ചയം നടക്കുക. അതിപ്പോ ഏകദേശം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ സമയത്താണ് ഇതാ മറ്റൊരാള് ഉറക്കെ എമിലിയെ പ്രപ്പോസ് ചെയ്യുന്നത്. മാർക്ക് വീണ്ടും ആ കൊളംബിയയിലൂടെ അങ്ങനെ അനൗൺസ് ചെയ്തതും ആ ഷീ കുടുംബത്തിലെ ചെറുപ്പക്കാരൻ മാർക്കിനോട് പറഞ്ഞു, ഏയ്, നിനക്ക് എത്ര ധൈര്യമുണ്ടായിട്ടാണ് നീ ഇങ്ങനെ ചെയ്യുന്നത്? ഹോളിസൺ ഷൈനുമായി കമ്പയർ ചെയ്യാൻ നിനക്ക് പറ്റുമോ? അത് കേട്ടതും മാർക്ക് ഉറക്കെ ആ കൊളംബിയയിലൂടെ പറഞ്ഞു, നിങ്ങളുടെ ചോദ്യം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങളുടെ ഹോളിസൺ ഇപ്പോൾ ശക്തനാണ്. അതിന് കാരണമുണ്ട്. അയാൾ കാലങ്ങളായി കൾട്ടിവേറ്റ് ചെയ്യാണ്. എനിക്ക് കുറച്ച് വർഷങ്ങളൂടെ കിട്ടിയാൽ ഉറപ്പായും നിന്റെ ഹോളി സണ്ണിനെ ഞാൻ തോൽപ്പിക്കും. അതിനുള്ള സമയം അവൻ എനിക്ക് തരുമോ ഇല്ലയോ എന്നതാണ് ചോദ്യം. അവന് ഭയമുണ്ട്. എന്നോട് മത്സരിച്ചാൽ ഒരേ ലെവലിലാണെങ്കിൽ അവൻ പരാജയപ്പെട്ടു പോകുന്നു. അവൻ വെറും ഭീരുവാണ്. ഭീരുക്കളാണ് മുകളിലത്തെ ലെവലിൽ നിൽക്കുമ്പോൾ താഴത്തെ ലെവലുകാരനെ നിഷ്കരണം തോൽപ്പിക്കുന്നത്. ധീരൻ ഒരേ ലെവലിലെ ഏറ്റുമുട്ടും. അവന് ധൈര്യമുണ്ടോ എന്റെ ലെവലിൽ എന്നോടിറങ്ങി മത്സരിക്കാൻ? ഞാൻ പറയുന്നു, അവൻ ഭീരുവാണ്. ഭീരുവല്ലെങ്കിൽ അവൻ എന്റെ ലെവലിൽ മത്സരിച്ചനെ. മാർക്ക് ഫെല്ലറുടെ ആ വാചകം സ്വാഭാവികമായും നാട്ടുകാരുടെ ഇടയിൽ ഒരു ഓളം ഉണ്ടാക്കിയാണ്. ഹേയ്, ഹോളിസൺ ഷീ ഷൈൻ ഒരു ഭീരുവാണ്. ഷീ ഷൈൻ ഇപ്പൊ പീക്ക് ലെവൽ റിവേഷൻ ഓട്സിൽ നിൽക്കുന്ന ആളാണ്. ഈ അനൗൺസ് ചെയ്യുന്നവൻ പരമാവധി റിവേഷൻ ഓയിൽ ലെവൽ ഒരു ഏർലി സ്റ്റേജുകാരനായിരിക്കും, തുടക്കക്കാരൻ. അവന്റെ ലെവലിലേക്ക് ഷീ ഷൈൻ ഇറങ്ങിയാൽ ഷീ ഷൈൻ ഉറപ്പായും പരാജയപ്പെടുമെന്നാണ് മാർക്ക് ഫെല്ലർ ആ ചെറുപ്പക്കാരൻ അനൗൺസ് ചെയ്യുന്നത്. സ്വാഭാവികമായി ആ സംഭാഷണം ഇങ്ങനെ പരക്കുന്നത് ഷീ കുടുംബത്തിലെ ആ ചെറുപ്പക്കാരൊക്കെ കേൾക്കുന്നുണ്ട്. അവർക്ക് വല്ലാത്തൊരു അസ്വസ്ഥത. ദേഷ്യം വന്ന ഒരുത്തൻ പെട്ടെന്ന് മാർക്കിനടുത്തേക്ക് ഓടി വന്ന ഒരു ഒറ്റയിടി. മാർക്കിന്റെ ബോഡി റിവേഷൻ ഓട്സേജിലെ ബോഡിയാണ്. ഏത് സാഹചര്യത്തിലും എത്ര സപ്രഷൻ ഉണ്ടെങ്കിലും ആ ബോഡി അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ ഫിസിക്കൽ ബോഡിയിലേക്ക് ആ ചെറുപ്പക്കാരൻ ആഞ്ഞിടിച്ചതും മാർക്ക് മൈക്ക് ഇടത് കൈയിലേക്ക് മാറ്റിയിട്ട് വലത് കൈ കൊണ്ട് തിരിച്ച് ഒറ്റ ഇടിയിടിച്ചതും ആ ചെറുപ്പക്കാരൻ തെറിച്ച് ദൂരേക്ക് വീണു. മാർക്ക് അവനെ ഇടിച്ച് കൊന്നില്ലെന്നേ ഉള്ളൂ. കൊല്ലപ്പെട്ടാൽ മാർക്കിനെ കൊല്ലാൻ അവന്മാർക്കൊരു കാരണം കിട്ടും. അത് ഒഴിവാക്കാൻ വേണ്ടി മാർക്ക് അല്പം ബലം കുറച്ചിട്ടാണ് ഇടിച്ചത്. തെറിച്ച് അവൻ വീണതും
അത് ആളുകളുടെ ഇടയിൽ വല്ലാത്തൊരു ഓളം ഉണ്ടാക്കി. ഷീ കുടുംബത്തിലെ ആ യോദ്ധാവ് അവരോട് പരാജയപ്പെട്ടു. അവൻ ശരിക്കും ശക്തൻ തന്നെയാണ്. ഡയലോഗ്സിന് ഒരു കുറവില്ല. ആളുകളൊക്കെ പല രീതിയിൽ സംസാരിക്കുകയാണ്. മാർക്ക് ആ ഷീ കുടുംബക്കാരെ നോക്കി പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ ഹോളി സണ്ണിന്റെ കാര്യത്തിൽ ഒരു വിശ്വാസമുണ്ട്. ആള് മാന്യനാണ്. ഒരു കാരണവശാലും ന്യായത്തിന് വിരുദ്ധമായി ഒരു കാര്യം അയാൾ ചെയ്യത്തില്ല. മാർക്ക് ഒരു ആണി കൂടി അടിച്ചതാണ്. മാർക്ക് അങ്ങനെ പറഞ്ഞതും ആ ഷീ കുടുംബത്തിലെ നേതാവെന്ന് തോന്നുന്ന ആള് ഒന്ന് പതറി. അയാള് മാർക്കിനോട് പറഞ്ഞു, ഏയ് മാർക്ക് ഫെല്ലർ, നിന്റെ ബുദ്ധി എനിക്ക് മനസ്സിലായി. നിങ്ങളുടെ ഹോളി സൺ ആള് മിടുക്കനാണ്, ശരിക്കും ന്യായം നോക്കുന്ന ആളാണെന്ന് ഞാൻ പറഞ്ഞതാണോ നിങ്ങൾക്ക് മനസ്സിലായ കാര്യം? അദ്ദേഹത്തോട് പോയി പറയൂ, ഒരേ ലെവലിൽ എത്തുന്ന സമയത്ത് ഏറ്റുമുട്ടാമെന്ന്. അതുവരെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറ. മാർക്ക് അങ്ങനെ തീർത്ത് പറഞ്ഞതും ആ ഷീ കുടുംബക്കാർക്ക് അവിടുന്ന് പിന്മാറുകയല്ലാതെ വേറെ മാർഗമില്ല എന്ന സ്റ്റേജിലെത്തി. ഒരുപാട് ആളുകൾ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്ത് ദുർബലനായ മാർക്കിനെ അറ്റാക്ക് ചെയ്യാനായി ഷീ കുടുംബം ശക്തി ഉപയോഗിച്ചാൽ അത് ഷീ കുടുംബത്തിന് ദുഷ്പേരുണ്ടാക്കും. ആ ടീം പോയി കഴിഞ്ഞതും അവിടേക്ക് സാക്ഷാൽ ബ്രയൻ വന്നു. മാർക്ക് ഫെല്ലർ ഷീ കുടുംബത്തിലെ ആളുകളോട് സംസാരിക്കുന്നത് മുകളിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് ബ്രയൻ ബ്ലാക്ക്. ബ്രയൻ പെട്ടെന്ന് മാർക്കിന് മുന്നിലേക്ക് പ്രത്യക്ഷപ്പെട്ടു. ഷീ കുടുംബം പോയി കഴിഞ്ഞ ആ നിമിഷം തന്നെ മാർക്കിന്റെ മുന്നിലെത്തിയ ബ്രയനോടായി മാർക്ക് ചോദിച്ചു, ഓ ബ്രയൻ, നീയോ എത്തിയോ? ഏയ് മാർക്ക്, നീ എന്തിനാ ഷോ കാണിക്കാൻ ഇവിടെ വന്നത്? ബ്രയൻ, ഇങ്ങനെയാണോ ഒരു സുഹൃത്തിനെ കാണുമ്പോൾ സംസാരിക്കുന്നത്? ബ്രയൻ, നിനക്കെന്താ ദേഷ്യം തോന്നുന്നു? അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ഫൈറ്റ് ചെയ്യാം. ബ്രയാനോട് മാർക്ക് ഫെല്ലർ പറയുന്ന വാചകങ്ങൾ സ്വാഭാവികമായിട്ടും ബ്ലാക്ക് കുടുംബത്തിലേക്ക് അഡ്മിഷൻ നേടാൻ വന്ന ആളുകളും കേൾക്കുന്നുണ്ട്. അവർക്കോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നേരത്തെ ആ ബ്ലാക്ക് കുടുംബത്തിന്റെ സർവസ്വമായിരുന്നു സാക്ഷാൽ ബ്രയൻ ബ്ലാക്ക്. സെയിന്റസ് എമിലി ബ്ലാക്ക് വരുന്നവരെ എല്ലാ ആളുകളും നോക്കിയിരുന്നത് ബ്രയൻ ബ്ലാക്കിലേക്കാണ്. ബ്രയൻ ബ്ലാക്ക് ആയിരുന്നു നമ്പർ 2 എന്ന് പറയാം. എമിലി ബ്ലാക്ക് അവിടെ ചാർജ് എടുത്തോടുകൂടി ബ്രയാന്റെ ആ പവർ പോയതാണ്. ആ ബ്രയാനെയാണ് മാർക്ക് ഫെല്ലർ ഇതാ കൂളായി കളിയൊക്കെ സംസാരിക്കുന്നത്. ബ്രയാൻ ആണെങ്കിൽ ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. ബ്രയൻ മാർക്കിനോട് പറഞ്ഞു, നീയും നിന്റെ ആ സെയിന്റസും രണ്ടും കുഴപ്പക്കാരാണ്. ഞാനേ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. മാർക്ക്, നിന്നെ ഞാൻ അവസാനിപ്പിക്കും. ബ്രയാൻ, നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നീ എന്നെ ചലഞ്ച് ചെയ്യും. നീ പറയുന്ന സ്ഥലത്ത് പറയുന്ന കണ്ടീഷനിൽ ഞാൻ നിന്നോട് ഏറ്റുമുട്ടാം. എന്താ, നിനക്ക് ധൈര്യമുണ്ടോ? ബ്ലാക്ക് കുടുംബത്തിന്റെ സർവശക്തൻ എന്നൊക്കെ പറയുന്ന ആ ബ്രയൻ ബ്ലാക്കിനോട് മാർക്ക് ഫെല്ലർ ആ ശൈലിയിൽ സംസാരിക്കുമ്പോൾ ബ്രയൻ മാർക്കിന്റെ ആ വെല്ലുവിളി ഏറ്റെടുക്കുമെന്ന് ധരിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ ബ്രയൻ ആ കെണിയിൽ വീണില്ല. ബ്രയൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിന്റെ ഈ കളി എന്നോട് വേണ്ട. അങ്ങനെ പറഞ്ഞിട്ട് ബ്രയൻ അതിവേഗം അവിടെ നിന്ന് മാറി. ഈ സമയത്ത് ഈ സംഭവവികാസങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും മുകളിൽ എമിലി ബ്ലാക്കും അങ്കിൾ യാനും അറിയുന്നുണ്ട്. അവർക്ക് കേൾക്കാം മാർക്ക് ആ മൈക്കിലൂടെ സംസാരിച്ചത്. എമിലിയുടെ മുഖത്ത് ശരിക്കും ഒരു പുഞ്ചിരിയുണ്ട്. എമിലി ചിരിച്ചുകൊണ്ട് അങ്കിൾ യാനോട് പറഞ്ഞു, അങ്കിൾ, മാർക്കിന്റെ ഈ ധൈര്യം സമ്മതിക്കാത്ത നിർവാഹമില്ല അല്ലേ? എമിലി, എനിക്കും അവന്റെ ഉദ്ദേശം മനസ്സിലായി. പക്ഷെ ഇത് കുഴപ്പമാവൂലേ? ഈ ബ്ലാക്ക് കുടുംബത്തിലെ എല്ലാവരും നീയും മാർക്കും തമ്മിലുള്ള ബന്ധം അറിഞ്ഞു കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്കിൾ, അതെന്തായാലും അറിയണമല്ലോ. എമിലി, ഇവിടെ മാത്രമല്ല ഷീ കുടുംബത്തിലും ഇതറിയും. അത് ഒരു വിഷയമാവില്ലേ? അങ്കിൾ, മാർക്കിന്റെ ഉദ്ദേശവും അത് തന്നെയാണ്. മാർക്ക് ഷൈൻ്റെ അതേ ശക്തിയിലേക്ക് എത്തുന്നവരെയും മാർക്കിനെ ഷൈനോടൊപ്പമുള്ള ആളുകളോ തൊടാതിരിക്കാനാണ് മാർക്ക് ഈ കളി കളിച്ചത്. എനിക്ക് മാർക്കിന്റെ ഈ കളി അറിയാം. ഭൂമിയിൽ മാർക്ക് ഈ കളി കളിച്ചിട്ടുണ്ട്. അന്ന് ഹാൻസ് വിൽമോണ്ട് മാർക്കിനെ തൊടാതിരിക്കാൻ വേണ്ടി മാർക്ക് പബ്ലിക്കായിട്ട് ഈ കളി കളിച്ചതാണ്. അന്ന് ഹാൻസ് കുടുംബം അങ്ങനെയാണ് മാർക്കിനെ വളരാൻ അനുവദിക്കേണ്ടി വന്നത്. എമിലിയുടെ വിവാഹ നിശ്ചയം വരെ മാർക്കിന് ഹാൻസ് വിൽമോണ്ട് സമയം കൂട്ടിക്കൊടുത്തത് അവസാനം അവൻ്റെ സർവനാശത്തിൽ കലാശിക്കുകയും ചെയ്തു. ആ ഒരു ഗെയിം ഇവിടെ ഈ ഹോളി റിജിനിലും നടപ്പിലാക്കാൻ പറ്റുമെന്നുള്ള ഒരു കാൽക്കുലേഷൻ അടിസ്ഥാനത്തിലാണ് മാർക്ക് ആ കളി ഒരിക്കൽ കൂടി കളിച്ചത്. ഭൂമിയിൽ വിജയിച്ച കളി ഇവിടെയും വിജയിക്കും. മാർക്കിന് അത് ഉറപ്പായിരുന്നു. ആ കളി മാർക്കൊന്ന് കളിച്ചു. ആളുകളൊക്കെ പോയി കഴിഞ്ഞതും മാർക്ക് ഫെല്ലർ അവിടെ നിന്ന് നേരെ തിരിച്ച് ഒരു ചെറിയ പട്ടണത്തിലെത്തി. ആ പട്ടണത്തിലെത്തിയ മാർക്ക് ഒരു ചെറിയ ചായക്കടയിൽ ചായ കുടിക്കാനായി ഒരു സ്ഥലത്ത് കയറി. മാർക്ക് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാർക്കിന്റെ നേരെ എതിരെ ഒരാൾ വന്നിരുന്നു. അയാള് മാർക്കിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് മാർക്കിനോട് പറഞ്ഞു, ഏയ് സുഹൃത്തെ, നിന്റെ കൾട്ടിവേഷൻ ശരിയായ പാതയിലാണോ പോകുന്നത്?
അതെന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, നിന്റെ കൾട്ടിവേഷനകത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. അങ്ങെന്താ ഈ പറഞ്ഞു വരുന്നത്? സുഹൃത്തെ, എനിക്കും ഇതുപോലെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ലെക്ചർ കേൾക്കാനിടയായി, ഒരാളുടെ ഒരു പ്രസന്റേഷൻ. അവിടെ വെച്ചാൽ എനിക്ക് എന്റെ തെറ്റുകളൊക്കെ മനസ്സിലായത്. ആ തെറ്റുകൾ ഞാൻ അങ്ങനെയാ തിരുത്തിയത്. സുഹൃത്തെ, നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ പ്രസംഗം വീണ്ടും വരുന്നുണ്ട്, അതൊന്ന് കേട്ടു നോക്ക്. സീനിയർ, എവിടെയാണ് ആ പ്രസന്റേഷൻ? സുഹൃത്തെ, അത് ഇവിടെ സമീപത്ത് ഒരു സ്കൈ സിറ്റി ഉണ്ട്. ആ സ്കൈ സിറ്റിയിൽ ഒരു ഉത്സവം വരികയാണ്. ആ ഉത്സവത്തിന്റെ അന്ന് അവിടെ ഒരു പ്രസന്റേഷൻ ഉണ്ട്. ആ പ്രസന്റേഷന് നീ പങ്കെടുത്താൽ നന്നായിരിക്കും. അങ്ങനെ പറഞ്ഞിട്ട് ആ ആൾ മാർക്കിനോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് മാറി. മാർക്ക് ഫെല്ലർ ആ കടയിൽ നിന്ന് സ്കൈ സിറ്റിയിലേക്ക് പോകാനുള്ള വഴിയൊക്കെ ചോദിച്ചറിഞ്ഞ് അവിടേക്ക് യാത്ര തിരിച്ചു. മാർക്ക് സ്കൈ സിറ്റിയിൽ എത്തുമ്പോൾ സ്കൈ സിറ്റിയിലെ ഉത്സവത്തിന് ഒരാഴ്ച സമയമുണ്ട്. മാർക്ക് സ്കൈ സിറ്റിയിൽ എത്തുമ്പോൾ അവിടെ ഉത്സവം തുടങ്ങാനായി ഇനിയും ഒരാഴ്ച സമയമുണ്ട്. ഒരാഴ്ച മുമ്പേ സ്കൈ സിറ്റിയിൽ മാർക്ക് എത്തിയിരിക്കുകയാണ്. ഈ സമയത്ത് ഷീ കുടുംബത്തിൽ ഈ വിവരങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞു. സാക്ഷാൽ ഷൈൻ മാർക്ക് ഫെല്ലർ എമിലി ബ്ലാക്കിനെ പ്രപ്പോസ് ചെയ്ത കാര്യം അറിഞ്ഞിരിക്കുകയാണ്. അത് കേട്ടപ്പോൾ ഷൈന് ഒരു ചിരിയാ വന്നത്. ഷൈൻ ചിരിക്കുന്നുണ്ടെന്നും ഷീഫൻ ഷൈനോട് പറഞ്ഞു, ഷൈൻ, നമുക്ക് ആ മാർക്കിനെ അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ലല്ലോ. ഷീഫൻ, അവൻ ബുദ്ധിപൂർവ്വം ഒരു കളിയാ കളിച്ചിരിക്കുന്നത്. ഞാൻ ഒരു കാരണവശാലും അവന്റെ കാര്യത്തിൽ ഇടപെടാൻ പാടില്ല എന്ന ഒരു ശൈലി അവനുണ്ട്. അതുകൊണ്ട് അവൻ എനിക്കിട്ട് ഒരു തടസ്സം വെച്ചത്. സാരമല്ല, നമുക്ക് നോക്കാം ഇത് ഏതുവരെ പോകുന്നു. എന്തായാലും പാത്ത് ഓഫ് ഹെവൻ വരുമല്ലോ, അന്ന് ഞാനും എമിലിയും ഒന്നാകും. പിന്നെ അവൻ വിചാരിച്ചാലും ഒന്നും നടക്കില്ല. ഷൈൻ, അങ്ങനെ അങ്ങ് നിസ്സാരമായി ഈ കാര്യത്തെ കാണരുത്. അവനൊരു സാധാരണക്കാരനും നീ മുകളിൽ നിൽക്കുന്ന ആളുമാണ്. എപ്പോഴും സാധാരണക്കാർക്കൊപ്പം ആളുകളുടെ മനസ്സ് കൂടും. അങ്ങനെ കൂടിയാൽ നമുക്കത് ദോഷം ചെയ്യും. അങ്ങനെ ഷീഫിൻ പറഞ്ഞതും ഒരു സീനിയർ ഷൈനോട് പറഞ്ഞു, ഹോളിസൺ, എനിക്കൊരു സജഷൻ ഉണ്ട്. സ്കൈ സിറ്റിയിൽ ഒരു ഉത്സവം വരുന്നുണ്ട്. തൽക്കാലം ഈ വിഷയങ്ങളൊക്കെ വിട്ടിട്ട് ആ ഉത്സവത്തിൽ ഒന്ന് പങ്കെടുത്താലോ? അതൊരു നല്ല സജഷനായി ഷൈനും ഷീഫിങ്ങിനും തോന്നി. മാർക്ക് ഫെല്ലറുമായി ബന്ധപ്പെട്ട ആ വിഷയം അവരുടെ മനസ്സിനെ കലുഷിതമാക്കിയാൽ അതൊരു പ്രശ്നമാണ്. ആ സീനിയർ അത് പറഞ്ഞതും ഷൈൻ അവരോട് പറഞ്ഞു, ശരിയാണ്, ഞാൻ ഈ റിവേഷൻ ഓയിഡ്സേജിന്റെ പീക്ക് ലെവലിൽ എത്തിയിട്ട് കുറെ നാളായി. എനിക്കതങ്ങോട്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ബ്രേക്ക് ചെയ്തെങ്കിൽ എനിക്ക് എന്നേ സെമി സെയിന്റ് ആകാൻ പറ്റിയേനെ. പക്ഷെ അങ്ങോട്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു ബോട്ടിൽ നെക്ക് അനുഭവപ്പെടുകയാണ്. ആ ബോട്ടിലേക്ക് മറികടക്കാൻ ആ ക്ഷേത്രത്തിലെ ആ ലെക്ചർ ഗുണപ്പെടുമെന്ന് എനിക്കൊരു തോന്നൽ. ഞാനും അങ്ങോട്ട് പോവാം. അങ്ങനെ ഷീഫിങ്ങും ഷൈനും അവിടെ സ്കൈ സിറ്റിയിലേക്ക് പോകാൻ തീരുമാനിച്ചു. അതേ സ്കൈ സിറ്റിയിൽ ആ വിവരം അറിയാതെ മാർക്ക് ഫെല്ലർ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. മാർക്ക് ഫെല്ലറുടെ കഥയുടെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. ഇതുവരെ മാർക്ക് ഫെല്ലറുടെ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.